ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. അങ്ങനെ പോയൊരു സ്പീക്കർ പാനലിലൊക്കെ ഒരു മുസ്ലിം സഹോദരന്റെ കൂടെയൊക്കെ ഇരുന്ന് പോയിട്ട് അവിടെ ഇരുന്ന് ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ ആ ഗോൾ പോസ്റ്റിൽ അങ്ങ് സ്ഥിരം ഗോൾ അടിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങ് ഇന്ന് വരെ നമ്മുടെ കൂടെ ഒരു ചർച്ചയ്ക്ക് വന്നിട്ടില്ല. എത്രയോ വട്ടം എബൻ ബ്രദറൊക്കെ വിളിച്ചു. വളരെ ഭംഗിയായിട്ട് വേറെ ഒരു എന്താ പറയുന്ന ഇത് പിന്നെ മറ്റൊരു ബുദ്ധിമുട്ടുകളും ഇല്ല, നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരുന്ന് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കാന്ന് പറഞ്ഞു. അലൻ ബ്രദർ വന്നു, 2 ദിവസം വന്നു. അലൻ ബ്രദർ പറഞ്ഞത് തെറ്റാണോ ശരിയാണോ എന്നുള്ള രണ്ടാമത്തെ, പക്ഷെ അദ്ദേഹം വന്നു. അലൻ ബ്രദറിനെക്കാളും ഞങ്ങൾ പ്രതീക്ഷിച്ച, ഞങ്ങൾക്കൊരു പ്രതീക്ഷയ്ക്ക് വകയാണ്. ഞാൻ തുടക്കത്തിലെ അങ്ങ് ഞങ്ങളുടെ കൂടെ കൃത്യമായി നിൽക്കുമെന്നും അങ്ങ് സത്യസന്ധത്തിന് വേണ്ടി നിൽക്കുമെന്നും ഒക്കെ പ്രതീക്ഷിച്ചാണ്. പക്ഷെ എന്തോ അങ്ങ് നമ്മുടെ ലോറൻസിന്റെ കൂടി അങ്ങ് കൈവിട്ടു പോയ ഒരു ചിത്രമാണ് നമ്മൾ പൊതുവിൽ കണ്ടത്. പക്ഷെ ഇപ്പൊ അതിനേക്കാളും ഡേഞ്ചർ ആയിട്ട് ലോറൻസ് പോയതിനൊരു പരിമിതിയുണ്ട്. പക്ഷെ അതിനേക്കാളും ഒക്കെ അപ്പുറമായിട്ടാണ് ലോറൻസ് ഈ പറഞ്ഞ പോലെ ഇസ്ലാം റൂമുകൾക്കകത്ത് ഇങ്ങനെ ചെന്ന് സ്ഥിരമായിട്ടിരുന്ന് ഇങ്ങനെ പറയാറില്ല. പക്ഷെ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ട് അത് വളരെ ക്രിസ്ത്യാനി സുവിശേഷൻ എന്നുള്ളത് വേറെല്ലാം പോട്ടെ, അങ്ങൊരു ഇവാഞ്ചലിസ്റ്റ് ആണ്. പാസ്റ്റർ ആണെന്ന് എനിക്കറിയത്തില്ല, ഐ ഡോണ്ട് നോ, പക്ഷെ അങ്ങനെ ഇവാഞ്ചലിസ്റ്റ് ആണെന്ന് എനിക്കറിയാം. പക്ഷെ അങ്ങനെയുള്ള ഒരാള് ഇങ്ങനെയൊക്കെ പറയുന്നതിനോട് ഒരു അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് എന്തായാലും റെജി ബ്രദർ വന്നതിൽ സന്തോഷം. എന്തായാലും വിളിച്ച വന്നല്ലോ. അപ്പൊ ഇന്നത് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കത് പറയാനുള്ളത്. റെജി ബ്രദർ എന്തെങ്കിലും പറയണ്ടേ പറയാം. എനിക്ക് പറയാമോ? എന്റെ സൗണ്ട് കേൾക്കാമോ? കേൾക്കാം. നിങ്ങളുടെ ശബ്ദമൊക്കെ നല്ല ക്ലിയർ ശബ്ദമല്ലേ? बिल्कुल 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 बोलिए जनाब, बिल्कुल बोलिए जनाब. ओके ठीक है साहब, थोड़ी वेट कीजिए. പ്രിൻസ് ബ്രദറെ, ഞാൻ പ്രിൻസ് ബ്രദർക്ക് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാനിവിടെ പലർക്കും എതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ആർക്കെതിരെ പറഞ്ഞു എന്ന് കൃത്യമായി എനിക്കറിയാം. എനിക്ക് പല സുഹൃത്തുക്കൾ നിങ്ങളുടെ മധ്യമുണ്ട്, പലരെയും എനിക്ക് നല്ല ധാരണയുണ്ട്, പലരെ എനിക്ക് അഭിനന്ദനം. പക്ഷേ ട്രൂത്ത് ഫൈറ്റേഴ്സിനെതിരെ ഞാൻ പറഞ്ഞിരിക്കും, അത് വ്യക്തമാണ്. ഞാൻ ചർച്ച ചെയ്യാൻ വന്നില്ല എന്ന് പറയരുത്. ഒരു സമയത്ത് ഞാൻ എടുത്തിരുന്ന നിലപാട് വളരെ കൃത്യമായിരുന്നു. എനിക്കെതിരെ അടിസ്ഥാനമില്ലാത്തൊരു ആരോപണം വെച്ചു. ഞാൻ കോടിക്കണക്കിന് രൂപ പറ്റിയെന്നും ചില സമയത്ത് കണക്കില്ലാതെ പണം പറ്റിയെന്നും ചില സമയത്ത് ഞാൻ ഇസ്ലാമിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചെന്നും പെട്രോൾ ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. ഉണ്ടെങ്കിൽ ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ് ശരിയല്ല, ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു. അദ്ദേഹം സഭയിലെ ലോകം എന്ന ഗ്രൂപ്പിൽ ആരോപണം മുമ്പോട്ട് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നുകിൽ അത് തെളിയിക്കണം, അല്ലെങ്കിൽ അത് പിൻവലിക്കണം. ഇത് രണ്ടും ചെയ്യാതെ കാതലിക് ക്രിസ്ത്യൻസ് യുണൈറ്റഡിലും സഭയിലെ ലോകത്തിലും പിന്നെ അതല്ലാതെ ചെറുതും വലുതുമായ പല സ്ഥലത്തും ഞാൻ കോഴ മേടിച്ചു, പൈസ മേടിച്ചു എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചു. ഈ സഭയിലെ ലോകത്തിലെ അല്പം സുവിശേഷം പറയാം, കാര്യം പറയാം, അങ്ങനെ ഒരു ടൈറ്റിലാണ് 1 മണിക്കൂർ 20 മിനിറ്റ് സമയം എന്നെക്കുറിച്ച് അപവാദം പറഞ്ഞു. ഒന്നുകിൽ തെളിയിക്കണം, അല്ലെങ്കിൽ ഇത് പിൻവലിക്കണം. ഇത് രണ്ടും ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തില്ല, ഞാൻ പബ്ലിക്കായി പറഞ്ഞു, ഒന്നുകിൽ ഈ ആരോപണം പിൻവലിക്കുക, അല്ലെങ്കിൽ ഈ ആരോപണം തെളിയിക്കുക. ഇത് രണ്ടെങ്കിലും ഒന്ന് ചെയ്യാതെ ഞാൻ ഗ്രൂപ്പിൽ വരുന്നതല്ല എന്ന് പറഞ്ഞു. അല്ലാതെ എനിക്ക് വരുന്നതിനകത്ത് മടിയൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ നേരിട്ട് വന്ന് ഒറ്റയ്ക്ക് 10ഉം 16ഉം പേരോടൊന്നും സംസാരിക്കുന്നു. എനിക്ക് അതിനകത്തുള്ള ഭയമൊന്നുമില്ല, നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കും. പക്ഷെ ഇത് രണ്ടും ചെയ്യാത്ത സ്ഥിതിക്ക് ഞാൻ വരില്ല എന്ന് പറഞ്ഞു. എന്നിട്ടും ഒരു ദിവസം ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെ ഗ്രൂപ്പിൽ 4 പേർ അന്ന് സ്പീക്കർ പ്ലാറ്റ്ഫോമിലുണ്ട്. ലോറൻസ് പാസ്റ്റർ ഉണ്ട്, എബനുണ്ട്, ജെയ്സ് ഉണ്ട്, അനിൽകുമാർ അയ്യപ്പനുണ്ട്. ഞാൻ ബലമായിട്ട് ഇടിച്ചു കയറുമായിരുന്നു. ഞാൻ കയറി വന്ന ശേഷം പറഞ്ഞു, എനിക്ക് 7:30 റൂമുണ്ട്, 26 മിനിറ്റ് എൻ്റെ മുമ്പിലുണ്ട്, നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. എന്നെ സംസാരിക്കാൻ സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല, ലോറൻസ് പാസ്റ്ററോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഞാനൊരു ശല്യമാവില്ലല്ലോ. 26 മിനിറ്റ് ഉണ്ട്, 26 മിനിറ്റ് 2 മിനിറ്റ് സംസാരിക്കാൻ ഞാൻ ചോദിച്ചിട്ട് എനിക്ക് 2 മിനിറ്റ് തന്നില്ല. റിജ ബ്രദർ തൽക്കാലം താഴോട്ടിരുന്നു എന്ന് പറഞ്ഞു, അടുത്ത് താഴോട്ടിട്ടു. അന്ന് ഞാൻ ബഹളമൊന്നും ഉണ്ടാക്കിയില്ല. അതിൻ്റെ ശേഷം 3-4 ദിവസം അച്ചമിച്ച പേരുടെ റൂം ഇട്ടപ്പോൾ അവിടെ ഞാൻ ബലമായിട്ട് തന്നെ കയറി വന്നു. എന്നെ വിളിച്ചൊന്നും കയറ്റിയതല്ല. അന്ന് സംസാരിച്ച് തുടങ്ങിയപ്പോൾ സൗണ്ട് ഉണ്ടായി, തീർച്ചയായിട്ടും സൗണ്ട് ഉണ്ടായി. എൻ്റെ സൗണ്ട് ഇച്ചിരി കൂടിപ്പോയി. അപ്പോൾ സൗണ്ട് കൂടി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, എന്നെ വലിച്ച് താഴോട്ടങ്ങ് ഇട്ടു. അത് ഞാൻ ശബ്ദം ഉണ്ടാക്കിയിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. കാരണം എന്നെ സംസാരിക്കാൻ അനുവദിക്കാതെ വന്നപ്പോൾ ഞാൻ പറയുന്ന കാര്യം പബ്ലിക്ക് കേൾക്കണമെങ്കിൽ എനിക്ക് അങ്ങനെ സംസാരിച്ചേ പറ്റുള്ളൂ. പക്ഷെ ഞാൻ ഇതുവരെയായിട്ട് ഒരു മനുഷ്യൻ്റെ നേരെ അസഭ്യമോ അല്ലെങ്കിൽ സംസ്കാരത്തിന് നിൽക്കാത്ത വാക്കുകളോ സാമൂഹ്യ മര്യാദയ്ക്ക് വിരോധമായി നിൽക്കുന്ന എന്തെങ്കിലും കാര്യമോ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞതൊക്കെ വ്യക്തമായി എനിക്ക് ബോധ്യമുള്ള കാര്യമാണ്. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളും എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ്. അത് പ്രിൻസിപ്പറെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇതുപോലെ തന്നെ ഞാൻ ആദരിക്കുന്ന പലരുമുണ്ട്,
ഞാൻ പലരുമുണ്ട്, അവരെ ഞാൻ പറഞ്ഞില്ല. പക്ഷെ പറയേണ്ട ആളുകളുണ്ട്, അവരെ കുറിച്ച് പറഞ്ഞിരിക്കും, അത് പറഞ്ഞിട്ടുമുണ്ട്, അത് റൂമിട്ടും പറഞ്ഞിരിക്കും. ഇനി പറയാതിരിക്കല്ലേ, എല്ലാം പറയണേ. ഉം. ആ തീർച്ചയായിട്ടും. ഒരു കാര്യം അല്ല അല്ല അത് അല്ല, പറയും. ട്രൂത്ത് വെയിറ്റ് പിന്നെ പ്രിൻസ് അത് വെയിറ്റ് പറയും, പ്രിൻസ് അത് വെയിറ്റ് പറയും. പ്രിൻസ് അത് വെയിറ്റ് ട്രൂത്ത് കുഴപ്പമില്ല, വെയിറ്റ് അത് കുഴപ്പമില്ല. ട്രൂത്ത് വെയിറ്റേഴ്സിന്റെ ട്രൂത്ത് വെറ്റിനെ വിഷയം കുറിച്ച് പറയണേ. പറഞ്ഞിരിക്കും, ഒന്നും മിണ്ടാതിരിക്കും. പറഞ്ഞിരിക്കും. പറയണം റജി, അങ്ങനെ പറയാൻ പറ്റില്ല, സുഹൃത്തെ, അങ്ങനെ നിങ്ങൾ പറയാൻ പറ്റില്ല. പറയാൻ എന്നോട് റജി വഴക്കുണ്ടാക്കുന്നത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നേ, ഇത്ര ഞാൻ പറയുന്നേ, ഞാൻ പറയും. റജി, ഞാൻ പറയുന്നത് ഒരു നിങ്ങൾ സംശയം മനസ്സിലാക്കൊണ്ടിരുന്ന പറയുന്നത് രീതിയിലാണ് പറയട്ടെ. ഞാൻ പറഞ്ഞിരിക്കും. ഒരു കാര്യം ഈ ഞാൻ പറഞ്ഞിരിക്കും. ഞാൻ അപ്പൊ റജി ബ്രദറെ, ഇതിനകത്ത് റജി ബ്രദറിന്റെ എതിരായിട്ട് ആരോപണം വന്നു എന്ന് പറഞ്ഞു. അത് ഞാൻ അതിന് നിരുപാധികം ക്ഷമ ചോദിക്കുന്നത്. അതിനകത്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ റജി ബ്രദർ ഇപ്പോ പറഞ്ഞ പൈസ മേടിച്ചിട്ടാണ് എന്ന് പൊതുവില് പലരും പറഞ്ഞു. അതിന് കാരണം ഒന്നേ ഉള്ളൂ. അതായത് റജി ബ്രദറിനെ നമ്മൾ ക്രിസ്ത്യൻ സഹോദരങ്ങളാണ് ഇപ്പുറത്തെ ഭാഗത്ത് ഇരിക്കുന്നത്. എന്തൊക്കെ തന്നെ ആയാലും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന് നേരെ ബദലായിട്ടുള്ള, നമുക്ക് ഒരു പ്രൊട്ടസ്റ്റന്റുകാരനെ സംബന്ധിച്ചറിയാം, ആത്മീകത ഇത് അങ്ങേയറ്റമാണ് ബൈബിൾ. ആത്മീക ജീവിതത്തിന് ഏറ്റവും അങ്ങേയറ്റം പ്രോത്സാഹനം കൊടുക്കുന്നതാണ് വിശുദ്ധ വേദപുസ്തകവും യേശുക്രിസ്തു ശിഷ്യന്മാരും. പക്ഷേ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, ജഡം എന്തൊക്കെയാണോ, ജഡത്തിന് എത്രയധികം സന്തോഷിക്കാൻ പറ്റുമോ, ജഡത്തിന്റെ മാക്സിമം ഉല്ലാസം സ്വർഗത്തിലും ജഡത്തിന്റെ അങ്ങേയറ്റം ത്രസിപ്പിക്കുന്ന രീതിയിലുള്ള ഉപദേശമാണ് ഇസ്ലാം ഉപദേശം. അപ്പൊ അവിടെ തന്നെ വീണ്ടും വീണ്ടും ഇരുന്ന് അങ്ങ് ഇപ്പുറത്ത് വരാതെ വീണ്ടും പ്രകോപനപരമായ കാര്യങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ കൂടെയുള്ള പലരും ചിന്തിക്കാൻ സാധ്യത. കാരണം ഇങ്ങനെ ഒരു പെന്തക്കോസുകാരനോ, പ്രത്യേകിച്ച് വേറെ ഒരു കത്തോലിക്കനോ അല്ലെങ്കിൽ വേറെ ഓർത്തഡോക്സുകാരനാണെങ്കിൽ ശരി, നമുക്ക് കുഴപ്പമില്ല. പെന്തക്കോസുകാരൻ വീണ്ടും വീണ്ടും അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പ്രകോപനപരമായ ട്രിഗറിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അടിക്കുകയും ഈ മറുപടികൾ പറയാതെ നമ്മുടെ കൂടെ കൂടാതെയൊക്കെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും നേട്ടത്തിന്റെ ഭാഗമായിട്ടായിരിക്കുമെന്ന് ഏതൊരു വ്യക്തിയും പറഞ്ഞു പോകും. അതിന്റെ ഭാഗമായിട്ട് അത്തരം സ്റ്റേറ്റ്മെന്റുകൾ ഒരുപക്ഷെ പറഞ്ഞു കാണും. അത്തരം സ്റ്റേറ്റ്മെന്റുകൾ അങ്ങേക്ക് വേദനപ്പെട്ടു പോയെങ്കിൽ എന്റെ ഇതിൽ പേഴ്സണലി ഞാൻ അങ്ങോട്ട് ക്ഷമ ചോദിക്കും. നമുക്ക് ഇവിടുത്തെ അത്തരം വിഷയങ്ങളൊക്കെ വിട്ടിട്ട് നമുക്ക് പ്രയോജനമുള്ള എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളിലേക്ക് വരാം. ഞാനൊന്ന് പറയട്ടെ. അവിടെ പ്രശ്നം നിൽക്കുക, ഞാൻ പറയട്ടെ. ഞാനൊന്ന് പറയട്ടെ. ലോറൻസിന്റെ ആരോട് പറയേണ്ട കാര്യമില്ലല്ലോ. ലോറൻസിന്റെ ആരോട് പറയേണ്ട ആവശ്യമില്ലെന്നേ. ലോറൻസിന്റെ പറയേണ്ട കാര്യമില്ല. എന്റെ അങ്ങനെ ഉണ്ടായിരിക്കാൻ പറ്റുകയെന്ന് എനിക്ക് അങ്ങനെ ഉണ്ടായിരിക്കാൻ എനിക്ക് പറ്റില്ല. നല്ല രീതിയിൽ നമുക്കൊരു കാര്യം ചെയ്യാം. അജീഷ് എല്ലാരും ഒന്ന് സൈലന്റ് ആക്കി. റജി ബ്രദർ ഞാൻ തരാം സമ്മതിക്കാം. ഒരു മിനിറ്റ്, എല്ലാവരും സൈലന്റ് ആക്കിയത് കൂളാവാനാ. അജീഷ് ബ്രോ ഒരു സെക്കൻഡ്. റജി ബ്രോ ഒന്ന് സൈലന്റ് ആക്കി. ഒരു മിനിറ്റ്, ഒന്ന് റിലാക്സ് ചെയ്യ്. സമയം തരാം പ്ലീസ്. ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മിനിറ്റ് സൈലന്റ് ആക്കിയത്. കാരണം എല്ലാവരും തിളയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകണ്ട. റിലാക്സ് ആയിട്ട് നമുക്ക് കാര്യം ക്ലിയർ ആയിട്ട് സംസാരിക്കാം. ഓക്കെ, അജീഷ് ബ്രദർ എന്തോ പറയാൻ വേണ്ടി വന്നു. അതെന്താന്ന് കേട്ടിട്ട് റജി ബ്രദറിന് മറുപടിക്കുള്ള അവസരം ഞാൻ തരാം, തീർച്ചയായിട്ടും തരാതെ പോകത്തില്ല. അജീഷ് ബ്രദർ എന്താ പറയാൻ വന്നത്? റജി ബ്രദർ ഞാൻ തരാം. റജി ബ്രദറെ പിന്നെയും ആവശ്യത്തിന് സമയം തരാം. ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് TF-നെതിരെ പറയണം. TF-നെതിരെ പറയേണ്ടതെന്ന് വേണ്ടി ഇവിടെ ആരാ വാമൂടി കെട്ടിയിട്ടുള്ളത്? TF-നെതിരെ കൂടെ നിൽക്കുന്നവരും കൂടെ നിൽക്കാത്തവരും എല്ലാം വിളിച്ചു പറയണമെന്ന് ഒരു കുഴപ്പമില്ലാന്ന് ഇവിടെ ഒരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്, ഞങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ലോറൻസും അതേപോലെ തന്നെ ലോറൻസിന്റെ കൂടെ നടക്കുന്ന ഈ ടീമുകളും ഈ പരിശുദ്ധാത്മാവ് ബൈബിളിനകത്ത് പറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ മുഹമ്മദ് ആണെന്നും പറഞ്ഞ 2 അനിയന്മാരെ നടന്നിട്ട് ഇത്ര നാൾ ഒരാൾ ഒരു റൂം ഇട്ടിട്ട് തിരിച്ചു പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ വിശ്വാസം അതല്ല, ഞങ്ങളുടെ ഇല്ല. പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾ കുറെ സമയത്ത് സംസാരിക്കില്ല. എനിക്ക് അതിന് ഓരോന്നിനായിട്ട് മറുപടി ഇങ്ങനെ എന്റെ സംസാര രീതി നിങ്ങളുടെ എന്റെ രീതി ഇങ്ങനെ തന്നെയാ. നിങ്ങളുടെ സംസ്കാരത്തിന് ഒരു മിനിറ്റ് അജീഷ് വേറെ ഒന്ന് കംപ്ലീറ്റ്. അജീഷ് വേറെ കൺക്ലൂഡ് പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്തോ. അന്നേരം ഇവിടെ ഈ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മുഹമ്മദ് ആണെന്ന് പറഞ്ഞ 2 അനിയന്മാരെ രോഗമായ ലോകം മൊത്തം മൈക്ക് വെച്ച് കെട്ടിക്കൊണ്ട് കറങ്ങി നടന്ന് സംസാരിച്ചപ്പോഴത്തേനും ഇസ്ലാമിനെ തകർക്കാൻ പറ്റിയ വലിയ 2 ഉണ്ട എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ പണ്ട് ലോറൻസ് ഞങ്ങളുടെയൊക്കെ റൂമിലേക്ക് കയറി വന്ന് ആ 2 ഉണ്ടയുണ്ടല്ലോ ഇപ്പൊ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞ് ഇപ്പൊ പൊട്ട് അതോട് ഇസ്ലാം പൊളി വന്ന് 1 വർഷത്തിനടുത്തായി ഇതുവരെയായിട്ട് ആ ഉണ്ട എവിടാന്ന് ഞങ്ങൾക്കറിയത്തില്ല.
പുള്ളി ഒട്ട് പൊട്ടിച്ചിട്ടുമില്ല. പിന്നെ പറഞ്ഞ് എൻ്റെ കൂട്ടത്തിൽ ചില സഹോദരന്മാരുണ്ട്, അവരെ ഞാൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരുക്കിയ ടീമുകളും വന്ന് ആ റെജി ഒന്ന് മൈക്കൊന്ന് ഇത് ചെയ്ത്, കാരണം നിങ്ങൾ കാര്യമുള്ള കാര്യം പറയുന്നേ. എനിക്ക് എക്കോ അടിക്കുന്നത്. റെജി ബ്രദർ ഭയങ്കര ഒപ്പോസീവ് ആകുവാണ്. എന്താണ് റെജി ബ്രദർ ഇത്? നമ്മൾ എന്തിനാ ഈ ഒപ്പോസീവ് ആകുന്നത്? ഇങ്ങനൊക്കെ ആവശ്യമില്ലാത്ത കാര്യം അത് പുള്ളിക്കാരന്റെ ഭാഗം കഴിഞ്ഞിട്ട് റെജി ബ്രദറിന്റെ അവസരം വരുമ്പോ റെജി ബ്രദറിന് തീർച്ചയായിട്ടും പറയാമല്ലോ. റെജി ബ്രദർ പറഞ്ഞോളൂ ആ സമയത്ത്. അന്നേരം ആരും ഇടയ്ക്ക് കയറത്തില്ല. അന്നേരം റെജി ബ്രദറിന് എന്തൊക്കെ വേണേലും പറയാം, വിഷയമില്ല. ഇതിപ്പോ അജീഷ് ബ്രദറിന് കൊടുത്തിരിക്കുന്ന സമയമല്ലേ? എന്തിനാണ് നമ്മൾ അടിയുണ്ടാക്കുന്ന ഒരു മോഡിലേക്ക് പോകുന്നത്? നമ്മൾ കൂളായിട്ട് ഇന്ന് സംസാരിക്കുമല്ലോ. അജീഷ് ബ്രദറിന്റെ ഭാഗം പറയട്ടെ, അത് റെജി ബ്രദറിന്റെ ഭാഗം അത് കഴിഞ്ഞ് പറയാനുള്ള അവസരവും സമയം ഞാൻ തരാന്ന് പറഞ്ഞല്ലോ. അജീഷ് ബ്രദർ കംപ്ലീറ്റ് ചെയ്തിട്ട് അതുവരെയുള്ള ക്ഷമ കാണിക്കും. TF സസ്പെൻഡഡ് ആണ്, TF ആയിട്ട് ബന്ധമില്ല. ഇത് ഓരോരുത്തർ പേഴ്സണലാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പം TF കാണിക്കുന്ന ആ രീതിയിലോട്ട് റെജി ബ്രദർ അറ്റാക്കിംഗ് മോഡിലോട്ട് മാറണ്ട. ഞങ്ങൾ അതുകൊണ്ടാണ് ശാന്തമായിട്ട് സംസാരിക്കുന്നത്. അജീഷ് ബ്രദറും കൂളായിട്ട് അതിന് കാര്യം അവതരിപ്പിക്കട്ടെ. അതിനുശേഷം പ്രവോക്ക് ചെയ്യുമ്പോൾ അവരും ഇവിടുത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പരിശുദ്ധാത്മാവ് ബന്ധക്കോസുകാരുടെ മാത്രമല്ലെന്നേ ബൈബിളിന്റെ അകത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ചാറ്റ് ബോക്സിൽ കിടന്ന് മെഴുകുന്ന പൊട്ടനോട് കൂടെ തന്നെ പറഞ്ഞത്. ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ബൈബിൾ വിശ്വസിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും ഉള്ളതാണെന്നേ. ബൈബിൾ വിശ്വസിക്കുന്നത്, ഞാൻ ബൈബിളിലെ വിഷയങ്ങളാണ് പറഞ്ഞത്. അപ്പൊ ബൈബിളിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവ് എന്റെ അനിയന്മാർ വിശ്വസിക്കുന്ന മുഹമ്മദ് ആണെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് ഈ ലോകം മുഴുവനും പെൺകുട്ടികളെ ആൺകുട്ടികളെ മതം മാറ്റാനുള്ള ശ്രമം നടത്തിയപ്പോൾ അതിനൊക്കെ ആ ഒരു മാറ്റത്തിനെതിരെ നിന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഞങ്ങൾ. ഈ പരിശുദ്ധാത്മാവ് ആരാണെന്നും പറഞ്ഞുകൊണ്ട് ഈ ക്ലബ് ഹൗസിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള വ്യക്തി ഞാൻ തന്നെയാണ്. അല്ലെങ്കിൽ അച്ചോച്ചായന്റെ റൂമിലൊക്കെ പോയെന്ന് ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ അച്ചോച്ചായനുമായിട്ട് ആ റൂമിൽ നിന്ന് ഇറങ്ങി നിമിഷത്തിന് നിമിഷം സാറ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വന്നിട്ട് മുഹമ്മദ് ഈസ ഞങ്ങളെ പഠിപ്പിച്ചതാണല്ലോ ഈ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ മുഹമ്മദ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അതിനെതിരെ അച്ചോച്ചാനോട് റൂം ഇടാൻ അച്ചോച്ചാൻ ഇടാൻ താമസിച്ചപ്പോൾ അപ്പൊ തന്നെ ട്രൂത്ത് വെയിറ്റേഴ്സ് തുറന്നിട്ട് 1 മണിക്കൂറിനടുത്ത് റൂം ഇട്ടവനാ. ഇത്ര നാളായിട്ട് ഈ പരിശുദ്ധാത്മാവിൽ തുള്ളി നടക്കുന്നവരാണ് ഞങ്ങള്. പിന്നെ മൈക്ക് ഓണാക്കിണ്ട്, എനിക്ക് എക്കോ അടിച്ചോണ്ടിരിക്കുക. ഈ പരിശുദ്ധാത്മാവിൽ തുള്ളി നടക്കുന്ന ഞങ്ങള്, ബാക്കി ട്രൂത്ത് വെയിറ്റേഴ്സിന് പരിശുദ്ധാത്മാവില്ല, ബാക്കിയുള്ളവർക്കാർക്കും പരിശുദ്ധാത്മാവില്ല എന്ന് പറഞ്ഞു നടന്നവര് എന്തുകൊണ്ട് ഈ പരിശുദ്ധാത്മാവ് പ്രാപിച്ച് നടക്കുന്നവർ ഇത് അതല്ല എന്ന് തിരുത്താൻ കഴിഞ്ഞില്ല നിങ്ങൾക്ക്? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ മൈക്ക് ഓണാക്കുന്നത്. ഞാൻ മേടിച്ചുതരാം ഒരു മിനിറ്റ്. നിങ്ങൾ മൈക്ക് ഓണാക്കും തോറും എന്റെ ടൈം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് സംസാരിക്കാനുള്ള സംസാരിച്ച് തീർക്കണ്ടേ? അപ്പൊ നിങ്ങൾ മൈക്ക് ഓഫ് ചെയ്യുക. എനിക്ക് എക്കോ തിരിച്ചടിക്കുന്നതുകൊണ്ടാണ്. റജിയോട് എത്ര പറഞ്ഞാലും റജി കേൾക്കത്തില്ലെങ്കിൽ ഇങ്ങനാണോ നിങ്ങളുടെ ദൈവിക ചിന്തകള്? അതുകൊണ്ട് റജിയോട് എനിക്ക് പറയാനുള്ള, റജി ഇവിടെ വന്നിട്ട് പിന്നെ അതേ മൈക്ക് ഓണാക്കി. കുഴപ്പമില്ല. അപ്പൊ റജിയുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാരെയും റജിയെ ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇവർ മൊത്തം വിശുദ്ധമായിട്ടുള്ള രീതിയിൽ എല്ലാ ചിന്തകളും വിശുദ്ധം, എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പോകുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കെതിരെ തിരിയുന്നവരെ ഞങ്ങൾ തിരിക്കും. നിങ്ങൾ തിരിക്കാതിരിക്കോ? ട്രൂത്ത് വെയിറ്റേഴ്സിന്റെ ഇത്രയും വന്നിട്ട് ഞങ്ങൾ മിണ്ടാതിരുന്നോ? ഞങ്ങളിപ്പോ ഒന്ന് മാറി നിൽക്കുന്നതിന്റെ കാര്യം പൊതുവായിട്ട് അങ്ങ് പറഞ്ഞേക്കാം കേട്ടോ. ഞങ്ങളിപ്പോൾ മാറി നിൽക്കുന്നത് കുറെ ആൾക്കാർ ഇവിടെ കിടന്നുകൊണ്ട് ഞങ്ങൾക്കറിയാം ഖുറാനും ഹദീസ് വെച്ച് മുസ്ലിങ്ങൾക്ക് മറുപടി കൊടുക്കാൻ, ഞങ്ങൾക്കറിയാം ഈ എത്തിസ്റ്റുകൾക്ക് മറുപടി കൊടുക്കാൻ, ഞങ്ങൾക്കറിയാം ബൈബിളിനെതിരെ ആരോപണം വരുന്നവർക്ക് കൊടുക്കാൻ. നിങ്ങളെല്ലാം ഒന്ന് ചെയ്ത് കാണിക്കും. വെല്ലുവിളി തന്നെയാണ്, ഞങ്ങളുടെ ഒരു അഹങ്കാരത്തിൽ തന്നെ പറയാം. നിങ്ങൾ ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന കാര്യസ്ഥൻ മുഹമ്മദ് അല്ല എന്ന് റെജിയെ പോലുള്ള ഒരു റൂം ഇട്ടൊന്ന് ഈ പുള്ളി പിന്നെയും ഇത് ചെയ്തുകൊണ്ട് എനിക്ക് എക്കോ അടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പിന്നെ സമയം കൂടുതൽ എടുത്തുകൊണ്ടിരിക്കും. മോഡറേറ്റർമാർ കയറി ഇടപെട്ടുകൊണ്ടിരിക്കരുത് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ മ്യൂട്ട് ചെയ്തോണം. അതിപ്പം ഈ റെജിയെ പോലുള്ള ലോറൻസിനെ പോലുള്ളവരെ ഈ അജീഷ് എന്ന് പറയുന്ന ആൾ വെല്ലുവിളിക്കുന്നു. നിങ്ങളത് ഞാൻ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ മുഹമ്മദ് എന്ന് പറയുന്ന ആള് ഈ ബൈബിളിൻ്റെ അകത്തെ കാര്യസ്ഥനല്ല എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു ഹെഡിങ് ഇട്ടിട്ട് ഒരു റൂം ചെയ്ത് കാണിക്കും. ഒന്ന്, ഈ ബൈബിളിൻ്റെ അകത്ത് പറയുന്ന യഹോവയും ഖുറാൻ്റെ അകത്ത് പറയുന്ന അള്ളാഹുവും ഒന്നല്ല രണ്ടാണെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ബൈബിളിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, നിങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് റൂമിട്ട് കാണിക്കുക. എന്നിട്ട് ഈ 2 അനിയന്മാരെ ഒന്ന് തിരുത്തിക്കൊണ്ടുവരാൻ നിങ്ങളെപ്പോലുള്ളവർ ഒന്ന് ആഞ്ഞ് ശ്രമിക്കുക. എന്നിട്ട് ഈ ട്രൂത്ത് വെയിറ്റേഴ്സിന്റെ മുകളിലേക്കും സാക്ഷിയുടെ മുകളിലേക്കും അല്ലെങ്കിൽ ട്രൂത്ത് വെയിറ്റേഴ്സിലെ സഹോദരന്മാരുടെ തലയിലൊക്കെ ഒന്ന് കയറുക. മനസ്സിലായ? ഞങ്ങളൊക്കെ അത് ചെയ്യുന്നുണ്ട്. ക്രിസ്ത്യാനികൾക്ക് മറ്റുള്ള സഹോദരന്മാർക്ക് നിങ്ങൾ ഈ മൈക്ക് ഓൺ ആക്കുന്നതുകൊണ്ട് എന്റെ സമയം പിന്നെ നിങ്ങൾ ഇവിടുന്ന് കേൾക്കത്തേ ഉള്ളൂ. വളരെ വ്യക്തമായിട്ട് സഹോദരന്മാർക്ക് മനസ്സിലായിട്ടുണ്ട്.
നൂറില് 100 പേർക്ക് മനസ്സിലായില്ല, ഇദ്ദേഹത്തോടൊന്ന് 100 80 പേർക്കെങ്കിലും റജി ബ്രദറെ, റജി ബ്രദർ മൈക്ക് എടുത്താൽ ഞങ്ങൾക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അദ്ദേഹം നിർത്തത്തില്ല, നിങ്ങൾക്ക് തുടങ്ങാനും പറ്റത്തില്ല. വീണ് പോകുന്നതല്ല ട്രൂത്ത് നിങ്ങൾ വെയിറ്റ് ചെയ്യേ, ഞാൻ പറഞ്ഞല്ലോ. റജി ബ്രദർ ഒന്ന് മ്യൂട്ട് ചെയ്തേ. റജി ബ്രദറെ, നെഗളികളും മറ്റുള്ള ഇവരെ പോലുള്ള നെഗളികളും ഒരു മിനിറ്റ് റജി ബ്രദറെ, ഞാൻ ചെയ്യാം. ഒരു സെക്കൻഡ് അജീഷ് ബ്രദറെ, ഇല്ലാതെ തന്നെ നിങ്ങളൊരു കാര്യം ചെയ്യും, കാര്യസ്ഥനല്ലാന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ റൂം ഇട്ടതിലൊന്ന് ചെയ്തു. നിർത്തന്റെ പൊന്നു സാറേ. റജി ബ്രദറെ പ്രൊവോക്ക് ചെയ്യരുതെന്ന് എത്ര വട്ടം പറഞ്ഞു? റജി ബ്രദർ പറയും. ഓക്കെ, ഇനി ഞാനൊന്ന് പറയാം. ഓക്കെ, ഏതായാലും ഞാൻ ആദ്യം ഇച്ചിരി ക്ഷുഭിതനായി, കാരണം എനിക്ക് സമയം തരായിരുന്നുകൊണ്ടാണ്. ഞാനൊന്ന് പറയട്ടെ. എനിക്ക് പരിശുദ്ധാത്മാവിന്റെ ജോലിയില്ല. എന്നെ ഏൽപ്പിച്ച കാര്യം ദൈവവചനം പറയാന്നുള്ളതാണ്. ഇന്ന ഒരു നിങ്ങൾ പറഞ്ഞോളൂ, കുഴപ്പമില്ല, നിങ്ങളുടെ മര്യാദ കാണിച്ചോളൂ, കുഴപ്പമില്ല. എന്നെ സംസാരിക്കാൻ അനുവദിക്കണം. പറഞ്ഞേക്കാം. റജി ബ്രദർ ഒരു മിനിറ്റ് ഒന്ന് സെറ്റ് ചെയ്തോ. റജി ബ്രദറെ പോലെ ഒരു മിനിറ്റ്. സഹോദരന്മാരെ, നമുക്ക് റജി ബ്രദർ നമ്മളോട് ചെയ്ത പോലെ തിരിച്ച് ചെയ്യേണ്ട കാര്യമില്ല. പോട്ടെ, നമുക്ക് നിങ്ങൾ ഞങ്ങളുടെ റൂമിൽ വന്നാൽ പറയാം. ഞാൻ ആദ്യം പറയട്ടെ. നിങ്ങൾ ഞങ്ങളുടെ റൂമിൽ വന്നാൽ നിങ്ങൾക്ക് മിനിമം നിങ്ങൾ പറയാനുള്ള കാര്യങ്ങളെങ്കിലും പറയാൻ ഞങ്ങൾ സമയം തന്നിരിക്കും. മനസ്സിലായി? പറയാന്നുകൾക്ക് കേൾക്കുക. എനിക്ക് പരിശുദ്ധാത്മാവിന്റെ ജോലിയില്ല. എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൂത് പറയാന്നുള്ളതാണ്. ഇന്ന ഒരു വ്യക്തി മാനസാന്തരപ്പെടുന്ന ടാർഗറ്റ് ചെയ്തിട്ട് ആ വ്യക്തിക്ക് വേണ്ടി മാർക്കറ്റ് ചെയ്യാനുള്ള ജോലി എനിക്കില്ല. ദൈവത്തിന്റെ സുവിശേഷം എന്നെ ഏൽപ്പിച്ച് പറയാം. അതുകൊണ്ട് ലോറൻസ് പാസ്റ്റർ സഹോദരന്മാരെ പ്രത്യേകമായി മാനസാന്തരപ്പെടുത്താനുള്ള അഡീഷണൽ റെസ്പോൺസിബിലിറ്റി എൻ്റെ തലയിലില്ല. എൻ്റെ റെസ്പോൺസിബിലിറ്റി സുവിശേഷം പറയുക എന്നുള്ളതാണ്. അവർ തിരിച്ചു വരുവോ അവർ വരാതിരിക്കുകയോ അവർ സുവിശേഷം അത് അവരോട് ദൈവാത്മാവ് ഇടപെടേണ്ടതാണ്. സകല ജാതികളോട് സുവിശേഷം അറിയിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള സകല ജാതികളെയും ബലമായി ക്രിസ്ത്യാനിയാക്കാൻ ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടില്ല. അവരിൽ വിശ്വസിക്കുന്ന ആളുകളെ ക്രിസ്തു യേശുവിന്റെ ശിഷ്യന്മാരാക്കുവാനുള്ള അധികാരമേ തന്നിട്ടുള്ളൂ. അല്ലാതെ വിശ്വസിക്കാത്തൊരുവനെ ബലം പ്രയോഗിച്ച് ക്രിസ്ത്യാനിയാക്കാൻ എൻ്റെ ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ലോറൻസ് പാസ്റ്റർ സഹോദരന്മാരുടെ കാര്യം അത് അവരോട് പോയി ചോദിക്കുക. ഒരു വ്യക്തിയുടെ 2 സഹോദരന്മാർ മുസ്ലിങ്ങളായെങ്കിൽ അത് അവരുടെ ഇന്ത്യൻ ഒന്നും മിണ്ടായിരിക്കും സാറേ. നിങ്ങൾ ഒന്നും സമയം എനിക്കൊരു പണിയുണ്ടെന്നേ. നിങ്ങളെല്ലാവരോടും പറയല്ലേ. അദ്ദേഹം പറഞ്ഞോട്ടോ, അദ്ദേഹം എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. അദ്ദേഹം പറഞ്ഞോട്ടോ. അജേഷ് ബ്രദറെ, അജേഷ് ഒന്നുമില്ല. റജി ബ്രദറിന്റെ ആവശ്യം അദ്ദേഹത്തോട് അജേഷ് ബ്രദറെ അദ്ദേഹം ഇനി പറഞ്ഞിട്ട് ഓടിപ്പോയാലും കുഴപ്പമില്ല. അദ്ദേഹം പറയുന്ന ആൾക്കാർ കേൾക്കുന്നുണ്ട്. പറഞ്ഞോട്ടെ, അദ്ദേഹം പറഞ്ഞോട്ടെ. അതന്നെ ഞാൻ പറയട്ടെ. ഇച്ചിരി സമയം കൊടുക്കാം. ശരി, എന്നാ ഇനി ശാന്തമായി എനിക്ക് ശാന്തമാകാൻ പറ്റും. നിങ്ങൾ കോപിച്ചാലും ഞാനും ശാന്തമാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ്. എനിക്ക് പരിശുദ്ധാത്മാവിന്റെ ജോലിയില്ല. ആളുകളെ മാനസാന്തരപ്പെടുത്തുന്ന ദൈവാത്മാവിന്റെ ജോലിയാണ്. അത് ദൈവാത്മാവിന്റെ ജോലിയാണ്. പക്ഷെ നിങ്ങൾ എന്നോട് ചോദിച്ചു എന്തുകൊണ്ട് ട്രൂത്ത് ഫൈറ്റേഴ്സിനെതിരെ പറയുന്നു. ട്രൂത്ത് ഫൈറ്റേഴ്സ് പറയാനുള്ളതിന്റെ എല്ലാ കാരണങ്ങളും ഞങ്ങൾ റൂമുകളിട്ട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഡീപ്പിലുള്ള ചോദ്യങ്ങളില്ല. ട്രൂത്ത് ഫൈറ്റേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആർക്കെങ്കിലും ഈ ഡീപ്പിലെ ക്വസ്റ്റ്യൻസ് ഇവിടെ പബ്ലിക് നിങ്ങൾക്ക് മറുപടി പറയാം? പറയാൻ പറ്റും. എനിക്കൊരു മറുപടി പറയാൻ അവസരം തരണേ. എനിക്ക് ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ നിലപാടാണ് അറിയേണ്ടത്. ഞാൻ ഇവിടെ ഡീപ്പിൽ എൻ്റെ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. ട്രൂത്ത് ഫൈറ്റേഴ്സ് എന്ന് പറയുന്ന ഈ ചോദ്യങ്ങളെ കുറിച്ച് ട്രൂത്ത് ഫൈറ്റേഴ്സ് സോളാ സ്ക്രിപ്ചറിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ? ട്രൂത്ത് ഫൈറ്റേഴ്സ് ഇല്ല ഇപ്പം. റജി ബ്രദർ ചോദിക്കുന്ന ഘട്ടത്തിൽ ഞങ്ങൾ ഇവിടെ ഇറങ്ങി ഓടിപ്പോകാൻ പോകുന്നു അല്ല, ശാന്തമായിട്ട്. റജി ബ്രദർ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇപ്പോൾ ഇവിടെ വെച്ച് ഇത് TF റൂമായിരുന്നു ഞങ്ങൾ എടുത്തന്നെ. റജി ബ്രദർ ഇതുപോലെ ഏതെങ്കിലും TF തുറക്കുന്നോ അന്ന് വന്ന് ഈ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞാൻ പേഴ്സണലായിട്ട് ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തോളാം. റജി ബ്രദർ പക്ഷേ ഇപ്പം TF സസ്പെൻഡാണ്. ഇപ്പൊ ഈ ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇപ്പം TF ഇല്ല. ഇപ്പൊ വ്യക്തികൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വേണേ എന്റെ അഭിപ്രായം ഈ ക്വസ്റ്റ്യൻസ് ഞാനെന്ത് വിശ്വസിക്കുന്ന അനുസരിച്ച് വെച്ച് ഞാൻ വേണേ ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് TF ഭാഗമല്ല.
ഓക്കെ താങ്ക്സ്. അത് ഞാൻ അംഗീകരിച്ചു. അതൊരു വാലിഡ് പോയിന്റ് ആണ്. കാരണം ഞാനൊന്ന് ഇന്നത്തെ മറുപടി സ്ഥിതിക്ക് പറയാൻ അവസരം തരുമോ? എന്റെ ജിമിച്ച അദ്ദേഹം പറയട്ടെ, അദ്ദേഹം പറഞ്ഞ് കഴിയട്ടെ. പെട്രോജ്മെന്റ് എനിക്ക് ചോദിക്കാനുണ്ട്. അല്ല പെട്രോജ്മെന്റ് ചോദിക്കാനുണ്ട്. ഇല്ല, റജി ബ്രദർ പോകത്തില്ല. റജി ബ്രദർ സംസാരിച്ചിട്ട് എനിക്ക് തോന്നുന്നു, എനിക്ക് ഒരു മിനിറ്റ് എല്ലാവരും ഒന്ന് റീസെറ്റ്, റജി ബ്രദർ ഒന്ന് റീസെറ്റ് ചെയ്യട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും നിങ്ങൾ എല്ലാവരും കൂടെ കിടന്ന് ബേളം വെക്കരുത്. ഒന്നാമത്തെ കാര്യം, എല്ലാവരും കൂടെ ബേളം വെക്കുന്ന കേട്ടാ തോന്നും. അല്ല ജിമിച്ച പറയട്ടെ. നിങ്ങൾ എല്ലാവരും കൂടെ മിണ്ടുമ്പം റജി ബ്രദർ പോകാൻ സാധ്യതയുണ്ടെന്നുള്ള പേടിയുണ്ടാകും തോന്നുന്നു. റജി ബ്രദർ പോവോ? കുറച്ച് സമയമുണ്ടോ റജി ബ്രദറിന്? നമുക്ക് എനിക്ക് സമയമുള്ളത്തോളം ഞാൻ നിൽക്കും. ചോദ്യങ്ങളെല്ലാം എടുത്തിരിക്കും. എത്ര നേരം കാണും ഏകദേശം? എത്ര ഞാൻ പറയാം. ഇപ്പൊ തന്നെ എനിക്ക് 4:30 ഉണ്ട്. എനിക്കൊരു 5:15 വരെ ഇരിക്കാം. എങ്ങനെയാണ് ഇരിക്കാം? മുക്കാൽ മണിക്കൂറുണ്ട്. അപ്പൊ ഇനി ആരും ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, മുക്കാൽ മണിക്കൂർ. ബ്രദർ എല്ലാവരും ചുരുക്കി പറയണം. മാക്സിമം പോയിന്റ്സ് പറയാൻ ശ്രമിക്കുക. നമ്മൾ ചുമ്മാ അതൊന്നും പറയാം. ഓക്കെ, എല്ലാവർക്കും തരാം. ആരും ധൃതി വെക്കരുത്. എനിക്ക് അങ്ങോട്ടും ചോദിക്കാനുണ്ട്. ഓക്കെ, ചോദിച്ചോ. അതൊന്നും വിഷയമുള്ള കാര്യം. ഞാൻ പെട്രോജ്മെന്റ് ചോദിക്കുന്നത്, ഞാൻ പണം പറ്റുന്ന പെട്രോജിമ്മി പറഞ്ഞതിന് രേഖാമൂലമായി എന്തെങ്കിലും തെളിവുണ്ടോ? ഇവിടെ സബ്മിറ്റ് ചെയ്യാനുണ്ടോ? ഓൾറെഡി മറുപടി പറഞ്ഞതാണ്. അല്ല, പെട്രോജ്മി പറയണം. രേഖാമൂലമായ തെളിവുണ്ടോ എന്ന് ചോദിച്ചു. രേഖാമൂലമായ തെളിവുണ്ടോന്ന് ചോദിച്ചു. മറുപടി പറയട്ടെ. റേഡിയോ പോലെ സംസാരിക്കാതിരിക്കും. അതിന് ഞാൻ താങ്കൾക്ക് തരുന്നത് ഒരു വോയിസ് ആണ്. വോയിസ് കേട്ടോളൂ. വോയിസ് രേഖയല്ലെന്ന് റെക്കോർഡായിട്ട് നിങ്ങൾക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പറയാനുണ്ടോ? അത് എന്നും പറയാവുന്നേ. റജി ബ്രദർ പ്ലീസ്, റജി ബ്രദർ ഇടപെടാം. അദ്ദേഹത്തിന്റെ സമയം ജിമ്മിച്ച ശാന്തമായിട്ട് സംസാരിക്കും. റജി ബ്രദറെ, ഇത് അദ്ദേഹം സമയം യൂസ് ചെയ്യട്ടെ. നമ്മുടെ സഹോദരന്മാരല്ലേ ഇവിടെ ഇരിക്കുന്നത്. ജിമ്മിച്ചാൻ പറ. അദ്ദേഹത്തിന് ഞാനൊരു വോയിസ് കേൾപ്പിക്കാം. ട്രൂത്തിൽ തന്നെ മറുപടി കൊടുക്കുമ്പോൾ അതായിരിക്കും ഒരു പവർഫുൾ റിപ്ലൈ. അപ്പൊ അങ്ങനെ റിപ്ലൈയുടെ ലെവലിലേക്ക് വരുവാൻ ഇപ്പൊ തന്നെ ഇസ്ലാമിനെ കുറിച്ച് ഇവിടെ ഞാൻ പറഞ്ഞു, എനിക്ക് തെളിച്ചു പറയാം, ഞാൻ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഞാൻ പ്രവാചകന്റെ ജീവിതത്തിന് ഞാൻ കുറവൊന്നും കാണുന്നില്ല. ഞാൻ വ്യക്തമായി പറഞ്ഞു. എന്നെ ക്രിസ്ത്യാനികൾ എന്ത് പറഞ്ഞാൽ മതി. അദ്ദേഹം പറയണത്, ഞാൻ പണം പറ്റിയതിനെ കുറിച്ചുള്ള കാര്യം ഇത് ആദ്യം പറയും, രണ്ടാമത് ഇതും പറയും. ഇദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇസ്ലാമിന്റെ പ്രവാചകനായ മുഹമ്മദിൽ ഒരു കുറ്റവും കാണുന്നില്ല. എന്ത് റെഫറൻസ് വെച്ചാണ് താങ്കൾ ഇത് പറഞ്ഞത്? ചിരിക്കാൻ പറ്റുമോ? എന്ത് റെഫറൻസ് വെച്ചാണ്? ഒരു മിനിറ്റ് ഞാനത് കടന്നു വരട്ടെ. ഞാൻ പറഞ്ഞത് ആയിഷ കല്യാണവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആയിഷ കല്യാണവുമായി ബന്ധപ്പെട്ട വിഷയത്തിന് എനിക്ക് എന്റേതായ വീക്ഷണമുണ്ട്. ഞാനത് വ്യക്തമായി പലപ്പോഴും പല റൂമുകൾ പറഞ്ഞിട്ടുണ്ട്. പണ്ട് കാലം അതൊന്നും ഉണ്ടായിരിക്കേണ്ട മുണ്ട് സാറേ. എന്താ ഇത്? എന്താ ഇത്? നിങ്ങൾക്ക് ഇത് കിടന്ന് പിടയ്ക്കുന്ന എന്തിനാണ്? പറയട്ടെ. ഒന്നും മിണ്ടാതിരിക്കുന്നേ. സോറി റജി ബ്രദർ, നേരത്തെ പിടിക്കണ്ട. പറഞ്ഞു കാര്യം പറഞ്ഞു. അല്ല, പിന്നെ ഇങ്ങനൊക്കെ തുടങ്ങി എന്താ ചെയ്യുന്നത്? ഇത്ര മര്യാദ ഒന്ന് കൂളാവ്. ഒന്നും മിണ്ടായിരിക്കും. ക്ഷമിക്കണം, ഞാൻ ഒത്തിരി എമോഷണൽ. എന്റെ ഭാഗത്തോണ്ട് ഒരു വീഴ്ചയാണ്. ദൈവനാമത്തിൽ ക്ഷമിക്കുക. പക്ഷെ ദൈവം എന്നെ പ്രൊവോക്ക് ചെയ്ത് ഞാനൊന്ന് പറയട്ടെ. എനിക്ക് ശാന്തമായി പറയാനാണ് ഇഷ്ടം. താഴെ പോയില്ലേ? പുള്ളി മേലുണ്ട്. ഇവിടെ ഉണ്ട്. പറയാം. എന്റെ പൊന്ന സാറേ പറയാവുന്നേ. നിങ്ങളൊന്ന് ശാന്തമാകുക. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് പ്രവാചകൻ ആയിഷ കല്യാണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ഞാൻ ഒന്നാമത്തെ പറഞ്ഞു, എനിക്ക് ഈ ഇസ്ലാമിക വിഷയങ്ങളിൽ വലിയ പരിജ്ഞാനമില്ല. ഖുർആനെ കുറിച്ച് എനിക്ക് വലുതായിട്ട് അറിയത്തില്ല. ഒന്നും അറിയത്തില്ലെന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ കറക്റ്റ്. ഹദീസിനെ കുറിച്ചൊന്നും അറിയത്തില്ല. ഞാൻ എപ്പോഴും എല്ലായിടത്തും പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് സാധാരണ ഞാൻ ഈ ഇസ്ലാമിക വിഷയങ്ങളിലോ ഖുറാനോ ഹദീസുമായിട്ട് വിഷയങ്ങൾ ഇടപെടാറില്ല. പിന്നെ ഈ ആയിഷ കല്യാണത്തെക്കുറിച്ച് ഇങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് എൻ്റെതായ ബോധ്യത്തിൽ ഞാൻ പറഞ്ഞതാണ്. എനിക്കതിനകത്ത് തെറ്റൊന്നും തോന്നില്ല. കാരണം പണ്ട് കാലങ്ങളിൽ ഇന്ത്യയിലാണെങ്കിൽ പോലും 8 വയസ്സിലും 6 വയസ്സിലും 5 വയസ്സിലും 10 വയസ്സിലൊക്കെ കല്യാണം സർവ്വസാധാരണമായിരുന്നു. ലോകത്തിലെല്ലായിടത്തും വിശേഷിച്ച് മധ്യപൂർവ്വ ദേശത്തൊക്കെ ഒരു സാധാരണ സംഭവമായിരുന്നു. അതുകൊണ്ട് അതിനകത്ത് വലിയ തെറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അതിനകത്ത് തെറ്റ് കാണുന്നില്ല പറഞ്ഞു. പിന്നെ വിശാലമായ അർത്ഥത്തിൽ ഞാൻ പ്രവാചകനായ മുഹമ്മദിനെ കുറിച്ച് ഞാനൊന്നും പഠിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്കതേക്കുറിച്ച് നിങ്ങൾ പറയുന്ന പോലെ എനിക്ക് പറയാനുള്ള പ്രാപ്തിയില്ല. ഇനി നിങ്ങൾ അങ്ങനെ വല്ലതും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞുകൊള്ളുക. മാത്രമല്ല, എനിക്ക് ഇതര മതസ്ഥൻ്റെ പുസ്തകങ്ങൾ പഠിപ്പിക്കുകയല്ലേ എൻ്റെ ജോലി. ഞാൻ വിശ്വസിക്കുന്ന ദൈവവചനമുണ്ട്, അത് പറയാണ് ജോലി. അതുകൊണ്ട് എൻ്റെ പരിമിതമായ അറിവിലാണ് ഞാൻ പറഞ്ഞത്. ആ പരിമിതമായ അറിവിൽ ഞാൻ പറഞ്ഞത് ശരിയാണ് താനും.
അത്രേ ഉള്ളൂ. ഞാൻ മറുപടി പറയാം. താങ്കൾ ഇവിടെ സ്റ്റാർട്ടിങ് പറഞ്ഞത് ഞാനും ചോദിച്ചോട്ടെ, ഇസ്ലാമിക മതഗ്രന്ഥങ്ങളിൽ അറിവില്ലാഞ്ഞിട്ട് അവിടെ നിങ്ങൾ എല്ലാവരും പ്ലീസ് സഹോദരന്മാരെ കഷ്ടമുണ്ട് എല്ലാവരും പറയാം. ഞാൻ മറുപടി പറയട്ടെ, ഒറ്റ മിനിറ്റ്. അതായത് ജിമിച്ചാൻ കഴിഞ്ഞിട്ട് പാകിസ്ഥാനിലേക്ക് വരാം. റെജി ഇവിടെ വന്നപ്പോൾ പറഞ്ഞത് സുവിശേഷം പറയാനാണ് എന്നെ ഏൽപ്പിച്ചത് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വോയിസ് കേൾപ്പിച്ചപ്പോൾ ഇസ്ലാമിന്റെ പ്രവാചകനായ മുഹമ്മദിൽ ഒരു കുഴപ്പവുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് സുവിശേഷമാണോ? ഒന്ന്. റെജി മ്യൂട്ട് ചെയ്തു. ഞങ്ങൾ ഇന്ന് ഓടി എവിടെ പോകത്തില്ല. റെജിക്ക് തന്നെ തരും. അത് സുവിശേഷമാണോ? ഇസ്ലാമിന്റെ പ്രവാചകനിൽ ഒരു കുഴപ്പവും കാണുന്നില്ല എന്ന് പറഞ്ഞത് സുവിശേഷമാണോ? രണ്ട്, എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് ഒരു പരിജ്ഞാനമില്ല, ഖുർആനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. ഒന്നും അറിയാത്ത, ഒരു പരിജ്ഞാനം ഇല്ലാത്ത താങ്കൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ, എന്ത് റെഫറൻസിന്റെ അടിസ്ഥാനത്തിലാണ് മുഹമ്മദിൽ എനിക്കൊരു കുറവും കാണുന്നില്ല എന്ന് താങ്കൾ പറഞ്ഞത്? താങ്കൾ മ്യൂട്ട് ചെയ്തോളൂ. എന്റെ ചോദ്യത തരികയാണ്. താങ്കൾ പണം പറ്റി എന്നുള്ളതിന്റെ റെഫറൻസ് ആണല്ലോ താങ്കൾക്ക് വേണ്ടത്. ഞാൻ താങ്കളോട് ചോദിക്കുന്നു, ഇതെല്ലാം പറയാനുള്ള റെഫറൻസ് എവിടുന്ന്? അടുത്ത ഒറ്റ ചോദ്യം കൊടുത്ത് താങ്കൾ നിർത്തുകയാണ്. ഒറ്റ ചോദ്യമുള്ളൂ. IS എന്ന് പറയുന്ന ഭീകര കേട്ടോ, ഇദ്ദേഹം മ്യൂട്ട് ചെയ്യുന്നില്ലല്ലോ. പൊന്നു സുഹൃത്തെ, ഒന്ന് മ്യൂട്ട് ചെയ്യ സുഹൃത്തെ. IS എന്ന് ജിമിച്ച പുള്ളിക്ക് ഇപ്പോൾ റജി ബ്രദറിന്റെ ഫോണിന് ഒരു പ്രശ്നമുണ്ട്. അതായത് മ്യൂട്ട് അൺമ്യൂട്ട് ആയിക്കൊണ്ടിരിക്കും. പുള്ളി കഷ്ടപ്പെട്ട് മ്യൂട്ട് ചെയ്യുന്നതാണ്. അത് പിന്നെ തനത്ത് അൺമ്യൂട്ട് ആവും. അത് പണ്ട് അവരുടെ റൂമിൽ ചെന്നപ്പോൾ ഞാൻ കാണാൻ പറഞ്ഞു. അത് ഫോണിന്റെ പ്രശ്നമാണ്. ഇത്രേ ഉള്ളൂ. അതായത് ISന്റെ എല്ലാ തലവെട്ട് വീഡിയോസുകളും അതെല്ലാം എന്താണ്? വ്യാജമാണ്. താങ്കൾ എന്തിന്റെ റെഫറൻസ് വെച്ചിട്ടാണ് താങ്കൾക്ക് റെഫറൻസ് ആണല്ലോ വേണ്ടത്. ഇതിന്റെ റെഫറൻസും തന്നോളൂ. അതിനുശേഷം ഞാൻ താങ്കളുടെ പണം പറ്റിയുള്ള റെഫറൻസ് തരാം. പറഞ്ഞു കഴിഞ്ഞോ? പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞാൻ പറഞ്ഞോളാം ജിമിച്ച പറഞ്ഞോളാം. പെട്ടെന്ന് പറയണേ. ഓക്കെ. ഒന്നാമത്തെ ചോദ്യം എന്താണ്? എന്ത് റെഫറൻസിലാണ് പ്രവാചകന് കുഴപ്പമില്ല? അതല്ലേ ആദ്യത്തെ ചോദ്യം? താങ്കൾ പറഞ്ഞത് ആദ്യത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. താങ്കൾ ഇവിടെ ആദ്യം വന്ന് കയറിയപ്പോൾ പറഞ്ഞത് ഞാൻ എന്നെ സുവിശേഷം പറയാനാണ് ഏൽപ്പിച്ചതെന്ന് പറഞ്ഞു. ചോദ്യം ആവർത്തിക്കാം. ഇസ്ലാമിന്റെ പ്രവാചകന്റെ ഒരു കുറ്റവും കുറവും കാണുന്നില്ല എന്ന് താങ്കൾ റൂമിൽ ചെന്ന് പറയുന്നതാണോ സുവിശേഷം? അതാണ് സുവിശേഷമല്ല. അത് പിന്നെ എന്താണ്? അത് എന്റെ ഒരു വ്യക്തിപരം. എന്റെ പൊന്നു സുഹൃത്തെ, ഒന്ന് ശാന്തമായിക്കേ. അതെന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് സുഹൃത്തെ. ഞാൻ രാവിലെ മിണ്ടാതിരിക്കേ. ചുമ്മാ കിടന്ന് ബഹളം വെക്കാതെ മിണ്ടാതിരിക്കേ. കാര്യം പറയാം. രാവിലെ ഒരാൾ വന്ന് ചോദിക്കുകയാണ്, ചോറ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. സാമ്പാർ എങ്ങനെയുണ്ട്? രുചി എങ്ങോട്ട്? നല്ലതായിരുന്നു. അതെന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അതുകൊണ്ട് സാമ്പാർ നല്ലതാണെന്ന് പറയുന്നത് സുവിശേഷമല്ല. ഇന്നലത്തെ ക്ലൈമറ്റ് ഉണ്ടായിരുന്നു, 24 ഡിഗ്രി ചൂടുണ്ടായിരുന്നു എന്ന് ഞാൻ പറയുമ്പോൾ 24 ഡിഗ്രി ചൂടുണ്ടെന്ന് പറയുന്നത് സുവിശേഷമല്ല. അതെന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അതുപോലെ തന്നെ എന്നോട് ചോദിച്ചാൽ പ്രവാചകനിൽ ഞാൻ കുറ്റമൊന്നും കണ്ടില്ല. എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഇത് മനസ്സിലാക്കുന്ന കോമൺ സെൻസ് താങ്കൾക്കില്ലാത്തത് എന്റെ കുഴപ്പമില്ലെന്നേ. ജയ്സ്വാറ് കൊടുത്തോളൂ. ഞാൻ അതല്ല പറയാൻ വരുന്നത്. ഈ പറഞ്ഞതിന്റെ ഒരു കാര്യം പറയട്ടെ. അല്ലല്ല, റജി ബ്രദർ അത് വളരെ ക്ലിയർ ആണ്. അതായത് അത് റജി ബ്രദറിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ജിമിച്ചായ. അതിനകത്ത് റെഫറൻസ് ഒന്നും ഇല്ല. അദ്ദേഹം വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന്റെ അതെ. അതുപോലെ നമ്മൾ റെഫറൻസ് ഇല്ലാത്തൊരു സാധനം പുള്ളിക്കാരൻ രുചിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. റജി ബ്രദർ പറഞ്ഞത് ഞാൻ അതേപോലെ റീഫ്രേസ് ചെയ്യാം. റജി ബ്രദർ പറഞ്ഞു എന്നോട് ഒരാൾ അഭിപ്രായം ചോദിക്കുന്നു. അപ്പൊ ഞാൻ എന്റെ അഭിപ്രായം പറയണം. എക്സാമ്പിൾ, ഉച്ചയ്ക്ക് ലഞ്ച് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുന്നു. ചോറും കറി എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു എന്നെന്റെ അഭിപ്രായം പറയുന്നു. ആ അഭിപ്രായത്തിൽ എത്താൻ, താങ്കൾ ആ അഭിപ്രായത്തിൽ കൺക്ലൂഷനിൽ എത്താനായിട്ട് താങ്കൾ ആ ചോറും ലഞ്ചും രുചിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് താങ്കൾ ആ കൺക്ലൂഷനിലെത്തിയത്. അത് ഞാൻ പറഞ്ഞല്ലോ. കൺക്ലൂഷനിലെത്താൻ പറ്റുമോ? എന്റെ വൈൽ സ്റ്റേറ്റ്മെന്റ് കയറ്റി വെക്കരുത്. ഞാൻ അങ്ങനെ പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞില്ല. ഞാൻ കള്ളത്തരം പറയരുത്. പറഞ്ഞില്ല. ഞങ്ങളുടെ ഇൻഫ്ലുവൻസ് എന്റെ അഭിപ്രായമാണ്. അത് അഭിപ്രായം തെറ്റാണ്. തെറ്റാണ്, തിരുത്താൻ തയ്യാറാ. എന്നാ പിന്നെ നല്ലൊരു എക്സാമ്പിൾ വെച്ച്
തിരുത്തണമെങ്കിൽ തിരുത്തിക്കൊള്ളുക, അതെനിക്ക് വിഷയമല്ല. വാലിഡ് ആയിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞോളൂ. തിരുത്തണമെങ്കിൽ തിരുത്തിക്കൊള്ളുക. പക്ഷെ ഞാൻ പറഞ്ഞ അഭിപ്രായം അങ്ങനല്ല. എന്നോട് ഒരാൾ ചോദിച്ചു, എന്റെ പരിമിതമായ അറിവിൽ ഞാൻ കേട്ട പ്രകാരം എനിക്ക് തോന്നിട്ട് വലിയ തെറ്റ് തോന്നുന്നില്ല. ഞാൻ അദ്ദേഹത്തിന് യുദ്ധ തെറ്റൊന്നും ഞാൻ അങ്ങനെയല്ലല്ലോ ബ്രദർ പറഞ്ഞത്. ചോറിനെ വെച്ച കമ്പയർ ചെയ്തത്. ഉദാഹരണം പറഞ്ഞോളൂ. അപ്പം അതാ ഞാൻ നമ്മൾ എങ്ങനെയല്ലോ അത് അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ നിങ്ങൾ അങ്ങനെ ഞങ്ങൾ ശത്രുക്കളല്ല. റജി ബ്രദറിന്റെ സഹോദരൻ. നിങ്ങൾ ആരും ശാന്തമായി എല്ലാരും ഒന്ന് ശാന്തമാക്കേ. ഞാൻ ഈ മോഡറേറ്റർ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ശാന്തമാകും. ഞാനവിടെ പറയാമേ. ഞാൻ മോഡറേറ്റർ. ശാന്തത. റജി ബ്രദർ, ഞാൻ മോഡറേറ്ററാണ്. റജി ബ്രദർ, ഞാനൊരു മോഡറേറ്റർ. അത്ര എനിക്ക് തന്നെ വിഷമം വരും. നിങ്ങളെ വിടാൻ പറ്റില്ല. അല്ല റജി ബ്രദറെ വിടണ്ട. ഞാൻ റജി ബ്രദറെ വിട്ടാലും ഞങ്ങളെ വിടത്തില്ല. റജി ബ്രദറെ അല്ല, ഒരു കാര്യം എനിക്കൊരു സംശയമുണ്ട്. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ഇതിനൊരു കൺക്ലൂഷനിൽ എത്തിക്കോട്ടെ. അല്ലല്ല ജേസ് ബ്രദറെ, അതിൽ തന്നെ നിന്നത് ചോദിക്കാൻ. അദ്ദേഹം പറഞ്ഞ അദ്ദേഹം സുവിശേഷം അവിടോട്ട് പോലെ അല്ല കൺക്ലൂഷൻ എത്തിയില്ല. അജീഷ് ബ്രദറെ റജി ബ്രദർ, ഞാനിതൊന്ന് എല്ലാവർക്കും വേണ്ടി ക്ലിയർ ആയിട്ട്. റജി ബ്രദർ ഒറ്റ മിനിറ്റ്, വിടണ്ട. റജി ബ്രദർ സംസാരിക്കാൻ തരില്ല. റജി ബ്രദർ ഞാൻ പറയട്ടെ. ഞാൻ പറഞ്ഞൊരു വ്യക്തിപരമായ അഭിപ്രായം ഉടനെ നിങ്ങൾ ചോറ് രുചിച്ച് നോക്കുന്ന ഞാൻ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ഉടനെ അതിന്റെ ദുർവ്യാഖ്യാനം ചെയ്ത് എന്റെ വായിലേക്ക് തിരികെ കയറ്റി. അത് ശരിയല്ല എന്ന് പറഞ്ഞു. ശരിയല്ല, തീർച്ചയായിട്ടും തെറ്റ്. ഇനി ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇപ്പൊ ഞാൻ എന്റെ ഭാഗം പറഞ്ഞോട്ടെ. ഇനി അടുത്ത ചോദ്യമല്ല, ഒരു മിനിറ്റ്. ഇതിനകത്ത് ഇപ്പൊ റജി ബ്രദർ പറഞ്ഞ ഒരു പ്രശ്നം തീർക്കട്ടെ, പറയട്ടെ. ചോദ്യം ഞാൻ തീർക്കട്ടെ. റജി ബ്രദർ പറഞ്ഞതിന്റെ കാര്യത്തിൽ ഒരു കാര്യം മോഡറേറ്റർ എന്നല്ല എനിക്ക് ആഡ് ചെയ്യാനോ. ഒരു മിനിറ്റ്, താങ്കൾക്ക് സമയം തരുന്നു. ഇത്രയും സമയം തരുന്നുണ്ടല്ലോ. സംഭവം സിമ്പിൾ ആണ്. ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നില്ലെങ്കിൽ ഞാൻ ചോറിന് നല്ല രുചിയാന്ന് പറഞ്ഞാൽ ഞാൻ കള്ളമായിരിക്കും പറയുന്നത്. ഞാൻ ചോറ് കഴിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ നല്ലതാണെന്ന് എന്റെ അഭിപ്രായത്തിന് സത്യസന്ധത ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ താങ്കൾ സത്യസന്ധനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ആ ക്വസ്റ്റ്യൻ വിടുകയാണ്. സത്യസന്ധൻ എന്ന നിലയിൽ താങ്കൾ അത് പറഞ്ഞത് അനുഭവിച്ചറിഞ്ഞിട്ടാണ് താങ്കൾ അത് പറഞ്ഞത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് മുഹമ്മദിൽ കുറ്റമൊന്നും കാണാനെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. പറഞ്ഞു. ഇല്ല അത് ആ പറഞ്ഞു. നിങ്ങൾ അതിനകത്തൊരു ദുർവ്യാഖ്യാനം കൊണ്ടുവരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അയ്യോ എന്റെ പൊന്നെ ജെയ്സ്, നിങ്ങൾ അങ്ങനെ വാക്കിട്ട് കളിക്കാതെ. ഞാൻ ലോജിക്കല്ല, ഞാൻ ശാന്തമായ ലോജിക്കല്ല, ശുദ്ധമന്ത്രം പറഞ്ഞു. അടുത്ത പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അടുത്ത ചോദ്യം പറ. ജിമിച്ചൻ ചോദ്യം പറ. ജിമിച്ചൻ ചോദ്യം പറ. അടുത്ത ചോദ്യം അത് സമ്മതിച്ചു. അടുത്ത ചോദ്യം പറ. എന്റെ റജി ഒന്ന് മ്യൂട്ട് ചെയ്യും. ഞാൻ ചോദിക്കട്ടെ പൊന്നു സുഹൃത്തെ, നിങ്ങൾ ഒരു PhD പ്ലീസ് ഒന്ന് മ്യൂട്ട് ചെയ്യാവൂ. നിങ്ങളൊരു കാര്യം എന്താ പറഞ്ഞതറിയോ? നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ പണം മേടിച്ചു എന്നതിന്റെ റെഫറൻസ് ആണ് താങ്കൾക്ക് വേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ രേഖാമൂലമായ തെളിവ് അല്ല, അങ്ങനെ പറഞ്ഞു. രേഖാമൂലമായ തെളിവ് വേണം, റെക്കോർഡ് വേണം. തരാമേ, നിങ്ങളോടൊന്ന് മ്യൂട്ട് ചെയ്യേ. ജിമിച്ച അതായത് ഇപ്പം മറ്റേ എന്താ പറയാ, ഒരു കാര്യം നമ്മൾ ചോദിച്ചപ്പോഴത്തേക്ക് അത് രുചിച്ചറിഞ്ഞ പോലെ ജിമ്മിച്ചാൻ ഇത് രുചിച്ചറിഞ്ഞ ഒരു രേഖ കൊടുത്താൽ മതി. അത് രേഖാമൂലമായ തെളിവ് വരണം. രുചിച്ചറിഞ്ഞ രേഖ, അത് ജിമ്മിച്ചാൻ രുചിച്ചറിയ ജിമ്മിച്ചാന്റേതായിട്ടുള്ള തോന്നലുകളായിട്ടുള്ള രേഖകൾ. ചോദ്യം കംപ്ലീറ്റ്. രേഖ ഞാൻ കൊടുക്കാം. നമ്മുടെ ഒരു സിനിമയ്ക്കകത്ത് നമ്മുടെ ഒരു ആള് കൈ ചൂണ്ടിയിട്ട് ഈ രേഖ മതിയോ ചോദിച്ച പോലെ, ആ രേഖ മതിയോ റജി? കയ്യിലുള്ള രേഖ മതിയോ? റെക്കോർഡ് വേണോന്ന്. റെക്കോർഡ് നമുക്ക് മനസ്സിലായില്ല. റെക്കോർഡ് കാണിക്കാം, ബാങ്ക് സ്റ്റേറ്റ് കാണിക്കാം. നിങ്ങൾ കാണിക്കാം. രേഖാമൂലമായ ചോദ്യം ഒന്ന് ചോദിക്കും ജിമിച്ചാൻ. ഇങ്ങനെ സമയം അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും ജിമിച്ച. അദ്ദേഹം പറഞ്ഞത് ഖുറാനെ, ഈ മുഹമ്മദിൽ ഒരു കുറ്റവും കാണുന്നില്ല. പക്ഷെ ഈ പുള്ളിക്ക് ഖുറാനെ കുറിച്ച് ഒരു പരിജ്ഞാനവും ഇല്ല. ഖുറാനെ കുറിച്ചോ മുഹമ്മദിനെ കുറിച്ചോ ഒരു അറിവുമില്ല, പരിജ്ഞാനമില്ല. എന്ത് റെഫറൻസ് വെച്ചിട്ടാണ്, എന്ത് ഡോക്യുമെന്റ് വെച്ചാണ് താങ്കൾ അദ്ദേഹം ഒരു കുറ്റവും കുറവുമില്ല ഞാൻ പിന്നെ മൈക്കെടുത്തൊരു അദ്ദേഹം
ജിമിച്ച അതേ അത് ഞാൻ പിടിക്കട്ടെ, പറഞ്ഞില്ല ചോദ്യം ജിമ്മിച്ച പുള്ളിയുടെ ഫോണിലുള്ള പ്രശ്നമാണ്, അത് കഷ്ടപ്പെട്ടാണ് പുള്ളി മ്യൂട്ട് ചെയ്യുന്നത്. ജിമ്മിച്ച മനസ്സിലാക്ക്. അപ്പൊ എന്ത് താങ്കൾക്ക് റെഫറൻസ് ആണ് വേണ്ടത്, ഡോക്യുമെന്റ് ആണ് വേണ്ടത്? എന്ത് ഡോക്യുമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ ആ നുണ പറഞ്ഞത്? ഒന്ന്. രണ്ടാമത്തെ ചോദ്യോട് ചേർത്ത് പറയാണ്, IS എന്ന് പറയുന്ന ഭീകര ഇസ്ലാമിക സംഘടനയ്ക്കകത്തുള്ള തലവെട്ട് വീഡിയോസ് എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ന് താങ്കൾ പറഞ്ഞത് എന്ത് റെഫറൻസിന്റെ ഡോക്യുമെന്റിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ രണ്ട് ചോദ്യത്തിന് ഉത്തരം തന്നോളൂ. താങ്കൾക്ക് ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതിന്റെ ഡോക്യുമെന്റ് താങ്കൾ കിട്ടുതരുന്നതായിരിക്കും. പറഞ്ഞോളൂ. റജി ബ്രദർ എല്ലാവരും മ്യൂട്ട് ചെയ്തു. റജി ബ്രദർ പറഞ്ഞു. റജി ബ്രദറെ കേൾക്കുന്നുണ്ടോ? അൺമ്യൂട്ട് ചെയ്തു. ഇനി പറയാമല്ലോ. ദയവ് ഇതാരും ഇടയ്ക്ക് കയറരുത്. പ്ലീസ് ദയവ് ഇടയ്ക്ക് കയറി കഴിഞ്ഞാൽ ആരും ഇടപെടല്ലേ. താഴെ ഇടാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ സൗരന്മാരെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് താഴെ ഇടുവോ? അല്ല, ഞാൻ പറഞ്ഞു റജി ബ്രദർ ഒന്ന് പറഞ്ഞിട്ട്. റജി ബ്രദർ നമ്മുടെ ഗസ്റ്റാണ്. ചില റൂമിൽ ഇപ്പൊ ഒരു മിനിറ്റ് ബ്രദർ, ഇപ്പൊ ഈ മുസ്ലിം സഹോദരന്മാരെ കാണിച്ച പോലെ മ്യൂട്ട് ചെയ്ത് താഴെ ഇടുന്ന പരിപാടി നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ മാന്യത ഉള്ളവരാണ്, അവരോട്ടല്ല. അതുകൊണ്ട് നമ്മുടെ സഹോദരന്മാരെ അത് അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പൊ അവന്മാർ കാണിച്ച വൃത്തികൾ പോലെ നമ്മൾ ചെയ്യാൻ പാടില്ല. അതെ, നമ്മൾ ആ വൃത്തിയേട്ട സ്വഭാവം നമ്മൾ ഒരിക്കലും കാണിക്കല്ല. മുസ്ലിങ്ങൾ കാണിച്ച പോലെ നമുക്ക് കർത്താവിന്റെ ചര്യയാണ്, നബിചര്യല്ല. അതെ, നബിചര്യ നമ്മൾ കാണിക്കരുത്. ഞാനൊന്ന് പറയട്ടെ, ഇനിയൊന്നും ഒന്ന് പറഞ്ഞോട്ടെ. എന്റെ പൊന്നു പെട്രാജിമ്മി, എത്ര വട്ടമാണ് ഞാൻ ഈ പറഞ്ഞ രേഖാമൂലമല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്റെ പൊതുവായി എനിക്കുള്ള ഒരു സാമാന്യ ധാരണയില്ലാപ്പാന്ന്. പിന്നെ താങ്കൾ അതിന് പിന്നെ രേഖ ചോദിക്കുന്നത്? ഞാൻ എത്ര വട്ടം നിങ്ങളുടെ ചെവിയിലോട്ടാണ് ഞാൻ വന്ന് പറഞ്ഞത്. എനിക്ക് ഖുറാന്റെ പുസ്തകങ്ങളൊന്നും, ഖുറാനെ പ്രതി എനിക്കൊന്നും അറിയത്തില്ല. ഹദീസുകളെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ, ഇസ്ലാമിക പ്രമാണങ്ങളെ കുറിച്ച് എനിക്ക് വലുതായിട്ട് അറിഞ്ഞുകൂടാ. ഞാൻ കേട്ടതിൽ നിന്ന് പൊതുവായൊരു ധാരണ വെച്ച് ഞാൻ പറഞ്ഞത് പറഞ്ഞു. പിന്നെ താങ്കൾ ഇതിന് വയ്ക്കുക റെഫറൻസ്, എനിക്ക് റെഫറൻസ് ഇല്ലെന്നേ. ക്ലിയർ ആണ്. ഒരൊറ്റ സെക്കൻഡ് ക്ലിയർ ആണ്. ജയ്സ്വർ ഒരു മിനിറ്റ് ഒന്ന് വിട്ടത്. ഒരു മിനിറ്റ് അജീഷ് വേറെ ഒന്ന് വിട്ടത്. ജയ്സ്വർ ഒന്ന് മ്യൂട്ട് ചെയ്ത് എനിക്ക് ആവശ്യമുണ്ട്. മ്യൂട്ട് ചെയ്ത് റജി ബ്രദർ ഒന്ന് മ്യൂട്ട് ചെയ്ത്. ഒരു മിനിറ്റ് ഈ പറഞ്ഞ ജനറൽ വേറെ മൈക്ക് എടുക്കരുത്, ആരും മൈക്ക് എടുക്കരുത് പ്ലീസ്. എല്ലാവരും മ്യൂട്ട് ചെയ്തേ. റജി ബ്രദർ മ്യൂട്ട് ചെയ്തേ. അജീഷ് വേറെ മ്യൂട്ട് ചെയ്തേ. ഓ എന്താ എല്ലാവരും മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് മ്യൂട്ട്. അജീഷ് വേറെ മ്യൂട്ട് ചെയ്തേ. ഓക്കെ. ജിമിച്ചായ അദ്ദേഹത്തിന് റെഫറൻസ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഊഹങ്ങളും അദ്ദേഹം രുചിച്ചറിഞ്ഞതൊക്കെയാണ്. ജിമിച്ചാനും അതുപോലെ റെഫറൻസ് എന്തെങ്കിലും ഉണ്ട് കൊടുക്കാമെന്ന് എനിക്ക് വിശ്വാസം. കാരണം ഇനി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. റജി ബ്രദർ വേറെ എന്തെങ്കിലും റെഫറൻസ് ആണ് ആഗ്രഹിക്കുന്നില്ല. റജി ബ്രദർ ഇതിനും റെഫറൻസ് വേറെ എന്തെങ്കിലും ഒക്കെ കൊടുക്കേണ്ടി വരും. എനിക്ക് ആ വിഷയത്തിൽ താല്പര്യമില്ലെന്ന്. താല്പര്യമില്ലെങ്കിൽ ജിമിച്ചാനും ആ വിഷയത്തിൽ താല്പര്യമില്ലെന്നേ. അപ്പൊ തീർന്നില്ല പ്രശ്നം. എനിക്ക് ആ വിഷയത്തിനകത്ത് താല്പര്യമില്ലെന്ന്. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ ജിമ്മിച്ചാനും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അസംഷൻസും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഇതുപോലെ കാര്യങ്ങൾ പറയാനുള്ള അദ്ദേഹം രുചിച്ചറിഞ്ഞതും അദ്ദേഹത്തിന് ജിമ്മിച്ച ഒരു മിനിറ്റ് അദ്ദേഹത്തിന് രുചിച്ചറിഞ്ഞതും അദ്ദേഹത്തിന് തോന്നിയതുമായ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് വളരെ ക്ലിയർ ആണ്. രജി ബ്രദർ എന്താണോ ചെയ്തത് അതുപോലെ. സമയം കളയണ്ട, മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് ഇനി പോവാം. നമുക്ക് അതുകൊണ്ട് ആ രുചിച്ചറിഞ്ഞ കേസ് കൊണ്ട് രജി ബ്രദറിന്റെ കേസ് ക്ലോസ് ആയി, ജിമ്മിച്ചാന്റെ കേസ് ക്ലോസ്. എന്റെ അജീഷ് വേറെ ഇടയ്ക്ക് കേറല്ലേ, പറയുന്നത് മനസ്സിലാക്കും. ഒരു കാര്യം സോൾവ് ചെയ്യാൻ വേണ്ടിട്ട് എന്താ മൈ ഗോഡ്. ഒന്നുകിൽ നിങ്ങൾ എന്നെ മര്യാദയ്ക്ക് സംസാരിക്കാം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും കേട്ടോ. അല്ലാതെ നിങ്ങളൊന്ന് പറയാൻ സമ്മതിക്കണ്ട. ഇതിനിടയ്ക്ക് നിങ്ങൾ പറഞ്ഞു എനിക്ക് ഓരോ പണിയുണ്ടെന്നേ. പ്ലീസ് നിങ്ങൾ വേറെ ആൾക്കാരുടെ ക്വസ്റ്റ്യൻ പിടിച്ചാലോ? എന്നെ സംസാരിക്കാൻ അനുവദിക്കാമെങ്കിൽ മാത്രമേ ഞാൻ ഇവിടെ നിൽക്കൂ. നിങ്ങൾ എന്നെ മ്യൂട്ട് ചെയ്ത് നിർത്തിയാൽ ഞാൻ ഇറങ്ങിപ്പോകും. എനിക്കിവിടെ നിങ്ങളെ സൂചിപ്പിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അവിടെ മിണ്ടായിരുന്നു. ഞാൻ മൂന്നാമത്തെ കാര്യം പെട്രമീം ഉണ്ടായിരിക്കും. ഞാനോട് പറയട്ടെ, നിങ്ങളും ഉണ്ടായിരുന്നത്. ഞങ്ങൾ മോഡ് ചെയ്തോളാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. ഒരു മിനിറ്റ്, സ്പീക്കേഴ്സിലിരിക്കുന്ന മോഡറേറ്റേഴ്സ് വേറെ ആരെയും താഴ്ന്ന് എടുക്കല്ലേ. വെയിറ്റ്. ഓക്കെ, ഇനി ഞാൻ പറയാം. മൂന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ISISന്റെ വീഡിയോ ആണ്. ഞാൻ ISISന്റെ വീഡിയോയെ കുറിച്ച് ഞാൻ പബ്ലിക്കിൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ISISന്റെ കോപ്റ്റിക് ക്രിസ്ത്യൻസിനെ വധപ്രകാരമുള്ള വീഡിയോയ്ക്ക് ചോദ്യങ്ങൾ എക്സ്പേർട്സ് ഉയർത്തിയിട്ടുണ്ട്, അത് വ്യാജമാണെന്ന്. അപ്പോൾ ഞാൻ അതിന്റെ പേരിൽ കുറച്ച് പത്രവാർത്തകൾ വായിച്ചു കേൾപ്പിക്കാൻ പോവാണ്. ഒന്ന് കേട്ടോളണം. അതിന്റെ ആധികാരികതയോടെ പറയണേ പത്രവാർത്തകൾ. ഒന്നും മിണ്ടാതിരിക്കേ, ഞാൻ പറഞ്ഞോളാം. ഇത് ഓക്കെ. ഒരെണ്ണം സി ന്യൂസിനകത്ത്, വേറെ ഒരെണ്ണം ഡെയിലി മെയിലിന്റെ ന്യൂസ്. ഞാൻ ഓരോന്നും വായിക്കും, എൻ്റെ ടൈറ്റിൽ വായിക്കും. ഞാൻ ഓപ്പൺ ചെയ്യാണ്.
രജി ബ്രദർ ലിങ്ക് ആണോ രജി ബ്രദറെ? ലിങ്ക് അല്ല, ഞാൻ തന്നെ പറയാം, ഡീറ്റെയിൽസ് എല്ലാം പറയാം. ഇത് ഒരെണ്ണം DNA-യുടെ, ഒരെണ്ണം ഡെയിലി മെയിലിന്റെ. ഏതിലും ഒരെണ്ണത്തിന്റെ ടൈറ്റിൽ വായിച്ചു തുടങ്ങി. വായിക്കും ഇതെല്ലാം ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഓരോന്നിന്റെ ടൈറ്റിൽ പറയും, ഓരോന്നിന്റെ ലിങ്ക് എനിക്ക് പറ്റില്ല, കാരണം ഇതെല്ലാം PDF ഡോക്യുമെന്റ് ആണ്. PDF ആണോ? PDF ആണെങ്കിലും രജി ബ്രദറെ, PDF ആണെങ്കിലും പറയാം. പ്ലീസ് ഒന്ന് കേൾക്ക്, നിങ്ങളൊന്ന് കേൾക്കാൻ ക്ഷമ കാണിക്കുക. ഇത് ദ ക്രിസ്ത്യൻ സയൻസ് മോണിറ്റർ. ഓക്കെ, ഇതിന്റെ ടൈറ്റിൽ ISIS ഈസ് ജാപ്പനീസ് ബിഹെഡിങ് റിയൽ ഓർ ഫോൾസ്. ജാപ്പനീസ് ബിഹെഡിങ് ഒരു ജപ്പാൻകാരനെ ബിഹെഡ് ചെയ്തതിന്റെ ഒരെണ്ണമുണ്ട്, അതിന്റെ കൂടെയാണ്. അപ്പൊ ഞാൻ കൂട്ടത്തിൽ വായിക്കുകയാണ്. ISIS video, is this Japanese beheading real or fake? A new video claims that the Islamic State has executed one of their 2 Japanese hostages. Is it real? Okay, ഇതിന്റെ ഡേറ്റ് പറയാം. January 24, 2015 ബൈ ജെസിക്ക മെൻഡോസ, സ്റ്റാഫ് റൈറ്റർ. ഓക്കെ, അതൊന്ന് വായിച്ചു നോക്കുക. ഇനി അടുത്തത് കോപ്റ്റിക് ക്രിസ്ത്യൻസിന്റെ വായിക്കാം. ഇത് ഡെയിലി മെയിൽ ഓൺലൈനാണ്. ഇതിന്റെ ഡേറ്റ് ഞാൻ പറയാം, കൃത്യമായിട്ട് ഞാൻ പറയാം. ഒരു മിനിറ്റ്. 21 February 2015. Title: Does ISIS really have 7-foot tall executioners? Parts of the grisly film showing beheading of 21 Christians were faked, claimed by experts. Okay, ഇനി അതിന്റെ ബുള്ളറ്റ് പോയിന്റ്സ് വായിക്കാം. ISIS released a video last week showing the murder of 21 Coptic Christians. The 5-minute film showed the man being marched along a beach. Experts believe the Egyptian victims were not murdered at the beach. Okay. The shocking scene of the sea turning red is believed to be of special effects. The scene where the sea turns red with blood is also thought to be faked. നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. ഡേറ്റ് ഞാൻ ഒന്നുകൂടെ പറയാം. ഇപ്പൊ ഞാനത് ആർട്ടിക്കിൾ ഞാൻ ലിങ്ക് പോസ്റ്റ് ഞാൻ ഈ ആർട്ടിക്കിൾ ആദ്യം വായിച്ച ആർട്ടിക്കിളിന്റെ കാര്യം എന്ന് പറഞ്ഞിട്ട് ആ ആർട്ടിക്കിളിൽ ഇത് ഫേക്കാന്ന് പറഞ്ഞിട്ടില്ല. ഒരു പത്രക്കാര് ഒരു മീഡിയ ഹൗസ് അവരുടെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നതിനെ പറ്റി മാത്രമേ പറയൂ. അവിടെ തന്നെ ആ ആർട്ടിക്കിളിൽ തന്നെ താഴെ പറയുന്നു, ഏറ്റവും താഴെ കാണാം. ഞാനിപ്പോ ലൈവ് ആർട്ടിക്കിൾ ഗൂഗിൾ ചെയ്താണ് എടുത്തിരിക്കുന്നത്. Why the shadow converge? അത് ഓൾറെഡി ഉത്സാഹിക്കാതെ ഞാനൊന്ന് പറയട്ടെ. ഇത് അക്സെപ്റ്റബിൾ പ്രൂഫ്. ഞാനൊന്ന് പറയട്ടെ. ഞാൻ കോപ്റ്റിക് ക്രിസ്ത്യൻസിന്റെ, ഞാൻ ഈ പറഞ്ഞത് കോപ്റ്റിക് ക്രിസ്ത്യൻസിന്റെ വീഡിയോയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ വിവാദമായി. ആ വീഡിയോ പറ്റിയാണ് ഈ പറയുന്നത്. അത് ബ്രദർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അല്ല, അവിടെ ആദ്യം ആർട്ടിക്കിളിൽ പറഞ്ഞേക്കുന്നത്. മ്യൂട്ട് ചെയ്യുന്ന ഞാൻ പറയുന്ന മറുപടി പറയുമ്പോൾ എന്തോ മ്യൂട്ട് ചെയ്യാൻ പോകുന്നത്? നീ പറയുന്നത് എന്തോ പറയുന്നത്? വിട്ടുകള ആദ്യത്തെ ആർട്ടിക്കിൾ ഞാൻ വെരിഫൈ ചെയ്തു, നോട്ട് അക്സെപ്റ്റബിൾ. അടുത്ത സെക്കൻഡ് ആർട്ടിക്കിൾ ഇത് വായിച്ചു നോക്കി. ഇത് പറയുന്നതിന്റെ കാരണം പറയാം. ഇത് കേട്ടോണേ. ജയ്സ് കേട്ടോളൂ. ഈ ഡെയിലി മെയിലിന്റെ ആർട്ടിക്കിൾ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോക്കകത്ത് ടൈറ്റിൽ പറഞ്ഞിട്ട് ഇത് ഒരിക്കലുമാണ് പറയാം. Does ISIS really have 7-foot tall executioners? Parts, ഇത് ക്വസ്റ്റ്യൻ മാർക്കാണ്. ടൈറ്റിൽ ഇത് ടൈപ്പ് ചെയ്തോളൂ. പാർട്സ് ഓഫ് ഗ്രിസ്ലി ഫിലിം ഷോയിങ് ബിഹെഡിംഗ് ഓഫ് 21 Christians were faked, claim experts. ഇനി അത് വായിച്ചു നോക്കാം. ഡേറ്റ് കൂടെ പറയാം. 21 February 2015. കിട്ടിയോ? ഇനി വായിച്ചു നോക്കിയാൽ ബ്രദറിന്റെ. ഓക്കെ, ഇനി വേറെ നമ്മളുണ്ട്. ഇത് സി ന്യൂസിന്റെ. ഒന്നും മിണ്ടാതിരിക്കുന്നേ, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നേ, ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെ പറയുന്നത്? നിങ്ങളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദേഷ്യപ്പെട്ട് പറയേണ്ടി വരുന്നത്. ഒന്നും മിണ്ടാതിരിക്കേ. ഒരു മിനിറ്റ് റജി ബ്രദർ ഒരു സെക്കൻഡ് ജയ്സ്വർ ഒരു സെക്കൻഡ്. പുള്ളിക്കാരൻ പറയുമ്പോൾ നമ്മൾ ഇടയ്ക്ക് കയറണ്ട. അതല്ലേ ഞാൻ പറഞ്ഞ റജി ബ്രദർ ഞാൻ പറയാം. ഒരു മിനിറ്റ് വീട്ടിലെ പുള്ളി പറഞ്ഞു കഴിയട്ടെ, അതിനുശേഷം നമുക്ക് പറയാനുള്ള അവസരമുണ്ട്. ഞാൻ ഇടയ്ക്ക് കയറുന്നവരെ ഓരോരുത്തർ താഴെ ഇട്ടിട്ടുണ്ട്. പലർക്കും ബുദ്ധിമുട്ട് തോന്നിയെന്ന് എനിക്കറിയാം, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇടയ്ക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് താഴെ ഇട്ടത്. ഇനി ഞാൻ പറയാം. ഈ സെക്കൻഡ് ആർട്ടിക്കിൾ വെരിഫൈ ചെയ്തു. ഈ ആർട്ടിക്കിൾ വെരിഫൈ ചെയ്തു. ഞാൻ അതിന്റെ അവസാനത്തെ ലാസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിക്കാം. വെറിയാൻ ഖാൻ, ഫ്ലോറിഡ ബേസ്ഡ് ടെററിസം റിസർച്ച് ആൻഡ് അനാലിസിസ് കൺസോർട്ടിയം, ടോൾഡ് ഫോക്സ് ന്യൂസിനോട് പറഞ്ഞു that there are several technical mistakes in the video. ഇത്രയും മാത്രമാണ് അവരുടെ പ്രൂഫ്. അഭിപ്രായങ്ങളെല്ലാം വായിക്കും. അഭിപ്രായമാണ്
ബാക്കിയെല്ലാം അഭിപ്രായമാണ്. ഒരു വെറിയാൻ ഖാൻ എന്ന് പറഞ്ഞ ജയ്സ ഖാൻ പറഞ്ഞ കാര്യത്തിൽ ഫ്ലോറിഡയിൽ ഒരു ഖാൻ പറഞ്ഞ വെച്ച് ഡെയിലി മെയിൽ ഒരു കേൾക്കുന്നേ ഞാനൊന്ന് പറയട്ടെന്ന് പറഞ്ഞു. പറയട്ടെന്ന് ഇതിൽ കാര്യം ഈ വീഡിയോയിൽ എക്സ്പേർട്സ് സംശയിക്കുന്നു, ഇത് ഫേക്ക് ആണെന്ന് എക്സ്പേർട്സ് പറയുന്നു. ഈ അഭിപ്രായമാണ് ഞാൻ ഈ പറഞ്ഞത്, കോപ്റ്റിക് ക്രിസ്ത്യൻസിന്റെ കാര്യം പറഞ്ഞത്. ആ എക്സ്പേർട്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞു. പറയട്ടെ, വെറിയാൻ ഖാൻ എന്ന് പറയുന്ന ഒരാളാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം മാത്രമല്ല പലരും ഇത് സംശയം വെച്ചിട്ടുണ്ട്. അല്ല റെജി ഇത് ക്ലെയിം അല്ലേ? ഇത് ക്ലെയിം സംശയം മാത്രമല്ലേ? ക്ലെയിം മാത്രമാണ്. ക്ലെയിം ആണെന്നല്ലേ പറഞ്ഞുള്ളൂ. അപ്പൊ അത് തെളിവൊന്നുമില്ല പറഞ്ഞുള്ളൂ. ഇത് അങ്ങനെ നടന്നിട്ടില്ലെന്നുള്ള ക്ലെയിം ആണ് പറഞ്ഞത്. ഞാൻ ക്ലെയിം ആണ് പറഞ്ഞത്. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ ഞാനും ഇടയ്ക്ക് ഒരു പറയേണ്ടി വരും. യാതൊരുമല്ല, അങ്ങനെ ഇടയ്ക്ക് പറയരുത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളെ പറയാൻ നിങ്ങൾ സമ്മതിക്കാതെ ഇടയ്ക്ക് കയറിയാൽ എനിക്ക് സമ്മതിക്കാൻ പറ്റില്ലെന്ന്. സമ്മതിക്കണ്ട. പിന്നെന്താ ഞാൻ പറഞ്ഞല്ലോ സെക്കൻഡ് ആർട്ടിക്കിൾ നോട്ട് അക്സെപ്റ്റബിൾ. നിങ്ങൾ ഞാൻ പറയാൻ സമ്മതിക്ക്. ഞാൻ പറയട്ടെ. നിങ്ങൾ അങ്ങനെ ഇടയ്ക്ക് കയറി പറഞ്ഞ വേറെ എന്റെ വായിൽ വാക്ക് തിരികെ കയറ്റാൻ പാടില്ല. എന്റെ സമയത്തുള്ള എനിക്ക് പറയേണ്ട കാര്യങ്ങൾ എനിക്ക് പറയേണ്ടതുണ്ട്. ഇവിടെ പറഞ്ഞത് 5 അടിക്ക് താഴെയുള്ള വിക്ടിംസും 7 അടിക്ക് മീതെയുള്ള പെർപെട്രേറ്റേഴ്സും. അപ്പോൾ ഇത് ഈ ഒരു വലിയ ഹൈ ഡിഫറൻസ്. അത് എല്ലാവരും 7 അടിക്കും നിൽക്കുന്നു. പിന്നെ അതിൻ്റെ ശേഷം ഇതിൻ്റെ ഫോട്ടോഷോപ്പിൽ ആളുകൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ വേറെ പല പ്രശ്നങ്ങൾ കണ്ടു എന്ന് എക്സ്പേർട്സ് പറയുന്നു. എൻ്റെ അഭിപ്രായമല്ല, ഞാൻ ഈ വീഡിയോ ഡയറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ ഈ വാർത്തകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറഞ്ഞത്. എക്സ്പേർട്സ് സംശയിക്കുന്നു. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വെച്ചു, ഇത് ഫേക്ക് ആണെന്ന് ആളുകൾ പറയുന്നു. അതിൻ്റെ പേരിലാണ് നിങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ റെഫർ ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ ഈ എഴുത്തുകാരുടെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, എന്നെ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, നിങ്ങൾ ഈ ഡെയിലി മെയിലിനെ ക്വസ്റ്റ്യൻ ചെയ്യും. അത്രേ ഉള്ളൂ. അല്ല, മിസ്റ്റർ ഖാൻ പറഞ്ഞേക്കുന്ന കാര്യം ഞാൻ വായിക്കാം. മിസ്റ്റർ ഖാൻ ഇങ്ങനെയാണ്, മിസ് ഖാൻ ആണ് കേട്ടോ. മിസ് ഖാൻ എക്സ്പ്ലെയിൻ ദാറ്റ് ദിസ് മെന്റ് ഇറ്റ് വാസ് ലൈക്ലി he had been filmed indoors and the sea scene believed to be in northern Libya has been placed behind him at a later stage. It likely എന്ന വാക്കാണ് ഒരു കൺക്ലൂഷൻ. അതിന്റെ മേളത്തൊരു പാരം കേട്ടോ. While experts believe the men were killed by terrorists, questions have been raised over whether some scenes, including one where the militants appear to 7 feel told, should have been manipulated. അപ്പം അവിടെ ഞാനീ പറയുന്നത് ആളുകൾ മുൻപോട്ട് വെച്ചിരുന്ന പോയിന്റാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഞാൻ വിശ്വസിക്കുന്നു. എന്റെ വിശ്വാസമാണ് പിന്നെന്താ? ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ വീഡിയോ വെരിഫൈ ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പ്രകാരം എനിക്ക് നോക്കുമ്പോൾ എനിക്ക് ഒന്ന് ഫേക്ക് ആണെന്ന് ഞാൻ വിശ്വാസമാണല്ലോ എല്ലാം. രാജബ്രദർ ഒറ്റമില്ല, ഇടയ്ക്ക് ഇടപെടല്ലേ രാജബ്രദർ? വരാം ബ്രദർ, ഇടയ്ക്ക് ഇടപെടുമ്പോ ഇത്രയും സമയം പോവാ. രാജബ്രദർ ഇത്രയും സമയം പോവാ. പ്ലീസ് അതിലേക്ക് വരാം. പറയുമ്പോ ഞാൻ അവിടെ താഴെ ഇരിക്കുന്നുണ്ട്. ഇദ്ദേഹം ഇതൊന്നും അവിടെ പറയാതെ അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതെ, അത് ക്ലിയർ ആണ്. ക്ലിയർ ആണ്. അദ്ദേഹത്തിന്റെ വിശ്വാസം അദ്ദേഹം പറഞ്ഞു. അതിനകത്ത് പ്രശ്നമില്ല. എന്റെ കൺവിക്ഷൻ, ഞാൻ ഇത് വായിച്ചു കേട്ട് ആളുകൾ എക്സ്പേർട്സിന്റെ അഭിപ്രായം വായിക്കുമ്പോൾ എനിക്ക് തന്നെ വ്യക്തമാകും ഇതിനകത്ത് ക്ലിയർ ആയല്ലോ. എനിക്ക് തോന്നുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. കഴിഞ്ഞു. ഇനിയിപ്പോ അടുത്ത ആൾക്കാരിലോട്ട് അജീഷ് വേറൊക്കെ ജിമ്മിച്ചായ മനസ്സിലാക്കും. അജീഷ് വേർക്ക് ആഗ്രഹിച്ചു ഒത്തിരി നേരമായിട്ട് വെയിറ്റ് ചെയ്യും. എന്റെ സംശയം ഇതാണ്. റജി പറഞ്ഞു അദ്ദേഹം സുവിശേഷം അറിയിക്കുന്ന ആളാണ്. ഇപ്പൊ ബൈബിളിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ, ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആ സുവിശേഷത്തിനെതിരായിട്ട് വന്ന സുവിശേഷം വരുന്നവർ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ശപിക്കപ്പെട്ടവനാണോ ഇല്ലയോ എന്നാണ് എന്റെ ചോദ്യം. നിങ്ങൾ എന്തോട് ചോദിക്കുന്നില്ല? എന്റെ ചോദ്യം, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു എന്നുള്ളതാണ് ബൈബിളിന്റെ അകത്ത് പൗലോസ് അപ്പോസ്തലൻ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് സുവിശേഷം. ആ സുവിശേഷത്തിന് വിപരീതമായിട്ട് യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടില്ല, മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു വരുന്ന ഏതൊരാളാണെങ്കിലും, സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്നാൽ അവൻ ശപിക്കപ്പെട്ടവനാണോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉപദേശവുമായിട്ട് വന്ന ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ശപിക്കപ്പെട്ടവനാണോ ഇല്ലയോ എന്നാണ് എന്റെ ചോദ്യം. അതിന്റെ മറുപടി ഞാൻ പറയും. അജീഷ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞോ? പറയാം. ദൈവസഭയ്ക്കകത്ത് ഉള്ള ഉപദേശവും സുവിശേഷത്തിന് ഒരു വ്യത്യാസമുണ്ട്. അത് പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കും ഫെയിലാകുന്നുണ്ട്. സഭയ്ക്ക് പുറത്ത് സുവിശേഷവും സഭയ്ക്കകത്ത് ഉപദേശവും പറയും.
നമ്മൾ പബ്ലിക്കിൽ പ്രസംഗിക്കുമ്പോൾ നമ്മൾ ഡോക്ടറിൻസ് പറയാറില്ല. നമ്മൾ പബ്ലിക്കിൽ ഡോക്ടറിൻസ് വളരെ ലിമിറ്റഡ് ആയിട്ട് പറയുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ വ്യക്തിക്ക് ഗ്രഹിക്കാവുന്ന, സാധാരണ വ്യക്തിക്ക് മനസ്സിലാകാവുന്ന, അവൻ എളുപ്പം ഗ്രഹിക്കാവുന്ന സുവിശേഷത്തിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസും എല്ലാവരും അങ്ങനെ സുവിശേഷം പ്രസംഗിക്കുന്നത്. എന്നാൽ ഒരു വ്യക്തി കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച സഭയ്ക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ അവനോട് ഉപദേശത്തിൻ്റെ കാര്യം പറയും. അവിടെ സഭയ്ക്കുള്ളിൽ ഉപദേശം പ്രസംഗിക്കുമ്പോൾ ഈ പഠിപ്പിച്ച ഉപദേശത്തിന് വിരുദ്ധമായി സഭയ്ക്കകത്തൊരു ഉപദേശം പറയുന്നവൻ ശപിക്കപ്പെട്ടവൻ. മറിച്ച് സഭയ്ക്ക് സുവിശേഷത്തിന് പുറത്ത് നിൽക്കുന്ന ആളുകൾ എങ്ങനെയായാലും ദൈവവചനത്തിൽ വിശ്വസിക്കാത്ത എല്ലാ ആളുകളും അവർ ന്യായവിധിക്ക് സഭയ്ക്ക് മുമ്പാകെ പോകും. തീർച്ചയായിട്ടും ഒരു ശാപത്തിന് കീഴിൽ അവർ വസിക്കുന്നത്. അത് ലോകത്തിലുള്ള സകല മനുഷ്യരും ശാപത്തിന് കീഴിൽ വസിക്കുന്നത്. പക്ഷേ ഞാൻ പബ്ലിക്കിൽ പറയട്ടെ, അജീഷ് ഇടയ്ക്കരുത്, ഞാൻ പബ്ലിക്കിൽ സുവിശേഷം പറയുമ്പോൾ കാണുന്നില്ലടാ നീ സുവിശേഷം വിശ്വസിച്ചുകൊണ്ട് നീ ശപിക്കപ്പെട്ടവനാ. ഒരു ഹിന്ദുവിനെ കാണുമ്പോഴത്തേക്ക് നീ സുവിശേഷം വിശ്വസിച്ചുകൊണ്ട് നീ ശപിക്കപ്പെട്ടവനാ. ഒരു മുസൽമാനെ കാണുമ്പോൾ നീ സുവിശേഷം വിശ്വസിച്ചുകൊണ്ട് നീ ശപിക്കപ്പെട്ടവനാ. ഒരു ബുദ്ധമതക്കാരനെ കാണുന്നു നീ ഇങ്ങനല്ല സുവിശേഷം പറയുന്നത്. ഇതാണ് കോമൺ സെൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പലർക്കും ഇല്ല എന്നുള്ളതാണ് നിങ്ങളുടെ കുഴപ്പം. സുവിശേഷം പലർക്കും ഞാൻ പറയട്ടെ ധൃതി പിടിക്കാന്ന് ഞാൻ പറയട്ടെ. ഈ പുള്ളി എന്താ പറയണത് ഒന്നും മനസ്സിലാവുന്നില്ല. അത് താങ്കളുടെ കുഴപ്പമാണ്. ഞങ്ങൾ ആരെങ്കിലും പോയിട്ട് അല്ല അദ്ദേഹം പറയട്ടെ. എനിക്ക് മറുപടി ചോദ്യമുണ്ട്. അദ്ദേഹം പറയട്ടെ. പറയൂ റെജി ഓക്കെ ഞാൻ പറയട്ടെ. അല്ല, പലരെയും നമ്മൾ താഴോട്ടിട്ടു. ജനറൽ പറഞ്ഞ ഞാൻ താഴോട്ടിട്ടു. അതിനെ പുള്ളിക്ക് അയ്യോ എന്റെ പൊന്നെ അങ്ങനെ ചെയ്യാതെ. ഇനി ഞാൻ ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇവരൊക്കെ താഴെ ഇടാതെ പ്ലീസ്. ഞാൻ പറയട്ടെ പറഞ്ഞോട്ടെ. അതുകൊണ്ട് നമ്മൾ സുവിശേഷം പബ്ലിക്കിൽ പറയുമ്പോൾ നമ്മൾ ആളുകളെ മുറിവേൽപ്പിക്കാതെ, പരമാവധി ആൾ വേദനിപ്പിക്കാതെ, എന്നാൽ പറയേണ്ട കാര്യങ്ങളെ പറയാനും അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഒരു പരിജ്ഞാനമുണ്ട്. ആ പരിജ്ഞാനത്താൽ നമ്മൾ സുവിശേഷം പറയും. അതുപോലെ ഇപ്പം നമ്മൾ ട്രാക്റ്റുകൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ട്രാക്റ്റ് എഴുതുന്ന ഉടനെ സകല ആളുകളും നീ എല്ലാം നരകത്തിലേക്ക് പോകും, അല്ലെങ്കിൽ നിൻ്റെ അവസ്ഥ ഭയങ്കര കഷ്ടമായിരിക്കും. നമ്മളൊരു നെഗറ്റീവ് ഗോസ്പൽ നമ്മൾ പുറത്ത് പറയാറില്ല. വിശേഷിച്ച് സുവിശേഷത്തെക്കുറിച്ച് അറിവില്ലാത്ത ആളുകൾക്കിടയ്ക്ക് നമ്മൾ പോകുമ്പോൾ അത് പറയാറില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഇനി ലോകത്തിലെ സകല മനുഷ്യരും ദൈവവചനം വിശ്വസിക്കാത്ത ആളുകളൊക്കെയും ശാപത്തിന് കീഴാണെങ്കിലും അല്ലെങ്കിൽ അവർക്ക് ദൈവക്രോധം അവിടെ മുന്നിൽ വരുമെങ്കിലും അത് പറഞ്ഞുകൊണ്ടല്ല നമ്മൾ ആളുകളെ അപ്രോച്ച് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ കാര്യം. മറിച്ച് ചർച്ചിനുള്ളിൽ ഒരു വ്യക്തി വന്ന ശേഷം, സത്യസുവിശേഷം കേട്ട ശേഷം, അതുമാണ് അപ്പോസ്തലനായ പൗലോസ് ഞാൻ പഠിപ്പിച്ചതിന് വിരോധമായി നിങ്ങളുടെ അടുക്കൽ വന്ന് ഒരു സ്വർഗത്തിലെ ദൂതനാകട്ടെന്ന് പഠിപ്പിച്ചാലും അവൻ ശപിക്കപ്പെട്ടവൻ. അത് ആരോടാ പറയുന്നത്? ചർച്ചിനകത്ത് വരുന്ന വ്യക്തിയോട് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞിരിക്കും. ഇതാണ് സമയം പോകുന്നു. ഓക്കെ, ക്ലിയർ ആണ്. റജി ബ്രദർ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ബേസിക്കലി അവർ മുസ്ലിങ്ങളൊന്നും സ്വർഗത്തിൽ പോകത്തില്ല എന്നല്ലേ പറഞ്ഞു? അല്ല, അത് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായോ? അല്ല, ഞാൻ ചോദിച്ചത് അതല്ല. ഇനി പറഞ്ഞു എന്നുള്ളതല്ല ഞാൻ ചോദിച്ചത്. റെജി എന്ന് പറയുന്ന ആളിന്റെ ആ ഒരു ഇതെന്താണെന്നാണ് എന്റെ ചോദ്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അറിയിച്ചതിന് വിപരീതമായിട്ടുള്ളതല്ല, പഠിപ്പിച്ചതിന് ശരി, ഓക്കെ. അതിപ്പോ സഭയ്ക്കകത്തുള്ള ഒരു ഉപദേശം എന്ന് താങ്കൾ പറഞ്ഞു. അങ്ങനെയെങ്കിൽ സഭയ്ക്ക് പുറത്ത് ഈ ലോകത്തിൽ ആരെങ്കിലും യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടില്ല, മരിച്ചിട്ടില്ല എന്നുള്ളൊരു ഉപദേശമായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് പറയണം. മുസ്ലിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടല്ലോ. അവരുടെ തിയോളജിക്കൽ പൊസിഷനാണ്, ഫണ്ടമെന്റൽ തിയോളജിക്കൽ പൊസിഷൻ. അവരുടെ തിയോളജിക്കൽ പൊസിഷനകത്ത് യേശു ക്രിസ്തു ഉള്ളത് അവര് പറയുന്ന അവരുടെ യേശു ക്രിസ്തു എന്നല്ല, അവർ വേറെ ആളാണ്. എനിക്കത് വലുതായിട്ട് അവരുടെ ഫണ്ടമെന്റൽ തിയോളജിക്കകത്ത് ഈസാ നബിയുടെ കാര്യം പറഞ്ഞിട്ട്, പക്ഷെ അവർ പറയുന്നത് യേശു ക്രിസ്തു മരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ആൾക്കാരിൽ കൺഫ്യൂഷൻ സൃഷ്ടിക്കുകയാണ്. അവർ ഈസാ നബിയുടെ കാര്യം പറഞ്ഞോട്ടെ, വിഷയമില്ല. പക്ഷെ അവർ യേശു ക്രിസ്തുവിന്റെ കാര്യം പറയുമ്പോഴാണ് നമുക്ക് രക്ഷ വന്നിരിക്കുന്നത്. അവരെന്തെങ്കിലും വിശ്വസിക്കട്ടെന്ന്. ഞാൻ ഒരു വേറെ ഇതര മതസ്ഥന്റെ വിശ്വാസത്തെക്കുറിച്ച് ഞാൻ ലീസ് ബോധട്ട്. അവർ വിശ്വസിക്കട്ടെ, അത് അവർക്ക് സ്വാതന്ത്ര്യമില്ലെന്ന്. ഇന്ത്യൻ ഭരണഘടന, ഞാൻ പറയും, ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ എല്ലാ പൗരനും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ടെന്ന്. അവർ വിശ്വസിക്കട്ടെ. ഞാൻ വേറെ മനുഷ്യന്റെ വിശ്വാസത്തെ കയറി ഞാൻ അടിക്കാനോ അല്ലെന്നേ പറയട്ടെ. അവര് വേറെ മനുഷ്യന്റെ അല്ലെന്നേ, ക്രിസ്ത്യാനികളുടെ കാര്യം അവർ പറയുന്നത്. യവനൊന്നും മിണ്ടാതിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോയിന്റ് പിടികിട്ടിയോ? എനിക്ക് പോയിന്റ് പിടികിട്ടി. ഞാനത് പറയട്ടെ. ഞാനത് പറയട്ടെ. നിങ്ങൾ ശാന്തമായിരിക്കും. ഞാനത് പറയട്ടെ. ഞാൻ ഈ പറഞ്ഞതിന്റെ കാരണം, നമ്മൾ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന കാര്യം പറയാ. വേറെ വ്യക്തി എന്തും വിശ്വസിക്കട്ടെന്നേ. പിന്നെ നമ്മൾ കറക്റ്റ് ചെയ്യണ്ടെന്നാണ് പറയുന്നത്. പറയട്ടെ. ഇത് നിങ്ങളൊന്ന് കിടക്കാതെ
മറിച്ച് ഞാൻ വിശ്വസിക്കുന്ന കാര്യത്തിന്മേൽ ഒരു ചോദ്യം എന്നോട് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വിശ്വാസത്തെ പറഞ്ഞ് സ്ഥാപിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് ഞാൻ പറഞ്ഞിരിക്കും, എൻ്റെ വിശ്വാസം ചോദിച്ചാൽ. മറിച്ച് വേറൊരു വ്യക്തിയുടെ വിശ്വാസത്തിനകത്ത് ഞാൻ കയറി കൈയടത്താൻ പോലും. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന കാര്യം പറയുമ്പോൾ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ട തക്കതായ എക്സ്പ്ലനേഷൻ ഉണ്ട്, അത് ഞാൻ കൊടുത്തിരിക്കും. റജി ബ്രദറെ, ഞാൻ പറഞ്ഞ പോയിന്റ് അജീഷ് വേറെ ഒരു സെക്കൻഡ് റജി ബ്രദറെ, ഇവിടെ റജി ബ്രദർ പറഞ്ഞത് വേറൊരു വിശ്വാസിയുടെ കാര്യത്തിൽ കൈകടത്തണ്ട. ഓക്കെ, ഇവർ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഈസാ നബി എന്നുള്ള കാര്യത്തെ എടുത്തു വെച്ചുകൊണ്ട് നമ്മുടെ ബൈബിളിനകത്തുള്ള യേശുക്രിസ്തുവാണ് അതെന്ന് വരുത്തി തീർത്തുകൊണ്ട് ആ യേശുക്രിസ്തു കുരിശിൽ മരിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അത് പർട്ടിക്കുലർലി ബേസിക്കലി വരുന്നത് എൻ്റെ ബൈബിളിനെ ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ അത് ഈസാ നബി അല്ലാതെയും ഈസാ നബി ഇങ്ങനെയുള്ള വ്യക്തിയാണെന്നും ഈസാ നബിയെ പഠിപ്പിച്ച വ്യക്തി മുഹമ്മദ് ആണെന്നും മുഹമ്മദ് ഇങ്ങനെയുള്ള വ്യക്തിയാണെന്നും അവരുടെ ഖുറാനും ഹദീസും വെച്ചുകൊണ്ട് അതല്ല ബൈബിൾ പഠിപ്പിക്കുന്നതെന്നും ബൈബിളിൽ പഠിപ്പിക്കുന്നതാണ്ട് ഇവർ ഈ പറയുന്ന സാധനങ്ങളല്ല എന്നും പറയുന്നതിനകത്ത് എന്താ തെറ്റ്? പറഞ്ഞു പറഞ്ഞു. ദൈവവചനം സംസാരിക്കുന്നതിന്റെ മാതൃകയാണ് അപ്പോസ്തലപ്പെടുത്തി 17-ാം അധ്യായത്തിൽ അരയോപെക്കുന്ന അപ്പോസ്തലൻ പൗലോസ് എടുക്കുന്ന മാതൃക. മനസ്സിലായോ? നമ്മൾ സുവിശേഷം പറയുമ്പോൾ സുവിശേഷത്തെ പ്രതി ഒരു സംവാദമുണ്ടായാൽ, ഒരു വാദമുണ്ടായാൽ, വിശേഷിച്ച് ആ വ്യക്തി ഒരു ദൈവവിശ്വാസി അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്ത്യാനി അല്ല എങ്കിൽ ആ വ്യക്തിയോട് സൗമ്യതരാത്മാവിൽ പറയണം. അത് എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, പക്ഷെ പറയുന്ന ഒരു സൗമ്യതരാത്മാവ് ഉണ്ടായിരിക്കണം. അതിൽ പരിഹാസം ഉണ്ടാകാൻ പാടില്ല. ഇപ്പം ഞാൻ പറഞ്ഞ് തികയ്ക്കാൻ സമ്മതിക്കുന്നത് ഇടയ്ക്ക് കയറുന്നത്. ഓക്കെ, അതിൽ പരിഹാസം ഉണ്ടാകാൻ പാടില്ല. അതൊരു കമ്മ്യൂണിറ്റി ആക്ഷേപിക്കാൻ പാടില്ല. അതിനകത്ത് റാസിസം കുത്തിക്കയറ്റാൻ പാടില്ല. അതിനകത്ത് വർഗീയത വരാൻ പാടില്ല. ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തമായി ബ്രാൻഡ് ചെയ്യാൻ പാടില്ല. ഇത് ചെയ്യാതെ ജനാധിപത്യ മര്യാദയോടെ സുവിശേഷം മാന്യമായി പറയാനുള്ള വഴികളുണ്ടെന്ന് അത് അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരെ നമ്മളങ്ങനെ പറയുന്നുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുമുണ്ട്. ഞാൻ സുവിശേഷം പറയാറുണ്ട്. ഞാൻ സുവിശേഷം പറയുന്നിടത്ത് കയറി ആരും എൻ്റെ ചേട്ടത്തടിക്കുന്ന രീതിയിലൊന്നും ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ടില്ല. വളരെ താഴ്മയോടെ സൗമ്യതയോടെ പറഞ്ഞില്ല. ആ സൗമ്യത ആത്മാവിൽ പറയുന്നതിൽ ഒരു തെറ്റുമില്ലെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ക്രൂസിന്റെ വചനം കർത്താവായ യേശു അല്ല, അതല്ല എന്റെ ചോദ്യം. എന്റെ ചോദ്യത്തിനുള്ള ഉത്തരമല്ല റജി ബ്രദർ പറയുന്നത്. റജി ബ്രദർ വേറെന്തോ പറയുന്നു. ഞാൻ അതുകൊണ്ട് ഇടയ്ക്ക് കയറേണ്ടി വരുന്നത്. ഞാൻ ചോദിച്ചത് അവർ ഈസാ നബി എടുത്തു വെച്ചിട്ട് ഈസാ നബി എന്നുള്ള കാര്യം പറയുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല, അവർ പറഞ്ഞോട്ടെ. പക്ഷെ അവർ ഈസാ നബി ക്രൂശിക്കപ്പെട്ടിട്ടില്ല എന്ന് അവർ തുടങ്ങിയിട്ടിട്ട് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടില്ല. ഇത് രണ്ടും ഒന്നാണ്. ഇത് പഠിപ്പിച്ചത് ആരാണ്? ഇത് മുഹമ്മദ് നബിയാണ്. ആ മുഹമ്മദ് നബി വളരെ നല്ലവനാണ്. ആ മുഹമ്മദ് നബി പഠിപ്പിച്ച യേശു ക്രിസ്തുവിനെയാണ്. ആ യേശു ക്രിസ്തു എന്ന് പറയുന്നത് ബൈബിളിലെ യഹോവയാണ്. യേശുക്രിസ്തുവിന്റെ പിതാവ് എന്ന് പറഞ്ഞ അല്ലെ അവിടെ പറയുന്ന അള്ളാഹ് ബൈബിളിലെ യഹോവയാണ്. ഇതെല്ലാം ഇന്റർലിങ്ക് ചെയ്ത് ബൈബിളിലോട്ട് കൊണ്ടുവരുമ്പോൾ നമ്മൾ തിരിച്ചു പറഞ്ഞു കൊടുക്കുകയാണ്, അവർ പറഞ്ഞ ഈ സാധനം മക്കളെ തെറ്റാണ്. അവർ പഠിപ്പിച്ച മുഹമ്മദ് നബി എന്ന് പറയുന്നത് ഇങ്ങനത്തെ വ്യക്തിയാണ്. അവർ പഠിപ്പിച്ച ഈസാ നബി എന്ന് പറയുന്നത് ഇങ്ങനത്തെ വ്യക്തിയാണ്. അത് ബൈബിളിലുള്ള യേശുക്രിസ്തു അല്ല. ബൈബിളിലുള്ള യേശുക്രിസ്തു ഇങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ബൈബിളിലുള്ള ദൈവത്തിന്റെ കാഴ്ചപ്പാട് എന്താണ്? ബൈബിളിലെ സ്വർഗം നരകം എന്താണ്? ഇസ്ലാമിലെ സ്വർഗം നരകം അവിടെ പഠിപ്പിക്കുന്നത് പോലെ അല്ല നമ്മുടേത് എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുന്നതിനകത്ത് എന്താ തെറ്റെന്നാണ് എൻ്റെ ചോദ്യം. ഒരു തെറ്റുമില്ല. ദൈവവചനപ്രകാരം കൃത്യമായി പറയണം. ഞാൻ മുമ്പേ അതിന് മറുപടി പറഞ്ഞു. വചനപ്രകാരം എല്ലാം കൃത്യമായി പറയാം. പക്ഷെ ഒരു കണ്ടീഷൻ മാത്രം. ഒരു സമൂഹത്തെയോ ഒരു കമ്മ്യൂണിറ്റിയോ അവരെ അവഹേളിക്കാനോ അവർക്കെതിരെ വർഗീയമായ വാക്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ വയ്ക്കുവാനോ അവരെ മൊത്തമായി നിങ്ങളെ ടെററിസ്റ്റുകളാണെന്ന് അവരെക്കുറിച്ച് പറയുന്നതോ അല്ലെങ്കിൽ അവരെ ഇകഴ്ത്തുന്ന രീതിയിൽ സമൂഹമായുള്ള ആക്ഷേപങ്ങൾ മാറ്റിവെച്ചിട്ട് ദൈവവചനം അനുവദിക്കുന്ന സൗമ്യതയും താഴ്മയുടെ സ്പിരിറ്റിൽ എന്തും പറയാം എന്നുള്ളതാണ്. അത് തന്നെ എൻ്റെ അടുത്ത പോയിന്റ്. അതായത് അവരുടെ കാഴ്ചപ്പാടിൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അവർ പറയുന്നത് ഇതാണ് ശരി, ഇത് ഇങ്ങനെ വേണം നമ്മളൊക്കെ ജീവിക്കാൻ, അവർ പറയുന്ന പോലെയാണ് ജീവിക്കാൻ, അവർ പറയുന്ന പോലെ ചെയ്യണം, അവരുടെ പുസ്തകം പറയുന്ന പോലെ ചെയ്യണം. അവരുടെ പുസ്തകം പറയുന്നത് അടുത്തുള്ളവനെ ഇങ്ങനെ ചെയ്യണം, കഴുത്തിറക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു. മക്കളെ, നിങ്ങൾ അങ്ങനല്ല ചെയ്യേണ്ടത്. നിങ്ങൾ യേശുക്രിസ്തു പഠിപ്പിച്ച എന്താണ് ആ രീതിയിൽ വരണം. അതുകൊണ്ട് അവരുടെ പുസ്തകം പറയുന്ന കൂട്ടുകാരനെ കണ്ടാൽ അവനെ അപ്പുറത്തോട്ട് തള്ളി മാറ്റണം, അല്ലെങ്കിൽ ഇത്ര പ്രായം കുറഞ്ഞ ആളെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാം എന്നുള്ള മാതൃക, ഇതെല്ലാം തെറ്റാണ്, അത് തെറ്റാണ്, അങ്ങനെയല്ല ബൈബിൾ പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ പറയുമ്പോൾ തെറ്റുണ്ടോ? അതിനകത്ത് എവിടെ ഇകഴ്ത്തൽ വരുന്നത്? അവിടെ എവിടെ പരിഹാസം വരുന്നത്? പുസ്തകത്തിനകത്തുള്ള കാര്യമല്ലോ. ഒന്നും ഉണ്ടായിരിക്കും. അവനെ മറ്റുള്ളവന്റെ കഴുത്തിറക്കാനൊക്കെ എനിക്ക് അറിഞ്ഞൂടെ അങ്ങനെ പറയുന്നത്. അത് ഏതെങ്കിലും ഇസ്ലാമിക പണ്ഡിതന്മാർ താഴെ ഉണ്ടെങ്കിലും അതിന് ഉത്തരം റജി ബ്രദർ തന്നെ തുടക്കത്തിൽ പറഞ്ഞു. അത് അറിയില്ല, അത് പ്രശ്നമാണ്. പക്ഷെ അറിയാവുന്നവർ പറയുമ്പോൾ അതിനെ എന്തിനാ തെറ്റെന്ന് പറയുന്നത്? ഞാൻ പറയാൻ അറിയത്തില്ല. എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനൊന്ന് പറയുന്ന കേൾക്കവനെ. ഞാൻ പറഞ്ഞത് ഒരു വ്യക്തി എന്തും വിശ്വസിക്കട്ടെന്ന്. ഇനി അവരങ്ങ് വിശ്വസിക്കുക. ഒരു വ്യക്തി വിശ്വസിക്കുകയാണ് ആ കാണുന്ന സാധനം വേണ്ട വേറെ ഏതാണ്. ഇതിപ്പം ഭൂമി ഒരാൾ വിശ്വസിക്കുകയാണ് ഇത് ഈ പ്ലാനറ്റ് അല്ല, അത് വേറെ ഏതാണ്ട് പ്ലാനറ്റാണ്. അല്ലെങ്കിൽ സൂര്യൻ ആകാശത്തില്ലെന്ന് ഒരാളും വിശ്വസിക്കുക. ഒരു വ്യക്തി വിശ്വസിക്കുകയാണെങ്കിൽ
അത് വിശ്വാസമല്ല, അത് കറക്റ്റായിട്ട് തെളിവുണ്ട്. അതുകൊണ്ട് താങ്കൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ കൂടെ വാ, എന്റെ ബ്രദർ അതെ പിടിക്കരുത്. നമുക്ക് ക്ലിയർ ആണ് ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. സമയമില്ല. ആവശ്യമില്ലാത്ത കാര്യത്തിന് അതും കയറി കോർക്കരുത് ബ്രദറെ. ചുമ്മാ ഇരിക്കും. ആരാണ് ബ്രദർ അതേ പറഞ്ഞ കോർക്കാൻ പറ്റുന്ന അത് വിട. അടുത്തൊരു ക്വസ്റ്റ്യൻ, പ്രേക്ഷക ക്വസ്റ്റ്യൻ. ഇത് പറയട്ടെ ഇതൊന്ന് തീർക്കട്ടെ, ഇത് ക്ലിയർ ചെയ്യട്ടെ. ഒരു വ്യക്തി എന്തും വേണമെങ്കിലും വിശ്വസിക്കട്ടെ, അത് വേറൊരു വിഷയം. പക്ഷേ ആ വ്യക്തിയോട് ദൈവവചനം അനുവദിക്കുന്ന സൗമ്യതയുടെയും താഴ്മയുടെ ആത്മാവിൽ സംസാരിച്ചു കൊള്ളുക. ഫുൾ ഫ്രീഡത്തോടെ സംസാരിക്കുക. ഒറ്റ കാര്യം മാത്രം, അവരുടെ കമ്മ്യൂണിറ്റിയോ അവരുടെ സമൂഹത്തെയോ ബ്രാൻഡ് ചെയ്യാനോ അവരെ ഇകഴ്ത്താനോ അവരെ സാമൂഹ്യമായി നിന്ദിക്കാനോ അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതറൈസ് അലിയനൈസേഷൻ്റെ അല്ലെങ്കിൽ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ പാർട്ടായിട്ട് അവരുടെ കമ്മ്യൂണിറ്റിയെ അവഹേളിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിക്കാൻ പാടില്ല. സുവിശേഷം അനുവദിക്കുന്ന എന്തും സംസാരിച്ചു കൊള്ളുക. അതിന് റജി ബ്രദറെ, ഇത് നമ്മൾ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ കമ്മ്യൂണിറ്റിയിൽ ഉള്ളവർ അവർ പാലിക്കേണ്ടത് ഇങ്ങനെയാണ്. അവരുടെ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞുതരാം. ഒരു മിനിറ്റ്, എനിക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ അവസരം തരണം പ്ലീസ്. മനസ്സിലാക്കി ഇപ്പൊ കേരള. റജി ബ്രദറെ ഒരു മിനിറ്റ് വെയിറ്റ്. ഒരു മിനിറ്റ് എനിക്കുള്ള സമയം തരും പ്ലീസ്. എനിക്കൊന്ന് സമയം തരൂ. അപ്പം ഞാൻ റജി ബ്രദർ ഒന്ന് മ്യൂട്ട് ചെയ്തേ ഒക്കെ വരുന്നു. ജയ്സ് ബ്രദർ ഒന്ന് മ്യൂട്ട് ചെയ്തേ. നിങ്ങൾ ഈ സംസാരിക്കുമ്പോൾ മൈക്ക് തുറന്ന് വെച്ചേക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ട്. ജയ്സ് ബ്രദർ ഒന്ന് മ്യൂട്ട് ചെയ്തേ. ഓക്കെ, ഇവിടെ റജി ബ്രദർ പറഞ്ഞത് അവർ ഐസൊലേറ്റ് ചെയ്യും. അല്ല റജി ബ്രദറെ, അവരുടെ പുസ്തകത്തിനകത്ത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അത് നമ്മൾ ചെയ്യരുത്, അത് നമുക്ക് അപകടമാണ് എന്നുള്ളത് നമ്മൾ തുറന്നു കാണിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നമുക്ക് അപകടമാണ് എന്ന് നമ്മൾ തുറന്നു കാണിക്കണം. നമുക്കൊരു സോഷ്യൽ എന്താ പറയുക, നമുക്കൊരു അവയർനെസ് കൊടുക്കുന്നത് ബൈബിൾ പ്രകാരം തെറ്റാണ്. നമ്മളൊരു കാര്യത്തെ തുറന്നു കാണിക്കുന്നത് കമ്മിറ്റ്മെന്റ് നമുക്കില്ലേ? ആ കമ്മിറ്റ്മെന്റ് നമുക്ക് ആ കമ്മിറ്റ്മെന്റ് ഇല്ലേ? ഇന്നതുപോലെ അപകടം വരുന്നുണ്ട്, മക്കളെ സൂക്ഷിക്കാന്ന് പറയാനായിട്ടൊരു കമ്മിറ്റ്മെന്റ് നമുക്കില്ലേ? സംസാരിക്കുമ്പോൾ അവനവൻ നിൽക്കുന്ന പുസ്തകത്തെ ബേസ് ചെയ്ത് സംസാരിക്കുക. വേറൊരുവന്റെ പുസ്തകത്തെ എടുക്കാൻ പോകരുത്. അതിപ്പോ എനിക്കൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇല്ലേ റജി ബ്രദറെ? ബിബ്ലിക്കലി ഞാൻ ഗോസ്പലിൽ മാത്രം പറഞ്ഞാൽ മതിയല്ലോ? എനിക്ക് ക്രിട്ടിസൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലേ? നിങ്ങൾ മതവിമർശനം നടത്തിക്കോളൂ, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ഞാൻ എബന്റെ സ്വാതന്ത്ര്യത്തിന്റെ മേൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യത്തിന് മേൽ ഞാൻ ഒന്നും കൈവയ്ക്കുന്നില്ല. നിങ്ങൾക്ക് വിമർശിച്ചോളൂ, എനിക്കത് വിഷയമല്ല. ഞാൻ പറയുന്നത് ഭരണഘടനാ പ്രകാരം എന്നുള്ളതല്ല, ഞാൻ പറയുന്നത് ദൈവവചനം പറയുന്ന പ്രകാരം ഉള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. പറയട്ടെ ദൈവവചന പ്രകാരമുള്ള കാര്യം ഞാൻ പറയട്ടെ. ദൈവവചന പ്രകാരം സുവിശേഷം പറയുന്നതിനെ വ്യക്തമായ വേറെയാണ്. സുവിശേഷം എന്തിനാ ഇതിനകത്ത് കൂട്ടിക്കുഴക്കുന്നത്? ഈ പറയുന്ന സുവിശേഷം അല്ലല്ലോ, ഇത് സുവിശേഷമാണ്. എങ്ങനെയാ സുവിശേഷം എന്ന് പറഞ്ഞെന്തുവാ? നിങ്ങൾ പറഞ്ഞ കർത്താവിനെ കുറിച്ചും ദൈവത്തിന്റെ അത് സുവിശേഷം നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സുവിശേഷമാണോ? ഞാൻ സുവിശേഷം പറയുന്നത്, താങ്കൾ പറയുന്ന അല്ലെങ്കിൽ അത് താങ്കൾ കുഴപ്പം. ഞാൻ പറയുന്ന സുവിശേഷം അതിന്റെ വ്യത്യാസം അറിയാം. അദ്ദേഹത്തിന്റെ സുവിശേഷമാണ് പറയുന്നത്. നമുക്ക് ഇനി അതിന്റെ ആൻസർ കിട്ടത്തില്ല. ഒരു മിനിറ്റ് ഞാനൊരു കാര്യം ഞാൻ ഇത്ര നേരം എനിക്ക് ഇതിനോട് ചോദിക്കേണ്ടത്, ഇപ്പൊ റജി ബ്രദർ, ഇപ്പൊ ഞാനൊരു ഒരു സുവിശേഷകൻ, ഇവിടെ ഇരിക്കുന്നവര് എല്ലാവരും സുവിശേഷൻ ബ്രദർ എല്ലാവരും സുവിശേഷൻ. അപ്പൊ നമ്മുടെ ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു അവസരം പേഴ്സണലി ഇപ്പൊ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ എവിടെയായാലും ഒരാളെ കിട്ടിയാൽ അവനോട് എങ്ങനെയെങ്കിലും ഒരു സുവിശേഷം അറിയിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി തുറന്നു കിട്ടുക എന്നുള്ളതാണ്. അപ്പം റജി ബ്രദർ ഒരു ഉത്തരാഖണ്ഡ് പോലുള്ള ഒരു സ്ഥലത്ത് സുവിശേഷം പ്രവർത്തിക്കുമ്പോൾ എന്നെക്കാളും ഒരു 100 മടങ്ങ് എരിവുള്ള വ്യക്തിയാണെന്നാണ് സ്വാഭാവികമായിട്ട് എന്നെ പോലെയും എന്റെ കൂടെ നിൽക്കുന്ന സഹോദരങ്ങളെല്ലാവരും വിചാരിക്കുക. അപ്പം എങ്ങനെ വിചാരിച്ചിരിക്കുന്ന നമ്മൾ അങ്ങേ കാണുന്ന രീതിയുണ്ട്. വീക്കായിട്ടുള്ള വിശ്വാസികൾ ഈ ക്ലബ് ഹൗസിനകത്തുണ്ട്. അപ്പൊ അവർക്ക് ഇസ്ലാം മതത്തെ സംബന്ധിച്ച് ഒരു പൊതുവിലൊരു ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പം റജി ബ്രദർ തന്നെ പറയുന്നുണ്ട് അവരെ കുറിച്ച് ആഴത്തിൽ അറിവില്ല എന്ന്. അപ്പം പ്രത്യേകിച്ച് IBT ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ ക്ലാസ്സുകൾ കേട്ടിട്ട് വരുന്ന ഒരു വിശ്വാസി അപ്പുറത്തോട്ട് പോകുമ്പോൾ റജി ബ്രദറിനെ പോലെ ഒരു സുവിശേഷകൻ അവർ പറയുന്ന യേശുക്രിസ്തുവിനെ പബ്ലിക്കിൽ ആക്ഷേപിക്കുന്നു, യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ, ഈവൻ യേശുക്രിസ്തു ഒരു ജഗത്ത് അടിച്ചാൽ മറുജഗത്ത് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞത് തന്നെ അത് വൃത്തികേടാണെന്ന്, ഈ കാലത്ത് നിലനിൽക്കുന്ന ധാർമ്മികത അല്ലെന്ന് പറയുന്നത്. ഇതെല്ലാം പറയുമ്പോൾ റജി ബ്രദറിനെ പോലെ ഒരാൾ മൗനമായിരിക്കുകയും അത് മാത്രമല്ല അങ്ങ് ഇത്രയും നാൾ അവിടെ ഇടപഴകിയിട്ട് ഒരാളടുത്ത് പോലും അങ്ങ് ഗോസ്പൽ പറയുന്നില്ല എന്നൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ പബ്ലിക്കിൽ അങ്ങ് ഗോസ്പൽ പറയാൻ ശ്രമിക്കുന്നില്ല എന്ന് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് എന്നെ പോലൊരു വ്യക്തിക്ക് തന്നെ എന്തുമാത്രം വിഷമം വരും. അങ്ങനെയാണെങ്കിൽ ഒരു വീക്കായിട്ടുള്ള വിശ്വാസി അങ്ങേ തെറ്റിദ്ധരിക്കില്ല. ഇപ്പൊ പൗലോസ് പറയുന്നുണ്ട്
എന്റെ സുഹൃത്തിന് സഹോദരന് മാംസം കഴിക്കുന്ന ഇടർച്ചയാണെങ്കിൽ ഞാനത് ഒഴിവാക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങേപ്പോലൊരു സുവിശേഷകൻ നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ഇത്തരം ഒരു ക്ലബിൽ വെറും ജഡീക ആസക്തിക്ക് വേണ്ടി പ്രാധാന്യം കൊടുക്കുന്ന ഒരു മതം പ്രചരിപ്പിക്കുന്ന ഒരു ക്ലബിൽ അങ്ങ് ഇത്രയും സമയം സ്പെൻഡ് ചെയ്യുകയും സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്ന സഹോദരങ്ങൾ ഇപ്പുറത്ത് സംസാരിക്കുമ്പോൾ അങ്ങ് അതിനെതിരായിട്ട് അവിടെ മറുപടികൾ ഞാനിപ്പോ നിർത്താം മറുപടികൾ കൊടുക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്കൊരു വിഷമം വരും. സുവിശേഷത്തിന്റെ ഭാഗമായിട്ട് സുവിശേഷം അറിയിക്കുകയും അതോടൊപ്പം തന്നെ അപ്പോളജിസ്റ്റിക് മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് ഈ പറഞ്ഞ പോലെ സമൂഹത്തിൽ സഭയ്ക്കെതിരായിട്ട് വരുന്ന കൂട്ടമായി വരുന്ന ആക്രമണങ്ങളെ, ഉപദേശപരമായ ആക്രമണങ്ങളെ പ്രത്യേകിച്ച് യേശുക്രിസ്തു ഉയർത്തിട്ടില്ലെന്നും യേശുക്രിസ്തുവിന്റെ സുവിശേഷം പാപമോചനത്തിന് ഉതകുന്നതല്ലെന്നും രക്ഷയ്ക്ക് ഉതകുന്നതല്ലെന്നൊക്കെ പൊതുവിലൊരു ചിത്രം വരുന്നുണ്ട്. അപ്പൊ ആ ചിത്രത്തിന് അപ്പോളജിസ്റ്റിക് മിനിസ്ട്രി ചെയ്യുന്നവർ പൊതുവിൽ അത് മറുപടി കൊടുത്തേ ഒക്കത്തുള്ളൂ. അപ്പം മറുപടി കൊടുക്കാൻ അവർ ഗ്രൗണ്ട് പോയിന്റ് അല്ലെങ്കിൽ കോമ്പസ് കുത്താൻ ഒരു ഇടം വേണം, ഒരു ഗ്രൗണ്ട്. ആ കോമ്പസ് കുത്താൻ അല്ലെങ്കിൽ ആ കുത്തുന്ന കോമ്പസ് ഈ പറഞ്ഞതുപോലെ ഇസ്ലാം മതക്കാർ അവർക്കെതിരായിട്ട് സംസാരിക്കുമ്പോൾ ആ മതത്തിൽ ഊന്നിക്കൊണ്ട് മാത്രമേ ഈ പറഞ്ഞ റേഡിയസിന് ചുറ്റും ഡയമീറ്റർ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ വരയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് വ്യക്തമായി വിളിച്ചു പറയേണ്ടി വരും. കോമ്പസ് കുത്തുമ്പോൾ ആ കുത്തുന്ന സ്ഥലത്ത് വേദന എടുക്കും. കാരണം കറക്റ്റ് റൗണ്ട് കിട്ടണമെങ്കിൽ കുത്തുന്ന കോമ്പസ് അനങ്ങാൻ പാടില്ല, അവിടെ തന്നെ കുത്തിപ്പിടിച്ച് വരയ്ക്കണം. നമ്മൾ ബലം കൊടുക്കേണ്ടി വരും, ഇരുത്തേണ്ടി വരും. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന റൗണ്ട് വരയ്ക്കുന്നതേ ഉള്ളൂ. അപ്പൊ അതിനെ എനിക്ക് തോന്നുന്നു നിങ്ങളെ അത് നോക്കിക്കാണുന്നത് വേറൊരു മൈൻഡ് സെറ്റ് ആയതുകൊണ്ടായിരിക്കും റജി ബ്രദർ ഇങ്ങനെ പറയുന്നത്. എന്തായാലും ശോഭിക്കരുത് റജി ബ്രദർ, നമുക്ക് സ്നേഹത്തിൽ സംസാരിക്കാം. എനിക്ക് എന്റെ ഈ ഒരു ചോദ്യത്തിന് അങ്ങ് മറുപടി പറയാൻ ശ്രമിക്കുക. എനിക്ക് തോന്നുന്നു എബൻ ബ്രദറും ഈ ഒരു കാര്യമാണ് പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങ് ഈ ഒരു വിഷയത്തിൽ സുവിശേഷം അറിയിക്കുക എന്നുള്ളൊരു വിഷയത്തിൽ അങ്ങ് ഊന്നൽ കൊടുക്കുന്നില്ല എന്നുള്ളൊരു പൊതുവിൽ നമുക്ക് എല്ലാവർക്കും ഒരു അങ്ങയോടൊരു എതിർപ്പുണ്ട്. ആ വിഷയത്തിനൂടെ ചേർത്ത് പറയും. പ്രിൻസ്, ഞാൻ പ്രിൻസിനോടൊന്ന് പറയട്ടെ. ഞാൻ സുവിശേഷം പറയുന്നില്ലെന്ന് ആരാ പ്രിൻസിനോട് പറഞ്ഞേ? ഒന്ന്, ഞാൻ ആരെയും ബോധ്യപ്പെടുത്തിയ ഒരു കാര്യം ചെയ്യുന്ന ഒരാളല്ല. എൻ്റെ കാര്യം എനിക്ക് എൻ്റെതായ ഒരു രീതിയുണ്ട്. അത് എനിക്ക് ബോധ്യമെന്ന് തോന്നിയാൽ ഞാനത് ചെയ്തിരിക്കും. ഞാൻ ഏത് ഗ്രൂപ്പിൽ ചെന്ന് എന്ത് പറഞ്ഞാലും ആ പറയുന്നതിൻ്റെ പുറകിൽ സുവിശേഷമല്ലാത്ത ചില കാര്യങ്ങൾ, ഞാൻ ഈ സയൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ പല ഗ്രൂപ്പുകൾ പോകാറുണ്ട്. വിശേഷയുക്തൻ ഇത് കേൾക്കണം, ക്ഷമയോടെ കേൾക്കണം. കാരണം ഇത്ര പ്രധാനപ്പെട്ട ചോദ്യമായതുകൊണ്ട് എന്നെ ഇടയ്ക്ക് ഇൻട്രപ്റ്റ് ചെയ്യരുത്. ഞാൻ യുക്തിവാദികൾ ഗ്രൂപ്പിൽ പോകാറുണ്ട്. ചില സമയത്ത് സയൻസ് വിഷയങ്ങൾ എനിക്ക് താല്പര്യമുള്ളതാണ്, എൻ്റെ ഫീൽഡ് അതായിരുന്നു നേരത്തെ, അതുകൊണ്ട് അത് പറയണ്ട. ആ സമയത്ത് പിന്നെ നമ്മൾ സുവിശേഷം ഇവിടെ പറയാനുള്ള സാഹചര്യം കാണില്ല. എങ്കിലും അതിനിടയ്ക്ക് പോലും ഒരിക്കൽ എബേജോനസിൻ്റെ വിഷയപ്രതിയുമായിട്ട് ഞാൻ പ്രൊഫസർ വെങ്കലാട്ട് ഉണ്ടല്ലോ, ഈ സാസ്കച്ചുവൻ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറുണ്ട്, അദ്ദേഹത്തിൻ്റെ ടീമുമായിട്ട് ഞാൻ 2 മണിക്കൂർ പണിക്കർ ബ്രദറിൻ്റെ റൂമിൽ ഡിബേറ്റ് നടന്നിട്ടുണ്ട്. എങ്കിലും അതിനകത്തുള്ളത് സുവിശേഷ പ്രതികളുടെ ചോദ്യങ്ങളാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഗ്രേസൽസിൽ പോലും പല സമയത്ത് പ്രതീഷ് വാമതരുമായിട്ടുള്ള ഡിബേറ്റിനകത്ത് നാച്ചുറലിസം വേഴ്സസ് തിയസം എന്നുള്ള ഡിബേറ്റിനകത്ത് ഞാനിവിടെ വന്ന് സംസാരിച്ചിട്ടുണ്ട്. ആ സമയത്ത് യബൻ അവിടെ മോഡായിരുന്നിട്ടുണ്ട് ഇല്ലേ. അതേസമയത്ത് JKV ബ്രദർ ഉണ്ടായിരുന്നു, ജസ്റ്റിൻ ഉണ്ടായിരുന്നു. ഞാൻ സംസാരിക്കാൻ വന്നിട്ടുണ്ട്. എത്രയോ വട്ടം പലപ്പോഴും റിലവൻസും തുടങ്ങിയുള്ള നിങ്ങളുടെ ക്ലബിനകത്ത് ഞാൻ വന്നിട്ടുണ്ട്, ഞാൻ വന്ന് സംസാരിച്ചിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ പോകുന്ന ഗ്രൂപ്പുകളിൽ ഒരിക്കൽ ബൈബിളിൻ്റെ ട്രാൻസ്ലേഷനെ കുറിച്ച്, ബൈബിളിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച്, ആരാണ് ക്രിസ്ത്യാനി എന്നുള്ള വിഷയത്തെക്കുറിച്ച്, അല്ലാതെ ഏതെല്ലാം വിഷയങ്ങളുണ്ടോ പറയേണ്ടിടത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ സാമൂഹ്യമായ വിഷയങ്ങളാണ്, സോഷ്യൽ വിഷയങ്ങൾ ഞാൻ സുവിശേഷം പറയാൻ ചാൻസ് വരത്തില്ല. പക്ഷേ അല്ലാത്ത സമയത്ത് പറയേണ്ടത് പറഞ്ഞിട്ടുണ്ട്. അതിലെനിക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട വിഷയമില്ല. അതുകൊണ്ട് സുവിശേഷം എനിക്ക് പറയേണ്ട രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു ക്ലബ്ബുണ്ട്. ആ ക്ലബിനകത്ത്, ക്ലബ്ബ് എന്ന് ഞാൻ പറയുന്നത് ക്ലബ് ഹൗസ് എന്ന് പറയുന്നത്, ക്ലബ് ഹൗസിലെ റൂമിനെയാണ് ഷോർട്ട് ഫോം ആയിട്ട് ക്ലബ്ബ് എന്ന് പറയുന്നത്. അവിടെ വരുന്നവരോട് അല്ലാതെ ഞങ്ങൾ സുവിശേഷം പറയാറുണ്ട്, പറയേണ്ട രീതിയിൽ പറയുന്നുണ്ട്. മാത്രമല്ല പലപ്പോഴും ദൈവവചനത്തെക്കുറിച്ച് ക്ലബ് ഹൗസിൽ പരക്കെയുള്ള തെറ്റിദ്ധാരണകൾ തിരുത്തുക എന്നുള്ള ഒരു ഭാരിച്ച ജോലിയുടെ ഉണ്ട്. അതോടൊപ്പം തന്നെയും ബൈബിളിൻ്റെ ക്രോഡീകരണം, ബൈബിളിൻ്റെ ചരിത്രം, ബൈബിൾ പരിഭാഷയുടെ ചരിത്രം, അതിൻ്റെ പ്രിസർവേഷൻ ഓഫ് സ്ക്രിപ്ചർ, അതിൻ്റെ മാനുസ്ക്രിപ്റ്റ് എവിഡൻസുകൾ തുടങ്ങിയുള്ള സകല വിഷയങ്ങളിൽ ക്ലബ് ഹൗസിൽ റെക്കോർഡായിട്ടുള്ള ചില ലെക്ചറുകൾ ഉണ്ടായിരിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളായിട്ട് ഞങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പല റൂമുകൾ ഇട്ടു. ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് സംഖ്യാപുസ്തകം 31-ാം അധ്യായത്തെക്കുറിച്ച് കുഞ്ഞുങ്ങളെ കൊന്നു എന്ന് പറഞ്ഞ് വളരെ ആക്ഷേപിച്ചു. അതുകൊണ്ട് ശിശുഹത്യ അതിലില്ല എന്നുള്ള വിഷയം തെളിയിക്കാൻ കൊണ്ട് ഞങ്ങൾ റൂം ഇട്ടിട്ടുണ്ട്. ഇതാണ് എനിക്ക് ഈ റൂട്ടിലാണ് ദൈവം തന്നിരിക്കുന്നത്. ആ ദൈവം തന്ന റൂട്ടിൽ കൂടെ ഞാൻ പോകുന്നുണ്ട്. ഇനി അതവിടെ നിൽക്കട്ടെ. ഇനി വേറൊരു ഭാഗം എന്ന് പറയുന്നത്, ഇവിടെ പല സമയത്ത് പലപ്പോഴും വന്ന പോസ്റ്റുകൾ ഞാനൊന്ന് വായിക്കും. ഞാനിതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു സ്ക്രീൻഷോട്ടാണ് 40 മണിക്കൂർ ഉദ്ധാരണ ശേഷിയുള്ള, ആരാന്ന് പറയാമല്ലോ, ആരാന്ന് കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. വേറൊന്ന് വായിക്കാം. കാമഭ്രാന്തനായിരിക്കുന്ന, ഇത് ഞാൻ എൻ്റെ ഡേറ്റ് വെച്ച് വേണമെങ്കിൽ ഞാൻ പറയാം. ഞാനതിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അറബി കല്യാണത്തിലൂടെ പാരമ്പര്യം ലഭിച്ച കേരളത്തിലെ ഇസ്ലാം, പിന്നെ മമ്മൂഞ്ഞിൻ്റെ ഇക്ലി ഹദീസുകൾ, പിന്നെ ഞാൻ വായിക്കാം. നിങ്ങളുടെ ആണെന്നും ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ ആണെന്നും പറഞ്ഞില്ല, നിങ്ങളുടെ ആണെന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ
ഇത് കേൾക്കണം. നിങ്ങൾ എന്നോട് ചോദിച്ചത് ഗുഹ്യഭാഗം സൂക്ഷിക്കുന്ന സ്വർഗം നേടുന്ന ഇതൊക്കെ സുവിശേഷമാണോ? ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ സുവിശേഷമാണെന്ന് എന്നെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾ പബ്ലിക്കിനെ ഒന്ന് ബോധ്യപ്പെടുത്തിട്ട് പറ. ഇതൊക്കെ സുവിശേഷമാണെന്ന് അവര് പറഞ്ഞു. ഇതൊന്നും സുവിശേഷകരല്ല. എന്നാ പറയട്ടെ, ഇത് സുവിശേഷമാണ്. റൂം ഇട്ടവര് പറഞ്ഞു. ആരെങ്കിലും ക്ലെയിം ചെയ്തോ? അവര് സുവിശേഷകരാന്ന് പറഞ്ഞായിരുന്നു. ഞാനൊന്ന് പറയട്ടെന്ന്, ഇങ്ങനെ ഞാനൊന്ന് പറയട്ടെ. ഞാൻ ഈ ടൈറ്റിൽ വായിച്ചെന്തോ അറിയും, ഒന്ന് കേൾക്കണം. ഞാൻ പറഞ്ഞ കേട്ട പറ്റൂ. എന്നെ മ്യൂട്ട് ചെയ്യരുത്. എന്റെ മറുപടി പറയാൻ തരും. ഞാൻ പറഞ്ഞത് നിങ്ങൾ ആരെങ്കിലും ഇട്ടോ എന്നുള്ളത് ഞാൻ പറഞ്ഞത്. പക്ഷെ പലപ്പോഴും ക്ലബ് ഹൗസിൽ ഇങ്ങനെയുള്ള പോസ്റ്റുകൾ വരുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ന്യായമായിട്ട് ദൈവവചന പ്രകാരം ഒരു സംവാദം നടക്കേണ്ട സ്പേസ് നിങ്ങൾ കൊട്ടിയടയ്ക്കണം. നിങ്ങളല്ല, ഈ ഇടുന്ന ആളുകൾ കൊട്ടിയടക്കുകയാണ്. പിന്നെ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ഈ ഡാമേജ് കൺട്രോളാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു സമൂഹത്തെ മുറിവേൽപ്പിച്ച് ആ സമൂഹത്തിൽ ഇങ്ങോട്ടും വരുന്നുണ്ട്, ഇങ്ങോട്ടും ആക്ഷേപമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, ഇങ്ങോട്ടും ആക്ഷേപിക്കുന്നുണ്ട്. അങ്ങനെ പരസ്പരം ആക്ഷേപത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെ ഒരു കടുത്ത അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്, ദൈവവചനം ഡീസൻ്റായിട്ട് പറയാൻ പോകുന്ന ആളുകൾക്കൊരു സ്പേസ് ഇല്ലാതെ വരുന്നു. അവർ ഈ വഴക്കിനകത്ത് പെട്ടുപോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നതാണ്, ആദ്യം ഈ തീ ഒന്ന് കെടുത്തി ഒന്ന് ശമിപ്പിച്ച് ശാന്തമാക്കാൻ വേണ്ടി ഡാമേജ് കൺട്രോളാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ട്. അതുകൊണ്ട് തന്നെ സുവിശേഷം പറയാൻ പലപ്പോഴും ഞങ്ങൾക്ക് സ്പേസ് ലഭിക്കാതെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ക്ലബ് ഹൗസിൽ വലിയൊരു പ്രശ്നമാണ്. വിശേഷിച്ച് ക്രൈസ്തവരെന്ന് പറയുന്ന പല ആളുകളും, അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് എന്ന പേര് വിളിക്കുന്ന നിങ്ങളാണെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ, നിങ്ങൾ ഇട്ടെന്ന് പറഞ്ഞില്ല. പക്ഷേ ഇങ്ങനെയുള്ള പോസ്റ്റുകൾ പലപ്പോഴും ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ആരാണ് റെസ്പോൺസിബിൾ? നിങ്ങളതിൻ്റെ റെസ്പോൺസിബിൾ ഏറ്റെടുത്തില്ലെങ്കിൽ എനിക്കറിഞ്ഞൂടാ, എനിക്കറിയത്തില്ല ആരാണെന്ന്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് നോക്കണം, ആരൊക്കെ അതിനകത്ത് മെമ്പറായിരുന്നു. പക്ഷേ ഇതിന്റെ പ്രശ്നം പറയട്ടെ, ഇതിന്റെ പ്രശ്നം കൊണ്ടാണ് ഇതിന്റെ പ്രശ്നം അല്ലല്ല അങ്ങനല്ല, ഇതിന്റെ പ്രശ്നം കൊണ്ടാണ് പലപ്പോഴും ഇവിടെ സുവിശേഷം പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നത്. ഞങ്ങൾ സുവിശേഷം അറിയിക്കുന്നത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ പ്രതിവാദം ചെയ്യുന്നവരില്ല. പിന്നെ അതിലേക്ക് പോകണ്ട. പറഞ്ഞ ക്ലിയർ ആണ്. അല്ലല്ല, ഞങ്ങള് പ്രതിവാദമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുവിശേഷം അറിയിക്കുകയാണെന്ന് നമ്മുടെ കാര്യമല്ല അതല്ല, വേറൊരു കാര്യമാണ്. ഇദ്ദേഹം പറഞ്ഞു മറ്റൊരാളുടെ വിശ്വാസത്തിലേക്ക് നമുക്ക് കടന്നു കയറുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അജീഷ്വറിന് റേഞ്ച് ഇല്ല. അജീഷ്വർ ആകെ പ്രശ്നത്തിലാണ്, റേഞ്ച് ഇല്ല. അജീഷ്വറെ നെറ്റ്വർക്ക് ഉള്ളിടത്ത് പോയി നിൽക്കും. ഞാൻ ഈ വായിച്ചു കേട്ട ടൈറ്റിലുകൾ ഒന്ന് പറഞ്ഞാൽ ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിക്കാൻ തീർച്ചയായിട്ടും യോജിച്ചല്ല. ഞാൻ സിമ്പിൾ ആണ്. റോഡ് സൈഡ് നമുക്ക് പല നാരങ്ങ വെള്ളം കിട്ടും, പക്ഷെ ലുല്ലുമാളിലെ സെവനെ പിന്നിപ്പിക്കാൻ പാടില്ല. ഇതുപോലത്തെ പലപ്പോഴും ആളുകൾ ഇട്ടിട്ടുണ്ടെന്നാ പറഞ്ഞത്. ആളുകൾ യോജിച്ചില്ല. അനില ചാനലിട്ട് പോവാം. റജി ബ്രദർ ഒന്ന് മ്യൂട്ട് ചെയ്ത്. റജി ബ്രദർ മ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഇവിടെ ഇപ്പൊ റജി പറഞ്ഞു, റജിയുടെ ബോധ്യം അനുസരിച്ച് റജി സംസാരിക്കുന്നു, പ്രവർത്തിക്കുന്നു എന്നൊക്കെ. ഓക്കെ, അതിൽ നമുക്ക് ആർക്കും ഒരു എതിർപ്പുമില്ല. റജിയുടെ ബോധ്യം അനുസരിച്ച് എന്തും ചെയ്യാം, എന്തും പ്രവർത്തിക്കാം. പക്ഷേ ഞങ്ങളുടെ ബോധ്യം അനുസരിച്ച് ഇവിടെ എന്തെങ്കിലും പറയുകയോ ചെയ്യുമ്പോൾ അതിന് റജി എന്തിനാണ് ഇടങ്കോലിടുന്നത്? റജിയുടെ ബോധ്യം അനുസരിച്ച് റജിക്ക് എന്തും പറയാൻ ചെയ്യാമെന്നുള്ള കാര്യം ഞങ്ങൾ അംഗീകരിച്ചു തരുന്നു. ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. അത് റജിയുടെ ബോധ്യം, റജിയുടെ സ്വാതന്ത്ര്യം, ഭരണഘടന ആ സ്വാതന്ത്ര്യം റജിക്ക് തരുന്നുണ്ട്, ചെയ്തോ, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ബോധ്യം അനുസരിച്ച് എന്തും ചെയ്യാനും പറയുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. ആ സ്വാതന്ത്ര്യം നിഷേധിക്കാൻ റജി എന്തിനാണ് വരുന്നത്? റജിക്ക് എവിടെ നിന്നാണ് അതിൻ്റെ ഉള്ള അധികാരം കിട്ടിയിരിക്കുന്നത്? റജി അല്ല, ഞാൻ പറഞ്ഞു കഴിയട്ടെ. റജി ഇത്ര നേരം സംസാരിച്ചപ്പോൾ ഞാൻ ഉണ്ടായിരുന്നല്ലോ. റജിക്കും കൂടി ബോധ്യപ്പെടുന്ന രീതിയിൽ വേണം ഞങ്ങൾ സംസാരിക്കാനെന്ന് പറഞ്ഞാൽ അത് നട്ടായി മടക്കി പോക്കറ്റിൽ വെച്ചിട്ട് പള്ളിയിൽ ചെന്ന് അവിടെ തുറന്നു വായിച്ചാൽ മതി. ഞങ്ങളുടെ അടുത്ത് അത് പറയാൻ നിൽക്കരുത്. പിന്നെ റജി ക്ലബ് ഹൗസിനകത്ത് സുവിശേഷം പറയുന്നത് ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ല. ഒറ്റയിടത്തും ഞാൻ കേട്ടിട്ടില്ല. ഞാൻ എൻ്റെ സെക്കൻഡ് ഏജിൽ വന്നിട്ട് ഞാൻ പലയിടത്തും വന്നിരുന്ന് നിങ്ങളുടെ സംഭാഷണം റെക്കോർഡ് ചെയ്ത് പോയിട്ടുള്ളതാണ്. ഒറ്റയിടത്തും ഞാൻ കേട്ടില്ല റജി സുവിശേഷം പറയുന്നത്. റജി സുവിശേഷം പറഞ്ഞിട്ടുണ്ട് എന്ന അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഇവിടെ ഒന്ന് പ്രതികരിക്കണം. ചാറ്റിൽ നിങ്ങൾ ഒന്ന് കമന്റ് ഇടണം. റജി സുവിശേഷം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള പറയുന്നത് അല്ല ഇനി അങ്ങനെയല്ല, പറഞ്ഞിട്ടില്ല. റജി സുവിശേഷം പറഞ്ഞിട്ടില്ല എന്നുള്ള അഭിപ്രായക്കാർ രണ്ടെന്നും കമന്റ് ഇടണം. ഒന്ന് അറിയാനാണ്. ഞാൻ കേട്ടിട്ടില്ല. കേട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്ര ഒന്ന്
എന്ന് എനിക്ക് അറിയണം, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഡാമേജ് കൺട്രോൾ നടത്താൻ വന്നെന്ന് പറഞ്ഞല്ലോ, ഡാമേജ് കൺട്രോൾ നടത്താൻ വന്ന റെജി എന്തെങ്കിലും മുസ്ലിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ ഈസാ നബിയെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നിടത്ത് നിങ്ങൾ ഈസാ നബി എന്ന് തന്നെ പറയണം, യേശു ക്രിസ്തു എന്ന് പറഞ്ഞ് അവരെ പ്രകോപിപ്പിക്കാൻ നിൽക്കരുതെന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഖുറാനിനകത്തുള്ള ഓരോ കഥാപാത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതേ പേരിൽ തന്നെയാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. അതാണ് അതിൻ്റെ ഒരു മാന്യത. നിങ്ങൾ വെറുതെ ബൈബിളിലെ കഥാപാത്രങ്ങളുടെ പേര് വെച്ച് നിങ്ങളത് സംസാരിച്ച് അവരെ പ്രകോപിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. റെജി എപ്പോഴും ഏകപക്ഷീയമായിട്ട് ഈ ക്രൈസ്തവരെ ഉപദേശിക്കാനേ വന്നിട്ടുള്ളൂ. അവിടെ ആ ജിഹാദികളുടെ റൂമിൽ കയറി ഇരുന്നിട്ട് അവരവിടെ ബൈബിളിനെ ആക്ഷേപിക്കുമ്പോൾ, റബേക്ക കല്യാണമൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഭയങ്കരമായ ആക്ഷേപം നടത്തിയ സമയത്തൊക്കെ റെജി വായടച്ച് മിണ്ടാതിരിക്കുകയേ ചെയ്തിട്ടുള്ളൂ. റെജി ഒറ്റൊരിക്കൽ പോലും ഡാമേജ് കൺട്രോളിന് വേണ്ടി അവരെടുത്ത് ഇടപെട്ടിട്ടില്ല. ഇടപെട്ടത് മുഴുവൻ ഞങ്ങൾക്കെതിരെയാണ്, ഞങ്ങൾക്ക് നേരെയാണ് റെജി വന്നിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ റെജി കുറേ ടൈറ്റിലുകൾ പറഞ്ഞു. ഇതാരും ഞങ്ങളുടെ ടൈറ്റിലുകളൊന്നുമല്ല, ഞങ്ങളെ മുമ്പ് ഞങ്ങളുണ്ടായിരുന്ന, ഇപ്പം ഇല്ലാതെ മുമ്പ് ഉണ്ടായിരുന്ന ഞങ്ങളുടെ കൂട്ടായ്മയുണ്ടല്ലോ ട്രൂത്ത് ഫൈറ്റേഴ്സ്, ആ ട്രൂത്ത് ഫൈറ്റേഴ്സിലാകട്ടെ അല്ലെങ്കിൽ ഞങ്ങളുടെ ക്രൈസ്തവ വിശ്വാസ പ്രതിരോധകരിലാകട്ടെ മഹനീമിലാകട്ടെ, ഇവിടെ ഒന്നും ഞങ്ങൾ ഈ ഞങ്ങളാരും ചെയ്തിട്ടില്ല. വേറെ ആരെങ്കിലും ചെയ്തെങ്കിൽ അത് അവരോട് പറയണം, അവരുമായിട്ട് നടത്തുന്ന ചർച്ചയിൽ അവിടെ ചെന്ന് പറയണം, ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഇങ്ങനെയുള്ള ഈ ക്യാപ്ഷൻസ് ഇട്ട ഈ സംഗതികൾ ഇത് കണ്ടിട്ടുള്ള റെജി കുറെ നേരമല്ല റേഡിയോ പോലെ റൂമിലേക്ക് ഓടണ സമയമായി തോന്നുന്നു. മഗ്ദലന മറിയത്തിന്റെ അടിവസ്ത്രമൂലിക യേശു എന്നൊക്കെ പറഞ്ഞുള്ള ക്യാപ്ഷൻ ഇട്ടിട്ട് റൂമുകൾ വന്നിട്ടുണ്ട്. അതൊന്നും റിജി കണ്ടിട്ടില്ല. അതുപോലെ വളരെ വൾഗാരിറ്റി നിറഞ്ഞ് യേശു ക്രിസ്തുവിനെ അധിക്ഷേപിക്കുന്ന വിധത്തിൽ, യേശു ക്രിസ്തുവിനെ അതുപോലെ അബ്രഹാമിനെ, ദാവീദിനെ, ഇതേപോലെ ബൈബിളിലെ പല കഥാപാത്രങ്ങളെയും വളരെ വൾഗറായിട്ട് അധിക്ഷേപിച്ചുകൊണ്ടുള്ള അത്തരം ടൈറ്റിലുകളുണ്ട്. ആ ടൈറ്റിലുകൾ ഒന്നും റെജി കണ്ടിട്ടില്ല. റെജി കാണാത്തത് കൊണ്ടാണ് അതൊന്നും ഇവിടെ പറയാഞ്ഞത്. റെജി കണ്ടിട്ടുള്ളത് എപ്പോഴും ഇവിടെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ആളുകൾ ഇട്ടിരിക്കുന്നത്, അവർ അങ്ങോട്ടിട്ട് അതെല്ലാം റെജി മൊത്തം അരിച്ചു പറക്കി നോക്കിയെടുത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ റെജി ബ്രദറെ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്തേ. ഒരു മിനിറ്റ് അനിലച്ച, ഞാൻ പറയാം പുള്ളിയോട് പറയാം. റെജി ബ്രദറെ ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്തേ. നമുക്ക് കൂളായിട്ട് ചർച്ച കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഒരാൾ സംസാരിക്കുമ്പോൾ, റെജി ബ്രദറെ സംസാരിക്കുമ്പോൾ അധികം ആൾക്കാർ കയറുന്നവർ ഞങ്ങൾ സൈലന്റ് ആക്കാറുണ്ട്. താങ്കൾ തിരിച്ച് അതേ മാന്യത ഞങ്ങളോട് തിരിച്ച് കാണിക്കണം. മോഡറേറ്റർ എന്നുള്ള എന്റെ എന്നാ മ്യൂട്ട് ചെയ്യൂ. താങ്കൾക്ക് ഞാൻ പറയുമ്പോൾ റെജി ബ്രദർ മൈക്ക് ഓപ്പൺ ചെയ്യും. ഞാൻ പറയുമ്പോൾ മൈക്ക് ഓപ്പൺ ചെയ്യും. അദ്ദേഹം കഴിയുമ്പോൾ ഞാൻ പറയും, അപ്പൊ റെജി ബ്രദർ ഓപ്പൺ ചെയ്യും. അനിലജ സംസാരിക്കാം. ഓക്കെ. അപ്പൊ ഇവിടുന്ന് ക്രൈസ്തവ പക്ഷത്തുള്ളവർ ഇത്തരം ടൈറ്റിലുകളിൽ റൂം ഇട്ടിരിക്കുന്നത് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പുറത്തുള്ളവന്മാർ ചൊറിഞ്ഞുകൊണ്ട് ഓരോരോ ടൈറ്റിലുകളിൽ റൂം ഇടുമ്പോൾ അതിന് കൗണ്ടറായിട്ടാണ് ക്രൈസ്തവ പക്ഷത്തു നിന്ന് റൂം വന്നിട്ടുള്ളത്. അല്ലാണ്ട് ക്രൈസ്തവ പക്ഷത്തു നിന്ന് ആദ്യം തന്നെ റൂം അങ്ങനെ വന്നത് ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. എപ്പോഴും ഒരു അബ്ദുൽ നാസർ മീനാർ എന്ന് പറയുന്ന ഒരുത്തനുണ്ട്, അവനാണ് ഇതിൽ വിഷം എന്ന് പറയുന്നത്. അവൻ എപ്പോഴും ഇതുപോലെ വളരെ വൾഗാരിറ്റി നിറഞ്ഞ ടൈറ്റിലുകളിലാണ് അവർ റൂം ഇടുക. പിന്നെ വേറെയും കുറേ എണ്ണമൊക്കെ ഉണ്ട്, പക്ഷേ ഇവനാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് നിന്ന് കണ്ടിട്ടുള്ളത്. ഇതിന് ബദലായിട്ടാണ് ഇവിടെ നിന്ന് ഞങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് തെളിവുകൾ വെച്ച് മറുപടി പറയാൻ ഞങ്ങൾ ചെയ്യാറുള്ളൂ. അവർക്ക് മറുപടി ഇവർക്ക് മറുപടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ റൂമിടുമ്പോൾ ഞങ്ങൾ അതിനുള്ള പ്രമാണത്തിൽ നിന്ന് ഞങ്ങൾ മറുപടി പറയും, തിരിച്ചങ്ങോട്ട് ചോദ്യം ചോദിക്കുക, അത് ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. പക്ഷേ അങ്ങനെ ഇല്ലാത്ത ആളുകൾ, ക്രൈസ്തവർ അത് കാണുന്ന പാടെ അവർ തിരിച്ച് അതിന് കൗണ്ടറായിട്ടാണ് ഇതിട്ടിരിക്കുന്നത്. ഇവിടെ ഈ കൗണ്ടറായി ഇട്ട കാര്യത്തെക്കുറിച്ച് മാത്രമേ റെജി പറയുന്നുള്ളൂ, പ്രതിപ്രവർത്തനത്തെക്കുറിച്ചേ പറയുന്നുള്ളൂ. ആദ്യം വന്ന പ്രവർത്തനത്തെ പറ്റി മിണ്ടുന്നില്ല. റെജി അത് മനസ്സിലാക്കണം. ഏതൊരു പ്രവർത്തനത്തിനും തിരിച്ചൊരു പ്രതിപ്രവർത്തനം വരും, അത് മനസ്സിലാക്കുക. അപ്പോൾ ഈ പ്രതിപ്രവർത്തനത്തിനെ കുറ്റം പറയാൻ നിൽക്കാതെ റെജി ആദ്യം പറയേണ്ടത് അവരെടുത്തി എന്ന് പറയണം, നിങ്ങൾ ഇങ്ങനെയുള്ള റൂമുകൾ ഇട്ട് തിരിച്ച് റെജി നടങ്ങ് റെജി റെജി ഇത്ര നേരം പറഞ്ഞത് ഞാൻ നോട്ട് ചെയ്ത് എടുത്തിരിക്കുന്നു. നോട്ട് ചെയ്ത് എടുത്തിട്ടാണ് ഓരോ പോയിന്റ് ഞാൻ മറുപടി പറയുന്നത്. അല്ലല്ല, അതായത് റെജി 10 പോയിന്റ് പറയും, റെജി 10 പോയിന്റ് പറയും, ഞാൻ അതിന് 2 പോയിന്റ് മറുപടി പറയുമ്പോഴേ സമ്മതിക്കാണ്ടൊന്നുമില്ല. റെജിക്ക് സമയം റെജി മറ്റൊന്ന് ഞായറാഴ്ച രാവിലെ താങ്കൾ ഇടയ്ക്ക് കയറുന്ന എന്തിനാണ്? കോപ്പറേറ്റ് ചെയ്യൂ പ്ലീസ്.
അദ്ദേഹം താങ്കൾ ഇത്രയും നേരം പറഞ്ഞത് അദ്ദേഹം ഇവിടെ വന്നിട്ട് കുറെ നേരമായി അദ്ദേഹം അത് എഴുതിയെടുത്തു. ആ പോയിന്റിനെ അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കഴിഞ്ഞതിന് ശേഷം താങ്കൾക്ക് അവസരം തരാമെന്നേ. ഞാൻ റജി ബ്രദർ ഒരു മിനിറ്റ് അല്ല ഒരു സെക്കൻഡ്. താങ്കൾക്ക് ഇത്രയും നേരമായിട്ട് ആരെങ്കിലും പറഞ്ഞിട്ട് താങ്കൾക്ക് മറുപടി പറയാൻ ഞങ്ങൾ അവസരം തരാതിരുന്നിട്ടുണ്ടോ? താങ്കൾക്ക് അവസരം തരുമല്ലോ, അതുവരെയുള്ള ക്ഷമ കാണിക്കൂ. അത് അദ്ദേഹം എഴുതിയെടുത്തല്ലോ. അദ്ദേഹം ഒരു പേനയും പേപ്പറും എടുത്തു. താങ്കൾ പറഞ്ഞ പോയിന്റ്സ് എഴുതിയെടുത്തോണ്ടാണല്ലോ അദ്ദേഹത്തിന് താങ്കളെ ഇപ്പൊ റെഫ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇത്രയും സമയം എടുക്കുന്നത്. അദ്ദേഹം ഇത്ര ഓർത്തിരിക്കാൻ ഏതായാലും പറ്റില്ല. താങ്കളും അത് ചെയ്യൂ, അപ്പൊ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പറേറ്റ് ചെയ്ത് പോകൂ. ഒരു ചർച്ചയല്ലേ, ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ പോട്ടെ. അപ്പൊ താങ്കളൊന്ന് മ്യൂട്ട് ചെയ്തിരിക്കൂ പ്ലീസ്, പറയുന്നത് മനസ്സിലാക്കൂ. താങ്കളൊന്ന് മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. താങ്കൾ ഇപ്പം ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. അതിനുശേഷം താങ്കൾക്ക് അവസരം തരാം. അതിനുശേഷം നമുക്ക് സംസാരിക്കാം. റജീബ് ഒന്ന് മ്യൂട്ട് ചെയ്ത്. ഈ ഒരാൾ വന്നിട്ട് നമുക്കെതിരെ 10 ആരോപണങ്ങൾ ഉന്നയിക്കും. നമ്മൾ അതിൽ 2 ആരോപണത്തിന് മറുപടി പറയുമ്പോഴേക്കും മറ്റാൾ അസഹിഷ്ണുവായി കുരു പൊട്ടിയിട്ട് ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് കയറി വരും. അതായത് ബാക്കി 8 ആരോപണത്തിന് നമ്മൾ മറുപടി പറയരുത്. ഇതാണ് ഈ തന്ത്രം, മനസ്സിലായോ? ഇത് നമ്മൾ കൃത്യമായി ഓരോന്ന് അഡ്രസ്സ് ചെയ്യാന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് റജിക്ക് അവിടെ കുരു പൊട്ടിയിട്ട് ഒച്ചുണ്ടാക്കുന്നത്. നമ്മൾ ബാക്കിയുള്ളതും കൂടി അഡ്രസ്സ് ചെയ്യരുതെന്നുള്ള ചിന്തയിലാണ്. ഏതായാലും ഇപ്പോൾ ഏവൻ ബ്രദർ പറഞ്ഞുകൊണ്ട് ഞാൻ ബാക്കിയിലേക്ക് കടക്കുന്നില്ല. ഈ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതായത് ഇപ്പുറം ഇങ്ങനെയുള്ള റജി പറഞ്ഞ ഈ വൾഗാരിറ്റി നിറഞ്ഞ ക്യാപ്ഷൻ എല്ലാം പ്രതിപ്രവർത്തനം മാത്രമാണ്, പ്രവർത്തനമായിട്ട് വന്നതല്ല. ആദ്യം അവിടെ നിന്നാണ് പ്രവർത്തനം വന്നത്. അപ്പൊ അതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ റജി അവരോട് പോയി പറയണമായിരുന്നു. അത് പറയാത്ത കാലത്തോളം റജിക്ക് ഇവരെ കുറ്റപ്പെടുത്താൻ യാതൊരു അർഹതയുമില്ല. ഓക്കെ, ഇനി റജി പറ. ഞാൻ ഒരു മിനിറ്റ്. ഇനി എനിക്ക് ചോദിക്കാനുള്ളത് അനിൽ അയ്യപ്പൻ ബ്രദറിനോടാണ്. അനിൽ അയ്യപ്പൻ ബ്രദർ ചെയ്യുന്ന മിനിസ്ട്രി ദൈവവചന പ്രകാരമാണോ? അതിനെനിക്കൊരു ആധാരം, ഒരു വാക്യം പറയാമോ? റജി പറ, ഞാൻ ഓരോന്ന് എഴുതിയെടുത്തോളാം. അവസാനം എല്ലാത്തിനും കൂടി ചേർന്ന് മറുപടി പറയാം. അല്ല അതോ ഒന്ന് റജി പറയണ്ട. അല്ല അത് പോയിന്റ് അങ്ങനെ കാര്യമല്ല റജി. റജി പറയുന്നേ, റജിക്ക് പറയാനുള്ള അവസരമാണ്. താങ്കൾ മൊത്തം കംപ്ലീറ്റ് ചെയ്യൂ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അതുകൂടെ ചേർത്ത് പറയും. അതുകൂടെ ചേർത്താണല്ലോ പറയുന്നത്. കുഴപ്പമില്ല, നിങ്ങൾ എന്നെ ഇന്ററപ്റ്റ് ചെയ്യാതെ. ഇന്ററപ്റ്റ് ചെയ്യുന്നില്ല, മൊത്തമായിട്ട് കംപ്ലീറ്റ് ചെയ്ത് പിന്നെ സമയം തന്നിരിക്കും. ഇടയ്ക്ക് ചോദ്യങ്ങൾ ഒരു മിനിറ്റ്. അങ്ങനെ എനിക്കറിയേണ്ടത് അനിൽ ബ്രദർ ചെയ്യുന്ന മിനിസ്ട്രി ദൈവവചന പ്രകാരമാണോ? ആ മിനിസ്ട്രിക്ക് ആധാരം ഒരു വാക്യം എന്ന് പറയാമോ? അത്രയും ചോദിച്ചാൽ ആ വാക്യം എന്ന് പറയാമോ? ഏത് വാക്യപ്രകാരം താങ്കൾ മിനിസ്ട്രി? ഒരുമിച്ച് ആൻസർ ചെയ്യാൻ പറ്റില്ല. എനിക്ക് സ്പീക്കറിന്റെ താല്പര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കും. അതെനിക്ക് വേണം. ആ മറുപടി ഒന്ന് പറയൂ. അപ്പൊ അത് പറയൂ. അത് തന്നില്ല പറയത്തില്ലേ ഒന്നും? അല്ല പറയാം, പക്ഷെ എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നേ. അദ്ദേഹത്തിന്റെ ഏത് വചന പ്രകാരം അതിപ്പം തരണ വേണ്ട. പറയാമെങ്കിൽ പറയാം, പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ മുമ്പോട്ട് പോകും. പറയാമെങ്കിൽ പറയാ, പറഞ്ഞില്ലെങ്കിൽ ഓക്കെ. ഇനി അതുകൊണ്ട് ഇനി എനിക്ക് സംശയം, ഇനി അദ്ദേഹം ദൈവവചനം, ഇനി ഞാൻ പറയട്ടെ, അദ്ദേഹത്തിന്റെ മിനിസ്ട്രി ദൈവവചന പ്രകാരമല്ല, അതൊരു പൊളിറ്റിക്കൽ മിനിസ്ട്രി, ഒരു പൊളിറ്റിക്കൽ വർക്കാണെങ്കിൽ, സോഷ്യൽ ക്രിറ്റിസിസം ആണെങ്കിൽ, അല്ലെങ്കിൽ അംബേദ്കറിസം ആണെങ്കിൽ, അല്ലെങ്കിൽ യുക്തിവാദമാണെങ്കിൽ, എന്തുമാണെങ്കിൽ, ഐ ഹാവ് നോ ബിസിനസ് ഇൻ ദാറ്റ്. അങ്ങനെയെങ്കിൽ ഇത്രയും നാളും ഞാൻ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞതിനകത്ത് ഞാൻ പബ്ലിക് ക്ഷമ വയ്ക്കും. കാരണം അദ്ദേഹം ദൈവവചന പ്രകാരമല്ല ഈ പറഞ്ഞിരിക്കുന്ന മിനിസ്ട്രി ഒന്നും. അപ്പോൾ ദൈവവചന പ്രകാരമല്ലാത്തൊരു മിനിസ്ട്രിയിൽ ഞാനൊരു മനുഷ്യനെ കുറ്റപ്പെടുത്തേണ്ട ഒരു അവകാശവും എനിക്കില്ല. അങ്ങനെയെങ്കിൽ ഞാൻ പബ്ലിക് ക്ഷമ പറഞ്ഞിരിക്കും. കാരണം അദ്ദേഹം പറയുകയാണ് ഞാൻ ഈ ചെയ്തൊന്നും ദൈവവചന പ്രകാരമല്ല, ദൈവവചനത്തിന് അടിസ്ഥാനമില്ലെന്ന് പറഞ്ഞാൽ എനിക്കതിൽ താങ്കളെ കുറ്റം പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യൻ ഭരണഘടന പ്രകാരം പോലും ചിലപ്പോൾ ഒഫൻഡിന്നായിരിക്കാം. കാരണം താങ്കളുടെ സ്വാതന്ത്ര്യത്തെ ഞാൻ കണ്ടെത്തി. അല്ല, താങ്കൾ ചെയ്യുന്നത് ദൈവവചന പ്രകാരമാണ് എന്ന് പറയുകയാണെങ്കിൽ എനിക്കവിടെ ചോദ്യമുണ്ട്. അങ്ങനെ നിങ്ങൾ ദൈവവചന പ്രകാരം എന്നിവിടെ പലപ്പോഴും പറയുമ്പോഴും നിങ്ങൾ ഡയറക്റ്റായിട്ടല്ല ഇൻഡയറക്റ്റായിട്ട് പല സമയത്ത് നിങ്ങളുടെ മൊത്തം പ്രസൻറ്റേഷനും ഒരു കമ്മ്യൂണിറ്റിയുടെ ഇതര കമ്മ്യൂണിറ്റിയുടെ ദൈവസങ്കല്പങ്ങളും അവരുടെ പുസ്തകങ്ങളിലൂടെ നിങ്ങളുടെ 70 മുതൽ 80% പോലും നിങ്ങളുടെ വീഡിയോ ഔട്ട്പുട്ടും നിങ്ങളുടെ ട്രൂത്ത് ഫൈറ്റേഴ്സ് ഇട്ടിരിക്കുന്ന പോസ്റ്റിൻ്റെ 2 മാസത്തെ മൊത്തം സ്ക്രീൻഷോട്ടുകൾ എൻ്റെ പക്കലുണ്ട്. ഇതിൻ്റെ ഒരു 8/10 ഒരു 80% ആയിട്ടുള്ള നിങ്ങളുടെ ടൈറ്റിലുകളും ഒക്കെയും ഒരു മതത്തെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട്, എന്നാൽ നിങ്ങൾ പറയേണ്ട ദൈവവചനത്തിൽ എംഫസൈസ് ചെയ്യേണ്ട ഒരു കാര്യങ്ങളും നിങ്ങൾ എംഫസൈസ് ചെയ്യാതെ കാതലായിരിക്കുന്ന ഒരു ഡോക്ടറും തൃത്വവും ഡീറ്റി ഓഫ് ക്രൈസ്റ്റും ഈ 2 കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ക്രിസ്ത്യാനികൾക്ക് വലിയ തർക്കമില്ലാത്തൊരു വിഷയമാണ്, അതെല്ലാവരും അംഗീകരിക്കുന്ന വിഷയമാണ്. പക്ഷെ കാതലായ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. നിങ്ങൾ സ്നാനത്തെക്കുറിച്ച് ഒരിക്കലും പറയാറില്ല. നിങ്ങൾ പരിശുദ്ധാത്മാവിഷയത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നോ ഇല്ലയോ?
വേറെ വിഷയം. ദൈവത്തിന്റെ സത്യസഭയെക്കുറിച്ച് പറയാറില്ല. യേശു കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് പറയാറില്ല. ന്യായവിധിയെക്കുറിച്ച് പറയാറില്ല. നിങ്ങൾ ദൈവവചന പ്രകാരമുള്ള പലവിധ ചോദ്യങ്ങൾക്ക് നിങ്ങൾ പലതിനും മറുപടി പറയാറില്ല. ഏതൊക്കെ വിഷയങ്ങൾ മറുപടി? കാരണം ഞാൻ ഇതിന്റെ ലിസ്റ്റ് വേണമെങ്കിൽ കാണിച്ചു തരാം. കേവലം ഇസ്ലാമിനെ മാത്രം പറയുന്ന ഒരു മിനിസ്ട്രി ഞാൻ ലോകത്തിൽ ഒരു പ്രമുഖ അപ്പോളജറ്റിക്സ് മിനിസ്ട്രിയും ചെയ്യുന്ന കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ദൈവവചന പ്രകാരം അല്ല ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഹാവ് നോ ബിസിനസ് ടു ഡീൽ വിത്ത് യു. എനിക്ക് നിങ്ങൾക്ക് പക്ഷെ നിങ്ങൾ ദൈവവചന പ്രകാരമാണെന്ന്, നിങ്ങളുടെ അപ്പോളജറ്റിക്സ് മിനിസ്ട്രി ആണെന്ന് പബ്ലിക്കിൽ പലപ്പോഴും നിങ്ങൾ അവകാശപ്പെട്ടത് കൊണ്ടാണ് ഞാനതിനെ ചോദ്യം ചെയ്യുന്നത്. ദൈവവചന പ്രകാരമാണ് നിങ്ങൾ പറഞ്ഞാൽ വചനപ്രകാരം ഞാൻ അതിനെ ചോദ്യം ചെയ്തിരിക്കും. ദൈവത്തിന്റെ വചനത്തിന് വിരോധമായി ഇതര മനുഷ്യന്റെ പുസ്തകങ്ങളെയും ഗ്രന്ഥങ്ങളെയും എടുക്കാൻ ദൈവവചനത്തിൽ നമുക്കൊരു മാതൃകയും ഇല്ല. അപ്പോസ്തലന്മാരോ യേശു കർത്താവോ ഇതര മനുഷ്യന്റെ പുസ്തകം എടുത്ത് അവരെ പരിഹസിക്കണമെന്നും കളിയാക്കണമെന്നും നികഴ്ത്തണമെന്നും ഒരു മാതൃകയും ദൈവവചനത്തിൽ കാണിക്കാതിരിക്കെ ദൈവവചനത്തിൽ ചരിത്രപരമായോ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ഹിസ്റ്ററിയിൽ പിന്നെ ജസ്റ്റിൻ മാർട്ടിലൊക്കെ ചെയ്യുന്നതോടെ പറയാം. അതിന്റെ ജസ്റ്റിൻ മാർട്ടിന്റെ ബുക്കുണ്ട്. ജസ്റ്റിൻ മാർട്ടിൻ എന്താണ് പറഞ്ഞതും അവരുടെ അപ്പോളജറ്റിക്സ് എന്താണെന്ന് നിങ്ങൾ പറയുന്നുള്ള തെറിവിളിയൊന്നുമല്ല എന്തെന്ന് അപ്പോളജറ്റിക്സ്, അത് വേറെ വിഷയം, അവിടെ നിൽക്കട്ടെ. പക്ഷേ ദൈവവചനത്തിൽ യാതൊരു വിധമായിരിക്കുന്ന അപ്പോസ്തലന്മാരാരും കാണിക്കാത്ത മാതൃക വിട്ട ശേഷം സമൂഹത്തിൽ സ്പർദ്ധ വളർത്തുന്നതും സമൂഹത്തെ പരസ്പരം ഭിന്നിപ്പിക്കുന്നതുമായ ദൈവവചനം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ചോദിച്ചിരിക്കും, ഇന്നല്ല നാളെയും ചോദിച്ചിരിക്കും, ക്ലിയർ കട്ടായിട്ട് ചോദിച്ചിരിക്കും. ഇനി വേറൊന്ന്, ഞാൻ സുവിശേഷം പറയുന്നത് ഇവിടെ ട്രൂത്ത് വെറ്റേഴ്സിനെയോ അനിൽകുമാർ അയ്യപ്പനെ ബോധ്യപ്പെടുത്താനല്ല, അല്ലെങ്കിൽ ഇവിടെ കമന്റ് ബോക്സിൽ ഇടുന്നവരെ ബോധ്യപ്പെടുത്താനല്ല, സ്വർഗത്തിൽ എന്നെ കാണുന്നൊരു ദൈവത്തെ ബോധ്യപ്പെടുത്താനാണ്. അതിന് ദൈവം എനിക്കൊരു സ്റ്റൈൽ തന്നിട്ടുണ്ട്, ഞാൻ ആ രീതിയിലേ പറയുള്ളൂ. അത് ഞാൻ പറഞ്ഞിരിക്കും. നിങ്ങളുടെ സർട്ടിഫിക്കറ്റോ നിങ്ങളുടെ ചാപ്പയോ എനിക്കതിൽ ആവശ്യം ഇല്ല. അതുകൊണ്ട് ദൈവം എന്നോട് പറഞ്ഞ രീതിയിൽ അത് സുവിശേഷം പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ എനിക്ക് എൻ്റെതായ രീതിയിലുള്ള താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങളൊക്കെ ഞാൻ സയൻസിലും സാമൂഹ്യ വിഷയങ്ങളൊക്കെ എനിക്ക് താല്പര്യമുണ്ട്. രാഷ്ട്രീയ വീക്ഷണമുണ്ട്. അതൊക്കെ തുറന്നു പറയും. ആ ഗ്രൂപ്പുകളൊക്കെ പോകും. അതൊരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. അതിനകത്തൊന്നും കൈകടത്താൻ പോകരുത്. അവരവരെ ഏൽപ്പിച്ച സർക്കിളിൽ നിൽക്കുക. എൻ്റെ ഫ്രീഡത്തിനകത്ത് നിങ്ങളാരും കൈകടത്തേണ്ട ആവശ്യമില്ല. പബ്ലിക്കിനെ ബോധ്യപ്പെടുത്താനല്ല ഞാൻ നിൽക്കുന്നത്. എന്നെ വിളിച്ചിരിക്കുന്നത് ദൈവത്തെ ബോധ്യപ്പെടുത്താൻ. അതിനകത്ത് കയറി കൈകടത്തിയൊന്നും ഇങ്ങോട്ട് സംസാരിക്കേണ്ട. സുവിശേഷം ചെയ്യുന്ന സ്വാതന്ത്ര്യം ഫ്രീ ആയിട്ട് ചെയ്തിരിക്കും. അറിയിക്കാനാണല്ലോ അല്ലേ ഇങ്ങോട്ടൊന്നും ഞാൻ സുവിശേഷം പറയുന്നത്? അല്ല, ഞാൻ ചോദിച്ചു ഇവിടെ അല്ല, ക്ലബ് ഹൗസിൽ വന്നത് എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ ആ കൂട്ടത്തിൽ സുവിശേഷമുണ്ട്. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഞാൻ വന്നു, അത്രേ ഉള്ളൂ. അത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഇനി മുസ്ലിങ്ങളോട് പറയുന്ന വിഷയം അതാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട കണ്ടീഷൻ എന്ന് പറഞ്ഞത്. ഞാനിവിടെ ഇസ്ലാമിനെ പുസ്തകങ്ങൾ അവരുടെ ദൈവസങ്കല്പം എടുക്കാനോ അവരുടെ പുസ്തകം പഠിക്കാനോ അല്ല ഞാൻ വന്നിരിക്കുന്നത്. എനിക്കത് അറിയത്തുമില്ല. ഞാൻ എം ലീസ് ബോദർ അബൌട്ട് ഇറ്റ്. മറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പറയേണ്ടത് എൻ്റെതായൊരു സ്റ്റൈലുണ്ട്. അത് നിങ്ങളെ ബോധ്യപ്പെടുത്താനല്ല, എനിക്ക് എൻ്റെതായ രീതിയുണ്ട്. എൻ്റെതായ രീതിയിൽ പറഞ്ഞിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടത്തില്ലായിരിക്കും. അല്ലെങ്കിൽ ഈ ക്ലബ് ഹൗസിലെ 100% ആളുകൾക്ക് അല്ലെങ്കിൽ 99% ആളുകൾക്ക് ബോധ്യപ്പെട്ടില്ലായിരിക്കും. അത് എനിക്ക് വിഷയമല്ല. ഞാൻ പറയേണ്ട രീതിയിൽ എനിക്ക് ദൈവം ഏൽപ്പിച്ച രീതിയിൽ അല്ലെങ്കിൽ എനിക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് ആ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് ആവശ്യമില്ല. പിന്നെ ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പറയാം. ഇനി ഏതെങ്കിലും ചോദ്യത്തിന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉത്തരം പറഞ്ഞില്ല. അനിലച്ചാൻ ഇതിന് ഉത്തരം തരും. അപ്പോഴത്തേക്ക് അതിന്റെ ഇടയ്ക്ക് എനിക്ക് പോകാൻ സമയമായി. 5 അനൗൺസ്മെന്റ് ഉണ്ട്. ഇപ്പോൾ തന്നെ ഓൾറെഡി ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്, അതിൽ ഇമ്പോർട്ടന്റ് ആണ്. റജി ബ്രദർ ഇവിടെ പറഞ്ഞത് സുവിശേഷം അറിയിക്കാനാണ് റജി ബ്രദർ വന്നത്. അതിനോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ റജി ബ്രദറിന്റെ വാക്കുകൾ സുവിശേഷം അറിയിക്കാനല്ല റജി ബ്രദർ വന്നത്, അജണ്ടയോട് കൂടി വന്നതെന്നുള്ളത് വാക്കുകൾ ഞങ്ങളുടെ പലരും എനിക്ക് ഫോൺ ചെയ്തും എനിക്ക് ഈ വാട്സപ്പ് വഴി എനിക്ക് മെസ്സേജ് അയച്ചപ്പോഴാണ് ഞാൻ ഇതിന്റെ കുറെ ഡിബേറ്റുകൾ കേട്ടപ്പോഴത്തെ വിഷയം ഗൗരവമാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇച്ചിരി ബോധമുള്ള ആരെങ്കിലും കുറച്ചുപേര് ക്ലബ് ഹൗസിൽ വേണമല്ലോ എന്ന് തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത് ഈ വിഷയത്തിനാണ്. അതുകൊണ്ട് ഈ വീട്ടിനകത്ത് തന്നെയാണ് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചത്. അതിന്റെ ശേഷം ഞങ്ങൾ അങ്ങനെ ലോറൻസ് പാസ്റ്റർ ഞാൻ പിന്നെ കണ്ടുമുട്ടുന്നു, കുറച്ച് സഹോദരന്മാരെ കണ്ടുമുട്ടുന്നു. ഞങ്ങൾ ഒരു അനൗൺസ്മെന്റ് അത് ക്ലിയർ ആണ്. ഞാൻ ചാറ്റിലുള്ളവർക്ക് വേണ്ടി ഒരു ഉത്തരം ഒന്ന് പ്രത്യേകം പറഞ്ഞോട്ടെ. രണ്ടിന്റെ മേളമാണ്. ഒരു മിനിറ്റ് ഞാൻ ചാറ്റിലുള്ളവർക്കൊന്ന് പറഞ്ഞിട്ട് ഒരു മിനിറ്റ് റജി ബ്രദർ ഒറ്റ മിനിറ്റ്. ഇത് റജി ബ്രദറിന്റെ കാര്യമല്ലെന്നേ, ചാറ്റിലുള്ളവർക്ക് വേണ്ടി ഒരു 10 സെക്കൻഡ് ഈ സമയം മതിയല്ലോ. രണ്ടിട്ട സഹോദരന്മാരെ നിങ്ങളുടെ രണ്ടിന്റെ മേളമാണ്. ഒന്നിട്ട ഒരു സഹോദരനെ കാണുന്ന സഹോദരന് മേളിലോട്ട് ഹാൻഡ് റൈസ് ചെയ്ത് വരാം. അതുപോലെ 9 ഇട്ട മുസ്ലിം സഹോദരന്മാരെ നിങ്ങളോട് ഞാൻ ഇപ്പൊ ഒന്നും പറയുന്നില്ല. ഇനി പറഞ്ഞു റജി ബ്രദർ പറഞ്ഞു.
ഇനി ഞാനീ പറഞ്ഞത്, ഞാനിവിടെ വന്നത് തീർച്ചയായിട്ടും ആ പറഞ്ഞ വോയിസ് ക്ലബ്, ഇത് പല റൂമുകളിൽ പലപ്പോഴും ഓപ്പണായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്ലബ് ഹൗസിൽ ഞാൻ വന്നതിൻ്റെ സാഹചര്യം എന്താണെന്ന് ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലബ് ഹൗസിൽ വന്നതിൻ്റെ കാരണം ഇവിടെ വർഗീയ സ്പർദ്ധ വളർത്തുന്ന രീതിയിൽ ക്രിസ്തീയ സഹോദരന്മാരെന്ന് പറയുന്ന നാമധേയ ക്രിസ്ത്യാനികളുടെ പക്ഷത്തുനിന്ന് വർഗീയത പറയുന്ന രീതിയിലുള്ള പല സംസാരങ്ങളും ഇവിടെ പെരുകുന്നതും പല ആളുകളും പറഞ്ഞതിൻ്റെ പ്രകാരം തന്നെയാണ് വന്നത്. അതിൻ്റെ പ്രധാന ഉത്തരവാദികൾ ഇവിടെ ഇരിക്കുന്ന പലരുമാണ്. അനിൽകുമാർ അയ്യപ്പൻ എന്ന് പറഞ്ഞിരിക്കുന്ന സാമൂഹ്യ ദ്രോഹം പ്രസംഗിക്കുന്ന വ്യക്തിയാണ് ഇതിൻ്റെ പ്രധാന കാരണം. ഇതോടെ ഞാൻ വ്യക്തമായി പറയുന്നു. ഞാൻ പോകുന്നു. ഇനി നിങ്ങൾ എന്തുകൊണ്ടും പറഞ്ഞു. ഇതൊന്നും സമ്മതിച്ചത് ഏത് സാമൂഹ്യ ദ്രോഹമായി അനിൽകുമാർ അയ്യപ്പൻ പ്രസംഗിച്ചിട്ടുള്ളത്? റെസ്പോണ്ട് ചെയ്യും. വേറെ ആരും മൈക്ക് എടുക്കരുത്. അങ്ങനെ ഓടിപ്പോകുന്ന ആളല്ല അദ്ദേഹം. തിരിച്ചു ടൈപ്പ് ആളല്ല. ഹിറ്റ് ആൻഡ് റൺ എന്ന് പറഞ്ഞിട്ടൊരു പ്രയോഗമുണ്ട്. ഹിറ്റ് ആൻഡ് റൺ, അടിച്ചിട്ട് ഓടുക. കാരണം നിന്ന് കഴിഞ്ഞാൽ തിരിച്ചടി കിട്ടും. അതുകൊണ്ട് വന്നിട്ട് പുറകെ നിന്ന് അടിച്ചിട്ട് ഒറ്റോട്ടം. പിന്നെ നമ്മൾ കുറച്ചു നേരം നോക്കുക, ആളെ കാണുന്നില്ല, നമ്മൾ നടക്കുമ്പോൾ പിന്നെയും പുറകെ കൂടെ പതുങ്ങി വന്നിട്ട് അടിച്ച് ഒറ്റോട്ടം. ഇപ്പൊ 9 എന്ന് പറഞ്ഞ നമ്പർ ഇട്ട് ആരെ ഉദ്ദേശിച്ചാണ് മനസ്സിലാവില്ല. ഇപ്പൊ ഈ ഇറങ്ങി ഓടി ആളെ അവനെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതാണത്. ഇപ്പൊ റജി ഇവിടെ പറഞ്ഞതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ, റജി പറയാണ് റജിയുടെ പ്രവർത്തനങ്ങൾ വേറെ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല, ദൈവത്തെയാണ് ബോധിപ്പിക്കേണ്ടത്, അത് ഞാനും ദൈവവും തമ്മിലുള്ള കാര്യമാണെന്നാണ് റജി പറയുന്നത്. നിങ്ങളെല്ലാവരും കേട്ടതാണല്ലോ. ആ കാര്യത്തിൽ റജിക്ക് നല്ല ബോധമുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ പ്രവർത്തനങ്ങൾ റജിയെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല, അവരത് ദൈവമായിട്ട് ഇടപാട് നടത്തിക്കോളും, ദൈവത്തെ ബോധിപ്പിക്കും, അത് മനസ്സിലാക്കാനുള്ള ബോധം റജിക്കില്ലേ? റജി പറഞ്ഞ ന്യായം ആത്മാർത്ഥമായതാണെങ്കിൽ റജി സുവിശേഷം അറിയിക്കുന്നുണ്ടോ നമ്മൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ റജി പറഞ്ഞ മറുപടിയാണ്, എൻ്റെ പ്രവർത്തനങ്ങൾ ഞാൻ വേറെ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അത് തന്നെയാണ് റജി ഞങ്ങൾക്ക് നിന്നോട് പറയാനുള്ള മറുപടിയും. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല, ഞങ്ങളത് ദൈവമായിട്ട് ഇടപാട് നടത്തിക്കോളാം, ദൈവത്തിൻ്റെ അടുത്ത് ഞങ്ങൾ കണക്ക് കൊടുത്തോളാം. നീ ആരാണ് ഇടയിൽ നിൽക്കാൻ? നീ ദൈവത്തിനും ഞങ്ങൾക്കിടയിൽ മധ്യസ്ഥനായിട്ട് വന്നിരിക്കുന്നതാണോ? നിന്നെ ആരാ മധ്യസ്ഥനാക്കിയത്? നിനക്ക് ഞങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് കണക്ക് ചോദിക്കാൻ നീ ആരാണ്? കാരണം നീ പറഞ്ഞ ന്യായമാണ്, ഞാൻ ചെയ്യുന്ന കാര്യത്തിന് ഞാൻ ദൈവത്തോട് കണക്ക് കൊടുത്തോളാം. ഇത് തന്നെയാണ് ബാക്കിയുള്ള ടീം. ടിസനും ഇത് തന്നെയാണ് പറയുന്നത്. ഈ ജിഹാദി ലോറൻസും ഇതേ ന്യായം തന്നെ പറയുന്നത് ഞാൻ പലവട്ടം കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ആ ബോധ്യമുണ്ടെങ്കിൽ അതെന്താണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ആ ബോധ്യമില്ലാത്തത്? അവരുടെ പ്രവൃത്തിയുടെ കാര്യം അവർ ദൈവത്തോട് കണക്ക് കൊടുത്തോളും, ഞാൻ ഇടപെടാൻ പോകണ്ട, ഞാൻ അവരോട് ചോദിക്കാൻ പോകണ്ട എന്നുള്ള ആ വിചാരം നിങ്ങൾക്ക് എന്താ വരാത്തത്? അതില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇത് മുട്ടാപ്പോക്ക് ന്യായമാണ് റജി. മറ്റുള്ളവനൊക്കെ ഞാൻ ചോദ്യം ചെയ്യും, പക്ഷെ എന്നെ ഒരുത്തരും ചോദ്യം ചെയ്യാൻ വരണ്ട. എന്നെ ചോദ്യം ചെയ്യാൻ വരുമ്പോൾ ഞാനും ദൈവവും തമ്മിലുള്ള ഇടപാടാണെന്നും പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ഒഴിയും. അത് ആ ഉഡായിപ്പ് പരിപാടിയൊക്കെ ഉണ്ടല്ലോ, ജിഹാദി ഫണ്ട് വാങ്ങിയിട്ട് മറ്റുള്ളവനെ നേരെ കുറച്ച് വരുന്ന ആ പരിപാടി, അത് നീ കയ്യിൽ വെക്കും റജി. പിന്നെ റജി ചോദിച്ചല്ലോ ഞാൻ ചെയ്യുന്ന മിനിസ്റ്റർ ദൈവവചന പ്രകാരമുള്ളതാണോ എന്ന്. ഞാൻ റജിനോട് ചോദിക്കട്ടെ, തിരിച്ചു ചോദിക്കട്ടെ. യേശുക്രിസ്തു മരിച്ചിട്ടില്ല, അടക്കപ്പെട്ടിട്ടില്ല, ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്നും ക്രിസ്ത്യാനികളെ നിങ്ങൾ സുഹൃത്തുക്കളാക്കരുതെന്നും ക്രിസ്ത്യാനികൾ ഇസ്ലാം മതം സ്വീകരിക്കുന്നതുവരെ നിങ്ങൾ ക്രിസ്ത്യാനികളോട് യുദ്ധം ചെയ്യണമെന്നും അവരിനി ഇസ്ലാം മതം സ്വീകരിച്ചില്ലെങ്കിൽ അവരെ രണ്ടാം തരം പൗരന്മാരാക്കി കപ്പം കൊടുത്തുകൊണ്ട് അവരെ നിങ്ങളുടെ കീഴിൽ അടക്കി നിർത്തണമെന്നൊക്കെ പറയുന്ന ആ ടീമുകൾ, മുസ്ലിങ്ങൾ, അങ്ങനെയുള്ള ആ മുസ്ലിങ്ങൾക്ക് വേണ്ടി സുവിശേഷത്തിന്റെ പ്രതിവാദം ചെയ്യുന്ന ഞങ്ങളെ എതിർക്കാൻ നിൽക്കുന്ന റജിയുടെ മിനിസ്ട്രി ഉണ്ടല്ലോ, റജി അതേ ചെയ്യുന്നുള്ളൂ ഇവിടെ, അല്ലാണ്ട് വേറെ ഒരു മിനിസ്ട്രി റജി ഇവിടെ ചെയ്യുന്നില്ല. ഞങ്ങൾ സുവിശേഷം പറയാനല്ല, സുവിശേഷത്തിന്റെ പ്രതിവാദത്തിന് വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നതെന്ന് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. അവനതെന്താണെന്ന് അറിയില്ല. കാരണം ബൈബിൾ എന്ന് പറഞ്ഞാൽ അങ്ങാടി മരുന്നാണോ പച്ചമരുന്നാണോ എന്ന് ചോദിക്കുന്ന ടീമാണ് അവൻ. അപ്പോൾ അതുകൊണ്ട് അവനത് സുവിശേഷത്തിന്റെ പ്രതിവാദം എന്ന് പറയുന്ന സംഗതി എന്താണെന്ന് അവൻ അറിയില്ല. പക്ഷേ ഞങ്ങൾ സുവിശേഷം പറയാനല്ല, സുവിശേഷത്തിന്റെ പ്രതിവാദത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതെന്ന് ഞങ്ങൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സുവിശേഷത്തിന്റെ പ്രതിവാദത്തിന് വേണ്ടി നിൽക്കുന്ന ഞങ്ങൾക്കെതിരെ, ഈ ടീമുകൾക്കെതിരെ, അതായത് ടീമുകൾക്ക് വേണ്ടിയിട്ട്, ജിഹാദി ടീമുകൾക്ക്, അതായത് യേശുക്രിസ്തു മരിച്ചിട്ടില്ല, അടക്കപ്പെട്ടിട്ടില്ല, ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്നും ക്രിസ്ത്യാനികളെ നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുതെന്നും ക്രിസ്ത്യാനികൾ ഇസ്ലാം മതം സ്വീകരിക്കുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണമെന്നും ക്രിസ്ത്യാനികളെ വഴിയിൽ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ അവരോട് പരുഷഭാവം പ്രകടമാക്കണമെന്നും അവരെ നിങ്ങൾ വഴിയുടെ ഓരത്തേക്ക് തള്ളി മാറ്റണമെന്നും ക്രിസ്ത്യാനികളെ നിങ്ങൾ രണ്ടാം തരം പൗരന്മാരാക്കി ദിമ്മികളാക്കി നിർത്തണമെന്നൊക്കെ പറയുന്ന ആ കൂട്ടർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന ഈ റജിയുടെ ഈ മിനിസ്ട്രി ഉണ്ടല്ലോ, ആ മിനിസ്ട്രി ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണോ, ദൈവവചന പ്രകാരമുള്ളതാണോ? ആണെങ്കിൽ റജി ഒരു വചനത്തിന്റെ കഷ്ണം എടുത്ത് കാണിച്ച ഇങ്ങനൊരു കാര്യം, സുവിശേഷത്തിന്റെ പ്രതിവാദത്തിന് വേണ്ടി നിൽക്കുന്നവരെ സുവിശേഷത്തിന്റെ ശത്രുക്കൾക്ക് വേണ്ടി, ശത്രുക്കളുടെ നാവായി പ്രവർത്തിക്കുന്ന ആ മിനിസ്ട്രി, അത് ഏത് വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്? റജി അതൊന്ന് കാണിച്ച റജി. ഞങ്ങൾ ഈ ചെയ്യുന്ന കാര്യം ഇത് കൃത്യമായിട്ട് ബൈബിളിലുള്ളത് തന്നെയാണ്.
സുവിശേഷത്തിനെതിരെ നിന്ന ആളുകളോടൊക്കെ അപ്പോസ്തലന്മാരെങ്ങനെയാണ് ഇടപെട്ടതെന്നുള്ളതും അതുപോലെ തന്നെ അപ്പോസ്തലിക പിതാക്കന്മാരെങ്ങനെയാണ് ഇടപെട്ടതെന്നുള്ളതും സഭാപിതാക്കന്മാരെങ്ങനെ ഇടപെട്ടെന്നുള്ളതൊക്കെ കാര്യം നമുക്ക് ചരിത്രത്തിൽ കാണാം. അപ്പോസ്തലന്മാർ ഇടപെട്ടായിരുന്നു നമുക്ക് ബൈബിളിൽ കാണാം. അപ്പോസ്തലിക പിതാക്കന്മാരും സഭാപിതാക്കന്മാരും ഇടപെട്ട കാര്യമൊക്കെ നമുക്ക് സഭാ ചരിത്രത്തിലും കാണാം. അവരെല്ലാം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് അടിച്ചത്. ഞാൻ ഒരു വാക്യം, അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം. ഇവൻ അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൽ നിർത്തുമ്പോൾ പറഞ്ഞല്ലോ, അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൽ സുവിശേഷം അറിയിക്കുന്ന കാര്യമാണ് പൗലോസ് ചെയ്തത്. അതാണ് ഇവിടുത്തെ അവൻ കോട്ട് ചെയ്തത്. പക്ഷെ അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിലൊരു സംഭവമുണ്ട്. സുവിശേഷത്തിന് എതിര് നിന്ന് കഴിഞ്ഞപ്പോൾ അവനോട് എങ്ങനെ പെരുമാറി എന്നുള്ളത് അത് ഇവൻ കണ്ടിട്ടില്ല. സുവിശേഷത്തിനെതിരെ നിൽക്കുന്നവരോട് അതേ പൗലോസ് എങ്ങനെയാണ് പെരുമാറി എന്നുള്ളത് ഞാനത് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം മുതൽ വായിക്കാം. ഈ സെലൂക്യ എന്ന് പറയുന്ന ദ്വീപിലേക്ക്, കുപ്രോസ് ദ്വീപിലേക്ക് അവർ ചെല്ലുന്ന കാര്യമാണ്. ഞാനത് വായിക്കാം. 4-ാം വാക്യം മുതൽ. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കിയയിലേക്ക് ചെന്നു. അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. ഇന്നത്തെ സൈപ്രസ് ദ്വീപ്, സൈപ്രസിലേക്ക് പോയി. സലമീസിൽ ചെന്ന് യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവവചനം അറിയിച്ചു. യോഹന്നാൻ അവർക്ക് ഭൃത്യനായിട്ടുണ്ടായിരുന്നു. യോഹന്നാൻ എന്ന് പറഞ്ഞാൽ അപ്പോസ്തലനായ യോഹന്നാൻ അല്ല, മർക്കോസ് ആണ്, രണ്ടാമത്തെ സുവിശേഷം എഴുതിയ മർക്കോസ്. അവർ ദ്വീപിൽ കൂടി പഫസ്വാരെ ചെന്നപ്പോൾ, ഇനി ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ, ബർയേശു എന്നു പേരുള്ള യഹൂദനായി കള്ളപ്രവാചകനായൊരു വിദ്വാനെ കണ്ടു. അവൻ ബുദ്ധിമാനായ സെർഗ്യോസ് പൗലോസ് എന്ന ദേശാധിപതിയോടുകൂടെ ആയിരുന്നു. അവർ ബർന്നബാസിനെയും ശൗലിനെയും വരുത്തി ദൈവവചനം കേൾപ്പാൻ ആഗ്രഹിച്ചു. എന്നാൽ എലീമാസ് എന്ന വിദ്വാൻ, ഈ എലീമാസ് എന്ന് പറഞ്ഞാണ് നേരത്തെ പറഞ്ഞ ബർയേശു എന്ന ആ കള്ളപ്രവാചകനായ യഹൂദൻ, അവൻ്റെ മറ്റൊരു പേരാണ് എലീമാസ് എന്ന് പറയുന്നത്. എന്നാൽ എലീമാസ് എന്ന വിദ്വാൻ, ഇതാകുന്നു അവൻ്റെ പേരിൻ്റെ അർത്ഥം, അവരോട് എതിർത്ത് നിന്നു. ആരോട്? പൗലോസിനോടും ബർന്നബാസിനോടും എതിർത്ത് നിന്നു. അവർ സുവിശേഷം പറയുകയാണ്. ദേശാധിപതി ദൈവവചനം കേൾക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇവരെ വിളിച്ചു വരുത്തി ഇവരിൽ നിന്ന് സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് മനസ്സിലായി, മറ്റേ ബർയേശുവിന് മനസ്സിലായി ഇദ്ദേഹം നാടുവാഴി സുവിശേഷത്തിൽ വിശ്വസിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ തനിക്ക് നാടുവാഴിയുടെ അടുക്ക് സ്ഥാനം ഉണ്ടാവില്ല. ഈ കള്ളപ്രവചനവും മറ്റുമൊക്കെ നടത്തി ഇയാളെ പറ്റിച്ച് ഉപജീവനം കഴിക്കുന്ന പരിപാടി നടക്കില്ല എന്ന് മനസ്സിലായി. അത് മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് ഇവൻ എന്ത് ചെയ്യുന്നത്? ഇവനെ എതിർത്ത് നിൽക്കുകയാണ്. എലീമാസ് എന്ന വിദ്വാൻ, ഇതാകുന്നവൻ്റെ പേരിൻ്റെ അർത്ഥം, അവരോട് എതിർത്ത് നിന്നു. ദേശാധിപതിയുടെ വിശ്വാസം തടുത്ത് കളയാൻ ശ്രമിച്ചു. അതായത് ദേശാധിപതി ഇത് വിശ്വസിക്കരുത് എന്ന് വെച്ചിട്ട് ഇതിനെതിരെയുള്ള വാദം പറഞ്ഞു വരിക. അപ്പോൾ ഇവനിവിടെ കൃത്യമായിട്ട് സുവിശേഷത്തിനെതിരെ നിൽക്കുകയാണ്. പൗലോസ് അവിടെ സുവിശേഷം പറയുന്നത് വളരെ ശാന്തമായ വിധത്തിലും സൗമ്യമായ വിധത്തിലും മാന്യമായ ഭാഷയിൽ തന്നെയാണ് സുവിശേഷം പറയുന്നത്. ഒരു പ്രശ്നവും ഇല്ല അവിടെ. പക്ഷേ ഇവൻ എതിർത്ത് നിന്നപ്പോൾ, സുവിശേഷത്തിന് എതിർത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ പൗലോസ് ഇടപെടുന്ന ഭാഗം അതാണ് വായിക്കുന്നത്. അപ്പോൾ പൗലോസ്, അപ്പോൾ എന്ന് വെച്ചപ്പോൾ ഇവൻ ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളയാൻ വേണ്ടി ഈ സുവിശേഷത്തിന് ഇവൻ എതിര് നിന്നപ്പോൾ പൗലോസ് എന്നും പേരുള്ള ശൗൽ പരിശുദ്ധാത്മപൂർണനായി അവനെ ഉറ്റുനോക്കി, ഹേ സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിൻ്റെ മകനെ, സർവനീതിയുടെയും ശത്രുവേ, കർത്താവിൻ്റെ നേർവഴികളെ മറിച്ചു കളയുന്നത് നീ മതിയാക്കുകയില്ലയോ? ഇപ്പോൾ കർത്താവിൻ്റെ കൈ നിന്റെ മേൽ വീഴും. നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കും എന്ന് പറഞ്ഞു. ഉടനെ ഒരു തിമിരവും ഇരുട്ടും അവൻ്റെ മേൽ വീണു. കൈപിടിച്ച് നടത്തുന്നവരെ തിരഞ്ഞുകൊണ്ട് അവൻ തപ്പി നടന്നു. ഈ ഉണ്ടായത് ദേശാധിപതി കണ്ടിട്ട് കർത്താവിൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ച് വിശ്വസിച്ചു. അപ്പം ഈ ഒരു കാര്യം ഇതും കണ്ടിട്ടില്ല. ഇവൻ സുവിശേഷം, പൗലോസ് സുവിശേഷം പറയുന്നുണ്ട്. പൗലോസ് സുവിശേഷം പറയുന്നത് മാത്രമേ ഇവൻ കേട്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ അതേ അവൻ കേട്ടിട്ടുള്ളൂ. വായിച്ചെന്ന് പറയാൻ പറ്റില്ല. ആരെങ്കിലും പറയുന്നതും കേട്ടതായിരിക്കാനാണ് സാധ്യത. പക്ഷെ ഇവൻ ബൈബിള് വായിച്ചിരുന്നെങ്കിൽ ഒറ്റയടിക്ക് നമ്മൾ ഒരു പുസ്തകത്തിൽ അതിന്റെ 17-ാം അധ്യായമല്ലല്ലോ വായിക്കാം. 1-ാം അധ്യായം മുതലേ വായിച്ചു. സ്വന്തം ആളുകളോട് പറഞ്ഞു. ഞാൻ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. സ്വന്തം ആളെ എങ്ങനെ യഹൂദനെ എങ്ങനെ സ്വന്തം ആളാവുന്നു? ക്രിസ്ത്യാനിയുടെ സ്വന്തം ആളാണോ യഹൂദൻ? അല്ല, യഹൂദൻ എങ്ങനെ സ്വന്തം ആളാവുന്നെന്ന്? ഇവൻ പൗലോസ് ക്രിസ്ത്യാനിയാണ്. പൗലോസ് ക്രിസ്ത്യാനി ആയിരിക്കുമ്പോൾ യഹൂദൻ എങ്ങനെ സ്വന്തം ആളാവും? അത് വേറെയല്ലേ? ദൈവവചനം അങ്ങനെയല്ലേ ലോകത്തെ തിരിച്ചിരിക്കുന്നത്? ലോകത്തെ ജനങ്ങളെ 3ആയിട്ടല്ലേ തിരിച്ചിരിക്കുന്നത്? യഹൂദനെന്നും യവനനെന്നും ദൈവസഭയെന്നും ഇങ്ങനെയല്ലേ തിരിച്ചിരിക്കുന്നത്? കൂടുതലായിട്ട് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയില്ലാത്തവരാകുവിൻ. 3 കൂട്ടരായിട്ട് തിരിച്ചിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഇത് രണ്ടും കൂടി ചേർന്ന് ഒരു കൂട്ടരാന്ന് ഇവൻ പറയുന്നത് എന്തിനായിട്ട്? അതേ പറഞ്ഞു, ഇവന് ബൈബിൾ അറിഞ്ഞൂടാ. ഇവന് ബൈബിൾ അറിഞ്ഞൂടാ. ഇവൻ ആരൊക്കെയോ ബൈബിൾ പറയുന്നത് ഇവൻ കേട്ടിട്ടുണ്ട്. ആ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവൻ തള്ളുന്നതാണ്. അത്രേ ഉള്ളൂ. അല്ലാതെ ഇവൻ വായിച്ചു നോക്കിയിട്ടില്ല. നമ്മൾ ഒരു പുസ്തകം വായിക്കണമെങ്കിൽ നമ്മൾ 1-ാം അധ്യായം മുതലല്ലേ വായിക്കുക, അല്ലാണ്ട് 17-ാം അധ്യായത്തിലാണോ ആദ്യം തുടങ്ങുക? 1 മുതലേ വായിച്ചു വരുമ്പോൾ ഇവൻ 17-ാം അധ്യായം വായിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് മുമ്പേ 13-ാം അധ്യായവും വായിച്ചിട്ടുണ്ടാവണ്ടേ? അപ്പോൾ 13-ാം അധ്യായത്തിൽ ഈ സംഭവം കിടക്കുന്ന ഇവൻ കണ്ടിട്ടില്ലേ? ഇല്ലേ? ഇവിടെ സുവിശേഷത്തിന്റെ പ്രതിവാദമാണ് അവർ ചെയ്തത്. സുവിശേഷത്തിനെതിരെ നിന്ന് കഴിഞ്ഞപ്പോൾ അവനോട് ഇടപെടുന്ന രീതി വേറെയാണ്. ഒരു വ്യക്തിയോട് സുവിശേഷം പറയുമ്പോൾ അവനോട് ഇടപെടുന്ന രീതി വേറെയാണ്. ഇത് രണ്ടാണ്.
സുവിശേഷം പറയുമ്പോൾ നമുക്ക് അവനോട് കുറ്റം പറയേണ്ട കാര്യമില്ല, അവനെ വേറെ ചീത്തയൊന്നും പറയേണ്ട കാര്യമില്ല, അവനോട് സത്യം കാര്യങ്ങൾ പറയാം. ഈ സത്യം പറയുമ്പോൾ അവൻ അംഗീകരിക്കില്ല, അവനെ എതിർക്കും, പ്രശ്നം ഉണ്ടാകും. സത്യസന്ധമായ വിധത്തിലാണ്, വെള്ളം ചേർക്കാത്ത സുവിശേഷമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അവിടെ ഉറപ്പായിട്ടും പ്രശ്നം ഉണ്ടാകും, ഉറപ്പാണത്. ഇന്ന് നമ്മൾ പറയുന്ന പല സുവിശേഷവും കോംപ്രമൈസിന്റെ സുവിശേഷമാണ്. അതുകൊണ്ടാണ് സുവിശേഷം പറഞ്ഞിട്ട് അടി കിട്ടാതെ നമുക്ക് പോരാൻ പറ്റുന്നത്. പൗലോസൊക്കെ നിങ്ങൾ നോക്ക്, എവിടെയൊക്കെ ചെന്ന് സുവിശേഷം പറഞ്ഞിട്ടുണ്ടോ അവിടെ എല്ലാം പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പ്രശ്നം ഉണ്ടാകാത്ത ഏതെങ്കിലും ഒരു സ്ഥലം നിങ്ങൾക്ക് പറയാമോ? കുറേ പേര് വിശ്വസിക്കും, മറ്റുള്ളവരപ്പം തന്നെ പ്രശ്നം ഉണ്ടാക്കുകയാണ്. കാരണം അത് വെള്ളം ചേർക്കാത്ത സുവിശേഷം പറഞ്ഞേ. ആ വിധത്തിൽ നമ്മൾ ഇന്ന് സുവിശേഷം പറയാൻ നിന്ന് കഴിഞ്ഞാലും പ്രശ്നം ഉണ്ടാകും. ഞങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ പലപ്പോഴും പ്രശ്നം ഉണ്ടാകുന്ന കാര്യം ഞങ്ങൾ ദൈവവചനത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ലാത്തവർ, അങ്ങനെയുള്ള ആൾക്കാരായതുകൊണ്ടാണ്. ഞങ്ങൾ ആ കോംപ്രമൈസ് ചെയ്തിട്ടുള്ള പരിപാടി ഞങ്ങൾക്ക് ഇഷ്ടമല്ല, ഞങ്ങൾ ചെയ്യുന്നില്ല. ഞങ്ങൾ കൃത്യമായിട്ട് കാര്യം പറയും. ആ പറയുന്നത് പലരെയും വേദനിപ്പിക്കും, മുറിപ്പെടുത്തും. അത് അന്നേ ഉണ്ട്. അതുകൊണ്ടാണ് പൗലോസിന് കല്ലേറ് കിട്ടിയത്. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാരിൽ യോഹന്നാൻ ഒഴികെ ബാക്കിയുള്ള എല്ലാവരും രക്തസാക്ഷികളായി തീർന്നത്. അതുകൊണ്ടാണ് സ്തെഫാനോസിന് കല്ലേറ് കിട്ടിയത്. സഭാചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ കാണാലോ രക്തസാക്ഷികൾ ഇത്രയും ഉണ്ടായത് എന്തുകൊണ്ടാണ്. ഇത് തന്നെ കാരണം. അവർ വെള്ളം ചേർക്കാത്ത ഒറിജിനൽ ക്രിസ്ത്യാനികളായിട്ട് നിന്നു. അവർ സംസാരിക്കുന്നത് വെള്ളം ചേർക്കാത്ത ദൈവവചനമായിരുന്നു. അതുകൊണ്ട് അവർക്ക് എതിർപ്പുകൾ ഉണ്ടായി. ഇവൻ പറഞ്ഞല്ലോ, ഞാൻ ചെന്ന് സുവിശേഷം പറയുന്നിടത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവാറില്ല എന്ന്. ആ ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് തെളിയുന്നുണ്ട് ഇവൻ പറയുന്നത് കോംപ്രമൈസിന്റെ സുവിശേഷമാണെന്ന്. മനസ്സിലായോ? സത്യസന്ധമായി സുവിശേഷം പറഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ പ്രശ്നം ഉണ്ടാകും. കാരണം മറ്റവനെ ശരിക്കും അത് ഉള്ളിൽ കൊള്ളും. പറയുന്ന കാര്യമുണ്ടല്ലോ, അവൻ്റെ പാപം അവനെ ശരിക്കും അത് ബോധ്യപ്പെടുത്തി കൊടുക്കും. അവൻ ചെയ്യുന്ന അവൻ്റെ ജീവിത വഴി അത് പാപം നിറഞ്ഞാണെന്ന് ബോധ്യം ഉണ്ടാവും. അത് അംഗീകരിക്കാൻ തയ്യാറില്ലാത്തതുകൊണ്ട് അവൻ എതിർക്കും. ഒന്നുകിൽ ആ എതിർപ്പിൻ്റെ അവസാനം ഒന്നുകിൽ അവന് കീഴടങ്ങും. അവൻ മനസ്സിലാവും ദൈവവചനം, ഇയാൾ പറയുന്നത് ദൈവവചനമാണ്, ഇത് സത്യമാണ്, ഞാനൊരു പാപിയാണെന്നുള്ള ബോധ്യം ഉള്ളിലുണ്ടായിട്ട് അവൻ സുവിശേഷത്തിന് കീഴടങ്ങും. അവൻ ക്രിസ്തുവിനെ സ്വീകരിക്കും. അതല്ലെങ്കിൽ അവൻ കൊല്ലാൻ നോക്കും. കൊല്ലാൻ ഇന്നത്തെ കാലത്ത് പിന്നെ കൊന്നില്ലെങ്കിൽ പോലും അടിക്കാനെങ്കിലും അവൻ നോക്കും. അവിടെ പ്രശ്നം ഉണ്ടാകും, അത് ഉറപ്പാണ്. ഞങ്ങളൊക്കെ അനുഭവസ്ഥരാണ്. ഞങ്ങൾ എന്ന് പറഞ്ഞിടത്തും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടാകുന്നതിൻ്റെ കാരണം ഇതാണ്. ഞങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയും. ഞങ്ങൾ മറ്റുള്ളവർ കുറ്റം പറയുമൊന്നുമല്ല, അവൻ്റെ ദൈവത്തെക്കുറിച്ചൊന്നും പറയില്ല. ഞങ്ങൾ പറയുമ്പോൾ അവരുടെ അവസ്ഥയെ പറ്റി പറയുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ പാപമുണ്ട്, ഓരോന്ന് ഞങ്ങൾ എണ്ണി പറയും. അപ്പോൾ ഇതിനെല്ലാം ഒരു ശിക്ഷയുണ്ട്, നരകശിക്ഷയാണ്. എന്നാൽ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു മോചനം ദൈവം ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ അതിനുവേണ്ടി 5 പൈസ കൊടുക്കണ്ട, പേര് മാറണ്ട, മതം മാറണ്ട, പുണ്യസ്ഥലത്തേക്ക് പോകേണ്ട, ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ ഈ ഇടത്ത് ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾ ദൈവത്തെ വിളിച്ച് കരഞ്ഞാൽ മതി, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങൾ ദൈവത്തോട് പറയണം, യേശു ക്രിസ്തു എൻ്റെ പാപത്തിന്, ഞാനൊരു പാപിയാണ്, യേശു ക്രിസ്തു എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കുരിശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. ആ യേശു ക്രിസ്തുവിനെ എൻ്റെ കർത്താവായിട്ട്, ജീവിതത്തിൻ്റെ നാഥനായിട്ട് സ്വീകരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. യേശു ക്രിസ്തു എൻ്റെ ഉള്ളിലേക്ക് വരണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളുടെ ഉള്ളിലേക്ക് വരും, നിങ്ങളുടെ പാപം മോചിച്ചു തരും, നിങ്ങളെ ദൈവം തൻ്റെ മകനോ അല്ലെങ്കിൽ മകളോ ആക്കി തീർക്കും. ഇത് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ശരിക്കും അവർക്ക് കൊള്ളും. ഒന്നുകിൽ അവരതനുസരിക്കും, അല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെ വരും. ഇത് ഞങ്ങൾ കുറേ അനുഭവിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇവൻ പറഞ്ഞല്ലോ, ഇവൻ ചെന്ന് പറഞ്ഞെടുത്തൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതിൻ്റെ അർത്ഥം ഇവൻ പറയുന്നത് ബൈബിളിലെ സുവിശേഷമല്ല, ഇവൻ വേറെ ഏതോ സുവിശേഷം ഇവൻ പറയുന്നത്. ബൈബിളിലെ സുവിശേഷമാണ് പറയുന്നതെങ്കിൽ സത്യസന്ധമായ വിധത്തിൽ പറഞ്ഞാൽ പ്രശ്നമാണ്. നമ്മൾ സഭാചരിത്രം നോക്കിയാൽ അത് കാണാം. ബൈബിളിൽ അപ്പോസ്തല പ്രവൃത്തി വായിച്ചു നോക്കുന്നേ, എത്ര ഇടത്തുനിന്നാണ് അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്, അടി കിട്ടിയിട്ടുള്ളത്, കല്ലേറ് കിട്ടിയിട്ടുള്ളത്, ജനക്കൂട്ടം വലിച്ചഴച്ച് കൊണ്ടുപോയിട്ടില്ലേ, ഈ ന്യായാധിപതിയുടെ മുമ്പിൽ കൊണ്ടുപോയിട്ട് വിചാരണ ചെയ്യുന്നില്ലേ, ജയിലിൽ കിടക്കുന്നില്ലേ പൗലോസ്. ഇതൊക്കെ എന്താ? എന്നിട്ട് നാട്ടുകാർ പറഞ്ഞ എന്താണ്? ഭൂലോകത്തെ കീഴ്മേൽ മറിച്ചവർ ഇവിടെ എത്തിയെന്നാണ് പറയുന്നത്. പൗലോസിനെ കുറിച്ചൊക്കെ ഉള്ള സാക്ഷ്യമാണ് ഭൂലോകത്തെ കീഴ്മേൽ മറിച്ചവർ. കാരണം ഇവരെവിടെയൊക്കെ ചെല്ലുന്ന ഇടത്തൊക്കെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ജനം പറഞ്ഞത് ഇവർ ഭൂലോകത്തെ കീഴ്മേൽ മറിച്ച ആളുകളാണെന്ന്. ഇതൊന്നും ഇവനറിഞ്ഞുകൂടാ. ഇവനെ അവരുമായിട്ട് ജിഹാദികളായിട്ട് ഒട്ടി നിന്ന് കോംപ്രമൈസ് ചെയ്ത് അവർ ബൈബിളിനെതിരെ എന്ത് പറഞ്ഞാൽ ഹി എന്നും പറഞ്ഞ് അവിടെ വിളിച്ചുകൊണ്ടിരിക്കുക. അതേ ഇവൻ അറിയുള്ളൂ. എന്നിട്ട് അങ്ങനെയുള്ള ഒരുത്തനാണ് വന്നിട്ട് ചോദിക്കുന്നത് നമ്മൾ ചെയ്യുന്നത് ദൈവവചന പ്രകാരമാണോ എന്ന്. എന്നിട്ട് ഇവൻ പറയാണ് എന്താ സമൂഹദ്രോഹം എന്താ പറഞ്ഞ് ആ ഒരു വാക്ക് അതെനിക്ക് എഴുതാൻ പറ്റിയില്ല. ഇവൻ വർഗീയത പറഞ്ഞു സമൂഹദ്രോഹമൊക്കെ കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് ഒരു വർഗീയതയല്ല. അവന്മാരുടെ ആ പുസ്തകം അവരുടെ ഈ ഇസ്ലാമിൻ്റെ പുസ്തകങ്ങളെല്ലാം വർഗീയത നിറഞ്ഞതാണ്. 100% വർഗീയത അതിൻ്റെ അകത്തുണ്ട്. അതിൻ്റെ ഏത് പോർഷൻ എടുത്ത് നിങ്ങൾ വായിച്ചാലും അതിനകത്ത് വർഗീയത കാണും. ഞങ്ങൾ ഈ പുസ്തകം വായിക്കുമ്പോൾ ഇവൻ്റെ വിചാരം ഇതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി പറയുന്നത്. കാരണം ഇവൻ ബൈബിൾ പോലും വായിക്കാത്തവനാണ് അതിനിപ്പോൾ ഖുർആനും ഹദീസ് എടുത്ത് വായിക്കുന്നത്. വായിച്ചിട്ടില്ല, അവനറിയില്ല. അപ്പോൾ ഇവൻ്റെ വിചാരം ഞങ്ങൾ ഉണ്ടാക്കി പറയണം. അതൊന്നുമല്ല, പുസ്തകത്തിനകത്തുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. അതിൻ്റെ അകത്ത് മുഴുവൻ വർഗീയത ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഞങ്ങൾ പറയുമ്പോൾ നിനക്ക് വർഗീയതയായിട്ട് തോന്നുന്നു. അത് ഞങ്ങളുടെ കുഴപ്പമൊന്നുമല്ല റജി. ഞങ്ങൾ ഇനിയും അതിനകത്തുനിന്ന് പറയും, ഞങ്ങൾ പറയാതിരിക്കൊന്നുമില്ല. ട്രൂത്ത് ഫൈറ്റേഴ്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമേ ഇല്ലാതായിട്ടുള്ളൂ. ഞങ്ങളുണ്ട് ഇവിടെ, ഞങ്ങൾ ഇവിടെ തന്നെ കാണും. മനസ്സിലായ?
ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് സംസാരിക്കുന്നില്ലെന്നേ ഉള്ളൂ. അല്ലാണ്ട് ഞങ്ങളിവിടെ വ്യക്തിപരമായിട്ട് തന്നെ ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. അതിനകത്തുള്ള അതേ എല്ലാ ആളുകളും വേറെടുത്തും പോയിട്ടൊന്നുമില്ല. അപ്പം ഞങ്ങൾ ഇനിയും പറയും, അതിൻ്റെ അകത്ത് വർഗീയത ഉണ്ട്. ഞങ്ങൾ വർഗീയത പറയുന്നത് എനിക്ക് തോന്നുന്നത് നിൻ്റെ പ്രശ്നമാണ്, ഞങ്ങളുടെ കുഴപ്പമല്ല അത്. നീ പോയിട്ട് ആ പുസ്തകങ്ങൾ വായിച്ചു നോക്ക്. ആ വായിച്ചു നോക്കുമ്പോൾ അപ്പോൾ നിനക്ക് അറിയാൻ പറ്റും. പിന്നെ പറഞ്ഞു ഇവന് കുറേ താല്പര്യമുള്ള കാര്യം. റജിയുടെ താല്പര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാം. നിനക്ക് താല്പര്യമുള്ള കാര്യം നീ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അത് ഇന്ന് മാത്രമല്ല, ഇസ്കരിയാത്ത യൂത കർത്താവിൻ്റെ കൂടെ നടക്കുന്ന സമയത്ത് അവനും ഉണ്ടായിരുന്നു ചില താല്പര്യങ്ങൾ. ആ താല്പര്യം അവിടെ ചെന്ന് അവസാനിച്ചെന്ന് ഞങ്ങൾക്കറിയാം. 12-ൽ 1 ഇസ്കരിയാത്ത യൂതയാണെങ്കിൽ 120-ൽ 10 പേര് അതായിരിക്കും. 1200-ൽ 100 പേര് ഇസ്കരിയാത്ത യൂതമാരായിരിക്കും. ഇന്ന് ലക്ഷങ്ങളുണ്ടല്ലോ ഇവിടെ ക്രിസ്ത്യാനികൾ. അപ്പോൾ അതനുസരിച്ച് ആ ശതമാനക്കണക്ക് വർദ്ധിച്ച് വരുന്നുണ്ട്. അപ്പോൾ ആ താല്പര്യം, അതിനെപ്പറ്റിയൊന്നും നീ പറയേണ്ട. നിൻ്റെ താല്പര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ അറിയാവുന്നതാണത്. അതൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. വെറുതെ ജിഹാദികൾ നിനക്ക് വല്ലതും തരുന്നുണ്ടെങ്കിൽ നീ അത് നക്കി മിണ്ടാതിരിക്കുക. റജി അവിടെ അത് വാങ്ങി നക്കി മിണ്ടാതിരിക്കും. നീ നിന്റെ കുടുംബവും നിന്റെ ഭാര്യനെ മക്കളെയൊക്കെ നീ പോറ്റി, ആ പൈസ കൊണ്ട് നീ പോറ്റി നീ ജീവിക്കുക. ക്രിസ്ത്യാനികളെ ഒറ്റ കൊടുക്കാൻ വേണ്ടി നീ ഇങ്ങോട്ട് വരണ്ട. മനസ്സിലായ? ക്രിസ്ത്യാനികൾ ഒറ്റ കൊടുക്കാൻ വേണ്ടി ഇവൻ വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. ആ വിഷയം എന്താ പറയാത്ത, ഈ വിഷയം എന്താ പറയാത്ത, ഇത് ഇങ്ങനെയുള്ളൊരു കാര്യമൊന്നും ഞാൻ ഒരിടത്തും കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഏത് വിഷയം പറയണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും. അത് നീ ഇടപെടാൻ വരണ്ട. നിന്റെ നാവല്ല ഞങ്ങൾ. നിനക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ പറയാനല്ല ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് പറയാൻ ചില കാര്യങ്ങളുണ്ട്. കേരളീയ പൊതുസമൂഹത്തോട് പറയാൻ ചില കാര്യങ്ങളുണ്ട്. കേരളത്തിലെ ക്രൈസ്തവരോട് പറയാൻ ചില കാര്യങ്ങളുണ്ട്. മുസ്ലിങ്ങളോട് പറയാൻ ഞങ്ങൾക്ക് ചില കാര്യങ്ങളുണ്ട്. അത് പറയാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. അല്ലാതെ നിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് പറയാനല്ല ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ സമയവും ഡാറ്റയും ഞങ്ങളിവിടെ കുത്തിയിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടല്ല. ഞങ്ങൾ പറയുന്നത് കേൾക്കാനിരിക്കുന്ന ആൾക്കാരും അത് മനസ്സിലാക്കി തന്നെ ഇരിക്കുന്നതാണ്. മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ പറയുന്നവരല്ല ഞങ്ങളെന്നുള്ള കാര്യം അവർക്കറിയാം. ഞങ്ങൾ എന്തൊക്കെയാണ് പറയുന്നതെന്നുള്ള കാര്യം അവർ പരിശോധിച്ച് നോക്കിയിട്ട് അതുള്ളത് തന്നെയാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതുമാണ്. അപ്പോൾ അതുകൊണ്ട് നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങൾ സംസാരിക്കും എന്നുള്ളതൊക്കെ നിന്റെ വ്യാമോഹമാണ്. അതൊക്കെ നീ മനസ്സിൽ തന്നെ വെച്ചാൽ മതി. ഞങ്ങൾ നിന്റെ നാവല്ല, ഞങ്ങൾ കർത്താവിൻ്റെ നാവാണ്. കർത്താവിന് വേണ്ടി സംസാരിക്കും. പിന്നെ ഈ പൊതുസമൂഹത്തിന് വേണ്ടിയും ഞങ്ങൾ സംസാരിക്കും. കാരണം ഞങ്ങൾക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, ഒരു സാമൂഹ്യ ഉത്തരവാദിത്വമുണ്ട്. അത് ചരിത്രത്തിൽ നിന്ന് ഞങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇസ്ലാം എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ ഫംഗ്ഷൻ, അത് ഭൂരിപക്ഷമാകുമ്പോൾ ഏത് വിധത്തിലാണ് പ്രവർത്തിക്കുക എന്നുള്ള കാര്യം ഞങ്ങൾ ചരിത്രത്തിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കാശ്മീർ സമകാലീന അനുഭവമാണ്. എനിക്ക് 12-13 വയസ്സാണ് ആ സമയത്തുള്ളത്. അന്നേരമൊക്കെ എനിക്കല്ല ഓർമ്മയുണ്ട്, ഞാൻ പത്രത്തിൽ വായിച്ചതൊക്കെ ആ വിഷയങ്ങളൊക്കെ. അങ്ങനത്തെ ഒരു സ്ഥിതി കേരള സമൂഹത്തിൽ വരരുതെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നിനക്ക് സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല. നീ ജിഹാദികളുടെ തൊട്ടുമാങ്ങി നടക്കുന്നവനല്ല. നിനക്ക് എന്ത് സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവാനാ? പക്ഷെ ഞങ്ങൾക്കുണ്ട്. ഉള്ളതുകൊണ്ട് ഞങ്ങൾ ആ ലെവലിലും പറയും. ഞങ്ങൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കും, സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സംസാരിക്കും. അത് ഭരണഘടന ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അവകാശമാണ്. ഭരണഘടന ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അവകാശം റദ്ദ് ചെയ്യാൻ നീ ഭരണഘടനയുടെ മുകളിലേക്കൊന്നും വളർന്നിട്ടില്ല റജി, ആയിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ ഭരണഘടന തിരുത്തട്ടെ. ഭരണഘടനയിൽ ഇത്തരം കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല, പൗരൻ്റെ മൗലികാവകാശങ്ങളിൽ ഇങ്ങനെയുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമൊന്നും ഇല്ലയെന്നും പറഞ്ഞുകൊണ്ട് തിരുത്തട്ടെ. തിരുത്തി കഴിഞ്ഞതിന് ശേഷം നോക്കാം. അങ്ങനെയുള്ള ആ അവകാശങ്ങളൊക്കെ, ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളൊക്കെ അതിനകത്തുള്ള കാലത്തോളം ഞങ്ങൾ സംസാരിക്കും. ചോദ്യം ചെയ്യാൻ നീ വളർന്നിട്ടില്ല, ആയിട്ടില്ല. നീ ചുമ്മാ വന്നു കഴിഞ്ഞിട്ട് വെറുതെ കുത്തിത്തിരിപ്പുണ്ടാക്കുകയാണ്. ഇവൻ ലോറൻസിനെ ഇവിടെ നമ്മുടെ മുമ്പിൽ പിടിച്ചേക്കാൻ പറ്റാണ്ട് ലോറൻസ് വിളിച്ചു വരുത്തിയതാണ് ഇവനെ. ലോറൻസിനെ ഇറക്കിയത് ആരാണെന്ന് നമുക്കറിയാം, മുഹമ്മദ് ഈസയാണ്. ചേട്ടൻ ഇറക്കിക്കൊണ്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയത്. അത് നടക്കുന്നില്ല എന്ന് കഴിഞ്ഞപ്പോൾ അടുത്ത നമ്മൾ അഡ്രസ് ചെയ്യാത്ത കാര്യങ്ങൾ പുള്ളി ചൂണ്ടിക്കാണിച്ചത് കണ്ടോ? ഏതൊക്കെ വിഷയങ്ങളാന്നുള്ളത് കണ്ടായിരുന്നോ? ശ്രദ്ധിച്ചായിരുന്നോ? ഞാൻ ശ്രദ്ധിച്ചിരുന്നേ. അതായത് ഇവനെ സംബന്ധിച്ച് ഇത്തരം വിഷയങ്ങൾ എടുത്തിട്ടിട്ട് ഇവിടെ ക്രിസ്ത്യാനികൾക്കിടയിൽ ഭിന്നത ഉണ്ടാവണം. അതാണ് ഇവൻ്റെ ആഗ്രഹം. അതായത് ഇവൻ വേറെ അടുത്ത് ഇവൻ ചോദിക്കുന്നുണ്ട്, ഇവർക്ക് എങ്ങനെയാണ് ഒരുമിച്ച് പോകാൻ പറ്റുന്നത്, ഇവരുടെ ഉപദേശങ്ങളൊക്കെ വേറെ അല്ലേന്ന് വേറെ അടുത്ത് ഇവൻ ചോദിച്ച ക്ലിപ്പ് ഞാൻ കേട്ടിരുന്നത്. അപ്പോൾ ഇവൻ്റെ പ്രശ്നം അതാണ്, നമ്മൾ വ്യത്യസ്ത സഭകളിലുള്ളവർ ഒരുമിച്ച് പോകുന്നതാണ് ഇവൻ്റെ പ്രശ്നം. യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നതിനാൽ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം നിങ്ങളെക്കുറിച്ച് പറയും, അല്ലെങ്കിൽ ലോകം അറിയും. നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകം അറിയും. പിന്നെ ഐക്യതയുടെ കാര്യവും കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഐക്യതയുള്ളവരായിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ആ വചനം അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഐക്യതയിലും തമ്മിൽ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് കൃത്യമായിട്ട് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. കാരണം ഈ സാഹോദര്യം എന്ന് പറയുന്നത് ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായി വരുന്ന ഒന്നല്ല. അത് ആദ്യം എല്ലാ ക്രിസ്ത്യാനികളും മനസ്സിലാക്കിക്കോ. സാഹോദര്യം എന്ന് പറയുന്നത് ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഞാനത് മനസ്സിലാക്കാനൊരു കാര്യം പറയാം. എൻ്റെ പെങ്ങളും അളിയനും ആ ഫാമിലി അവരിപ്പോഴും ഹിന്ദുക്കൾ തന്നെയാണ്. എൻ്റെ പെങ്ങൾ ഹിന്ദുക്കളാണ്. അവരുടെ ഉപദേശം വേറെയാണ്. ദൈവത്തെ സംബന്ധിച്ചിട്ടുള്ള അവളുടെ ഉപദേശവും കാഴ്ചപ്പാടെല്ലാം വേറെയാണ്. എൻ്റെ കാഴ്ചപ്പാടും ഉപദേശവും വേറെയാണ്. പക്ഷെ ഞങ്ങളുടെ രണ്ടുപേരുടെയും, ദൈവത്തെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ രണ്ടുപേരുടെയും ഉപദേശം വേറെയാണ് എന്നുള്ളത് കൊണ്ട് അവൾ എൻ്റെ സഹോദരിയോ അല്ലെങ്കിൽ ഞാൻ അവളുടെ സഹോദരനോ അല്ലാതാകുന്നില്ല. കാരണം സാഹോദര്യം എന്ന് പറയുന്നത് ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഞങ്ങൾക്കിടയിൽ ഉണ്ടായത്. ഞങ്ങൾ ഒരേ സഹ ഉദരൻ, അതാണ് സഹോദരൻ എന്ന് പറയുന്നത്. സഹ ഉദരൻ, ഒരേ ഉദരത്തിനകത്തിരുന്നവർ.
അപ്പോൾ അങ്ങനെയാണ് വന്നത്. അത് ഞങ്ങൾ ഒരേ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചു എന്നുള്ളതിൻ്റെ കാര്യത്തിലാണ് ഞങ്ങൾക്ക് എന്ത് വന്നിരിക്കുന്നത്, സാഹോദര്യം വന്നിരിക്കുന്നത്, ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. ക്രിസ്ത്യാനികളെ ഞാൻ നിങ്ങളോട് പറയാണ്, ഇപ്പോൾ സഭയുടെ പേരിൽ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്ന എല്ലാവരോടും കൂടിയാണ് പറയുന്നത്, നിങ്ങൾക്കിടയിൽ സാഹോദര്യം വന്നത് ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, നിങ്ങൾ ഒരേ പിതാവിൽ നിന്ന് ജനിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദൈവവചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് ബൈബിൾ പറയുന്നുണ്ടല്ലോ. ദൈവം നിങ്ങളെ ജനിപ്പിച്ചു, ആത്മാവ് നിങ്ങളെ ജനിപ്പിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഒരേ പിതാവിൽ നിന്ന് നിങ്ങൾ ജനിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നിങ്ങൾക്കിടയിൽ സാഹോദര്യം വന്നിരിക്കുന്നത്, അല്ലാതെ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. അപ്പോൾ ആ ഉപദേശപരമായിട്ട് അടിസ്ഥാന ഉപദേശങ്ങളിലുള്ള ഇതല്ല ഞാൻ പറഞ്ഞത്. അടിസ്ഥാന ഉപദേശം എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റാവുന്ന അടിസ്ഥാന ഉപദേശങ്ങൾ ഉണ്ടാവുകയും അപ്പോൾ തന്നെ അത്ര അടിസ്ഥാന ഉപദേശത്തിൽ പെടാത്തതായ കാര്യങ്ങളിൽ ഭിന്നത വന്നു എന്നുള്ളത് കൊണ്ടൊന്നും നിങ്ങൾ സാഹോദര്യം നഷ്ടപ്പെടുന്നൊന്നുമില്ല. ആ ബോധം എല്ലാവരും മനസ്സിൽ വെച്ച് പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്താൽ വളരെ നല്ലതാണത്. അപ്പം ഇവനത് പറ്റുകയല്ല. ഇവൻ പറയും, ഞാനത് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരി വന്നു ഇവൻ പറയുന്നത് കേട്ടിട്ട്. ചോദിക്കുന്നത് ഇവർക്ക് എങ്ങനെ ഒരുമിച്ച് പോകാൻ പറ്റുന്നത്? ഇവർ ബ്രദറുകാരും ബന്ധക്കോസ്തുകാരും അവർ ആത്മാവില്ലാന്ന് പഠിപ്പിക്കുന്നവരാണ്, ഇവർ ആത്മാവ് ഉണ്ടെന്ന് പഠിപ്പിക്കുന്നത്. ഇവന് ബ്രദറുകാരുടെ ഉപദേശം എന്താണെന്ന് അറിയില്ല കേട്ടോ. ബ്രദറുകാർ ആത്മാവില്ലാന്ന് പഠിപ്പിക്കുന്നൊക്കെ വെറുതെ ഇത് പറയാം. ഇപ്പം മഹനീം എന്ന് പറയുന്ന ക്ലബിനകത്ത് ഞങ്ങൾ ത്രിയേകത്വം എന്നുള്ള വിഷയം ഷിജു ബ്രദറാണ് ക്ലാസ് എടുക്കുന്നത്. ഷിജു ബ്രദറിൽ പെട്ടൊരു സുവിശേഷകനാണ്. കൃത്യമായിട്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ചെല്ലാം അദ്ദേഹം അവിടെ പറയുന്നത് ആ ക്ലാസ് കേട്ടാൽ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇത് ഇവൻ്റെയൊക്കെ ചുമ്മാ അറിവില്ലായ്മ വിളമ്പുന്നതാണ്. പക്ഷേ ഇവൻ പറയുകയാണ് അവരിങ്ങനെ പഠിപ്പിക്കുന്നു, ഇവരിങ്ങനെ പഠിപ്പിക്കുന്നു, രണ്ടു കൂട്ടരും കൂടി എങ്ങനെയാണ് ഇവർക്ക് ചേർന്ന് പോകാൻ പറ്റുന്നതെന്ന് ഇവൻ ചോദിക്കുന്നത്. ആ ചേർന്ന് പോകാൻ പറ്റുന്നതിൻ്റെ കാരണം ഞങ്ങൾക്കൊരു ബോധ്യമുണ്ട്, ഞങ്ങൾ ഒരേ പിതാവിൻ്റെ മക്കളാണെന്നുള്ളത്. ആ ബോധ്യത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ ഒരുമിച്ച് പോകുന്നത്. യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഉപദേശത്തിൻ്റെ പേരിൽ നിങ്ങൾ തല്ലിപ്പിരിയുന്നതിൻ്റെ പേരിൽ എൻ്റെ ശിഷ്യന്മാരാണ് ലോകം അറിയുന്നല്ല പറഞ്ഞത്. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നതിനാൽ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയും. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം വായിക്കുക. എന്നിട്ട് 17-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ ആ പ്രാർത്ഥനയിൽ യേശുക്രിസ്തു പറയുന്നുണ്ട്, പിതാവേ നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നാകേണ്ടതിന് എന്ന് പറയുന്ന അവിടെ ഉണ്ട്, ഐക്യതയിൽ തികഞ്ഞവരായിരിക്കുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഐക്യതയും അതുപോലെ തമ്മിൽ സ്നേഹവും അത് തൻ്റെ ശിഷ്യന്മാർക്ക് വേണമെന്ന് യേശുക്രിസ്തു ആഗ്രഹിച്ചു. ആ ആഗ്രഹം നിറവേറ്റാനാണ് ഞങ്ങളിവിടെ കിടന്ന് ഇത്രയും ശ്രമം നടത്തിയത്. അന്നേരം ഇവൻ വന്നിട്ട് പറയും അത് പറ്റില്ല എന്ന്. അപ്പോൾ ഇവൻ്റെ ഉള്ളിലുള്ള ആത്മാവ് ഏതാണെന്ന് നോക്ക്. യേശുക്രിസ്തുവിൻ്റെ ആ കൽപ്പന ഞങ്ങൾ പാലിക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങളെ കുറ്റപ്പെടുത്തുകയാണ്, ഇത് ഇവർക്ക് ഇങ്ങനെ ചേർന്ന് പോകാൻ പാടില്ലല്ലോ, ഇവരെങ്ങനെ ചേർന്ന് പോകുന്നത് പറ്റില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട്. ഇത് തന്നെ ജിഹാദി ലോറൻസും പറഞ്ഞു. കാരണം ഇവരുടെ ഉള്ളിലുള്ള ആത്മാവ് അത് ദൈവത്തിൻ്റെ ആത്മാവല്ല, പരിശുദ്ധാത്മാവല്ല. പരിശുദ്ധാത്മാവാണെങ്കിൽ ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് പിന്തുണയ്ക്കേണ്ടവരായിരുന്നു ഇവർ. പക്ഷെ അത് പറ്റില്ല, ഇവരെ എതിർക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഉള്ളിലുള്ള ആത്മാവ് അത് പിശാചിൻ്റെ ആത്മാവാണ്, ദുരാത്മാവാണ്, ഭിന്നതയുടെ ആത്മാവാണ്. അതെല്ലാവരും മനസ്സിലാക്കണം. അല്ലാണ്ട് ദൈവത്തിൻ്റെ ആത്മാവായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവൻ നടത്തുകയില്ല, നിങ്ങൾക്ക് അങ്ങനെ ചേർന്ന് പോകാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ഈ ഇത്തരം കള്ളനാണയങ്ങളെ എല്ലാവരും കരുതിയിരിക്കുക. ഇവൻ അവിടെ ആ ചോദ്യങ്ങളായിട്ട് അവൻ്റെ കുറേ ഇതുണ്ടല്ലോ, ഇതൊന്നും അടിസ്ഥാന ഉപദേശവുമായിട്ട് വരുന്ന കാര്യങ്ങളല്ല അതിനകത്തുള്ളത്, ഒന്നാമത്തത്. രണ്ടാമത്തത് അത് ഇവിടെ നൂറ്റാണ്ടുകളായിട്ട് സഭയുടെ ഇത്തരം ഉപദേശങ്ങളുടെ പേരിൽ പല സഭകളും തമ്മിൽ ഭിന്നതയുള്ളതാണ്. അപ്പോൾ ആ ഭിന്നത ഇവിടെയും ക്ലബ് ഹൗസിനകത്ത് ഐക്യം തകർത്ത് ഇവിടെയും ആ ഭിന്നത കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവൻ ആ ചോദ്യങ്ങളുമായിട്ട് വന്നിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇവന് പറ്റുന്നില്ല. കർത്താവിൻ്റെ ഉപദേശം അനുസരിച്ച് തമ്മിൽ സ്നേഹിക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ എഫേസ്യ ലേഖനം 4:3 എത്രയാണ് വാക്യം പറയുന്നുണ്ട്, ആത്മാവിൻ്റെ ഐക്യത. ഞാനതൊന്നും എടുക്കട്ടെ ഏട്ടാ. ചെറിയ ഡിനോമിനേഷൻ വ്യത്യാസങ്ങളുള്ളവരോട് തമ്മിൽ തല്ലാൻ പറഞ്ഞിട്ട് യേശുക്രിസ്തു മരിച്ചിട്ടില്ല, രക്ഷയില്ല എന്ന് പഠിക്കുന്നവന്റെ തോളത്ത് കൈയിട്ട് അവന് മുത്തം കൊടുക്കാനാണ് അവൻ പറയുന്നത്. മനസ്സിലായോ? അതാവൻ പറയുന്നത്. ഇവൻ വിചാരിച്ച് അനുബ്രദറെ ഇവൻ വിചാരിച്ച് ഇവന്റെ ഇടപെടൽ കൊണ്ട് താൽക്കാലികമായിട്ട് പ്രവർത്തനം നിർത്തിയത്. 4:3 പറയുന്നത് ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഐക്യത നമുക്ക് ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല. ഇവിടെ ഈ പ്രശ്നവും ബഹളവും ഉണ്ടാക്കുന്ന എല്ലാവരോടും കൂടി പറയാണ്, ഐക്യത നമുക്ക് ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം നമ്മൾ മനുഷ്യരാണ്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കില്ല, നിങ്ങൾ പറഞ്ഞാൽ ഞാനും കേൾക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ മനുഷ്യർ ചേർന്നിട്ട് ഐക്യത ഉണ്ടാക്കാമെന്ന് നിങ്ങൾ സ്വപ്നം കാണേണ്ട, അത് നടക്കുന്ന കാര്യമല്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ദൈവാത്മാവാണ് ഐക്യത ഉണ്ടാക്കിയിരിക്കുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഐക്യത ഉണ്ടാക്കിയിരിക്കുന്നത്. അതാ പറയുന്നത് ആത്മാവിൻ്റെ ഐക്യത എന്ന് പറഞ്ഞത് അതാണ്. പരിശുദ്ധാത്മാവ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഐക്യതയുണ്ട്. ആ ഐക്യത സമാധാന ബന്ധത്തിൽ കാത്തുകൊണ്ട് പോകാൻ നമുക്ക് പറ്റും. അതേ നമുക്ക് പറ്റുകയുള്ളൂ, അല്ലാതെ ഐക്യത ഉണ്ടാക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഞങ്ങളിവിടെ ഐക്യത ഉണ്ടാക്കാമെന്നൊന്നും ഒന്നല്ല ഞങ്ങൾ പറയുന്നത്. എല്ലാവരും ഐക്യമായിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്, ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ, അതായത് മുമ്പ് ഉണ്ടായിരുന്ന ട്രൂത്ത് ഫൈറ്റേഴ്സ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം വിചാരിച്ചാൽ ഐക്യത ഉണ്ടാകുന്നില്ല എന്ന് നിങ്ങൾക്കറിയാം. ആത്മാവിൻ്റെ ഐക്യത പരിശുദ്ധാത്മാവായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അത് കാത്തുകൊണ്ട് മുന്നോട്ട് പോകാം. പിന്നെ നമുക്ക് പറ്റുന്ന മറ്റൊരു കാര്യമുണ്ട്, ആ ഐക്യത തകർക്കാൻ നമുക്ക് പറ്റും.
അതേ പറ്റുള്ളൂ, ഐക്യത ഉണ്ടാക്കാൻ പറ്റില്ല. പരിശുദ്ധാത്മാവ് ഉണ്ടാക്കിയിരിക്കുന്ന ഐക്യത തകർക്കാനേ നമുക്ക് പറ്റുകയുള്ളൂ. അതിനു വേണ്ടിയാണ് ഇവിടെ പലരും ശ്രമിച്ചത്, ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഞങ്ങളിത് ഫോളോ ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. യേശുക്രിസ്തുവിൻ്റെ ആഗ്രഹം എന്താണ്? നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നുള്ളത്. അതൊരു പുതിയ കൽപ്പനയായിട്ട് തന്നിരിക്കുകയാണ്. ശബത്ത് മാറ്റിയിട്ട് പകരം പഴയ നിയമത്തിലെ 10 കൽപ്പനകളിൽ പുതിയ നിയമത്തിൽ ശബത്തില്ല, ശബത്തിന് പകരം ദൈവം തന്നിരിക്കുന്ന കൽപ്പനയാണത്. തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നുള്ള പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പറയുന്നത്. അപ്പോൾ ആ കൽപ്പന തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നുള്ളതും 17-ാം അധ്യായത്തിൽ വരുമ്പോൾ യേശുക്രിസ്തു തൻ്റെ ആഗ്രഹം പിതാവിനോട് പറയുന്നു, പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന്, ഐക്യതയിൽ തികഞ്ഞവരായിരിക്കേണ്ടതെന്ന് പറയുന്ന ആ ഭാഗം. അപ്പോൾ അത് ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ആഗ്രഹമാണ്. പിന്നെ ലേഖനത്തിലേക്ക് വരുന്ന സമയത്ത് കൽപ്പനയായിട്ട് നമുക്ക് തന്നിരിക്കുകയാണ്, നിങ്ങൾ ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുകയും വേണ്ടി ഇവൻ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഭിന്നത ഉണ്ടാക്കാനുള്ള എല്ലാ കുത്തിത്തിരിപ്പും ഇവൻ നടത്തുന്നത്. അപ്പോൾ ഇവൻ്റെ ഉള്ളിലെ ആത്മാവ് ഏതാണ്? ഈ റജിയുടെ ഉള്ളിലെ ആത്മാവ്, ഈ ജിഹാദി ലോറൻസിൻ്റെ ഉള്ളിലെ ആത്മാവ്, ഇത് ഏതാത്മാവാണത്? ദൈവാത്മാവാണോ? ഒരിക്കലും അല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവല്ലേ അല്ല. ഇവർ പറയുന്നുണ്ട് ഞങ്ങൾക്കേ ആത്മാവുള്ളൂ, ബ്രദറുകാർക്ക് ആത്മാവില്ല, അൽകുമാറിനും ഷിജുമോനൊന്നും ആത്മാവില്ല, അവരൊന്നും ആത്മാവിനെ അംഗീകരിക്കുന്നവരല്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ നടക്കുന്നുണ്ട്. വിവരക്കേടാണ്, അവർക്ക് അതിനെക്കുറിച്ചൊരു ബോധമില്ലാത്തതുകൊണ്ടാണ്. ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ദൈവാത്മാവ് എന്ന് പറയുന്നത് ദൈവാത്മാവിൻ്റെ ആളത്വം എങ്ങനെയുള്ളതാണ്, ദൈവാത്മാവിൻ്റെ പ്രവർത്തനം എങ്ങനെയുള്ളതാണ് എന്നൊക്കെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഞങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്ന ആളുകൾ തന്നെയാണ്. ആത്മാവ് എങ്ങനെ പ്രവർത്തിക്കുന്നതൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഈ വിധത്തിൽ ഇവിടെ നിൽക്കുന്നത്. പക്ഷെ ഇവർ ആത്മാവിൻ്റെ ആൾക്കാരാണെന്ന് പറയുകയും ചെയ്യും. പ്രവൃത്തി മുഴുവൻ എന്താണ്? ഭിന്നതയുടെയാണ്, ഛിദ്രത്തിൻ്റെയാണ്. ഒരു കുടുംബത്തെ തന്നിൽ തകർക്കാൻ, അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഛിദ്രം വരുത്താൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് ഇവർ. എപ്പോഴും മനസ്സിലാക്കണം, പുറമേ നിന്നുള്ള ആക്രമണമല്ല ദൈവസഭയ്ക്ക് പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. പുറമേ നിന്നുള്ള ആക്രമണങ്ങളെ ദൈവസഭ പിടിച്ചു നിന്നിട്ടുണ്ട്. അതിന് ഈ റോമിലെ ചരിത്രം മാത്രം നോക്കിയാൽ മതി. ആദ്യത്തെ 3-4 നൂറ്റാണ്ടുകളുടെ ചരിത്രം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ മനസ്സിലാവും എത്രമാത്രം ആക്രമണം. അതുപോലത്തെ ഒരു ആക്രമണം പിന്നീട് വരുന്നത് കമ്മ്യൂണിസ്റ്റൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷമാണ്. സോവിയറ്റ് യൂണിയനിലും കിഴക്കൻ യൂറോപ്പിലുമാണ് സഭയ്ക്ക് അതുപോലത്തെ ആക്രമണം പിന്നെ നേരിടേണ്ടി വന്നിട്ടുള്ളത്. അതിനിടയിൽ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഒരു ആക്രമണം ഇടയിൽ വന്നിട്ടുണ്ട്. പക്ഷെ അവിടെ അത് പിടിച്ചു നിൽക്കാൻ പറ്റാതായിരുന്ന കാരണം ഇവനെപ്പോലുള്ള കുറേ ക്ഷുദ്രജീവികൾ സഭയ്ക്കകത്ത് ഉണ്ടായതാണ്. അവർ കോംപ്രമൈസ് നിലപാടെടുത്തു കഴിഞ്ഞപ്പോഴാണ് ദൈവം അവരെ കൈവിട്ട് കളഞ്ഞത്. പക്ഷെ ഇതിനെ എതിർത്ത് നിന്നവരെ ദൈവം കൈവിട്ടിട്ടേ ഇല്ല, സംരക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എതിർപ്പുകൾ വരുന്ന സമയത്ത് സഭയെ തകർക്കാൻ പറ്റിയില്ല. പുറമേ നിന്നുള്ള എതിർപ്പുകൾക്ക് ഒരിക്കലും തകർക്കാൻ പറ്റില്ല. ഞാനിതിന് ഉദാഹരണമായിട്ട് പറയാനുള്ളത് ഒരു കോഴിമുട്ടയുടെ കാര്യമാണ്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ കുറേ കളിച്ചു നോക്കിയിട്ടുള്ള ഒരു ഗെയിമാണ്. അതായത് ഒരു കോഴിമുട്ടയുടെ 2 അറ്റവും, ആ 2 അറ്റവും ഞങ്ങളുടെ കൈവെള്ള 2 കൈകളിൽ വെച്ച് കഴിഞ്ഞിട്ട് ഫുൾ അമർത്തി നോക്കുക. എത്ര അമർത്തിയാലും അത് പൊട്ടുകയില്ല. കാരണം അതിന് താങ്ങാൻ ഒരുമാതിരി ഒരു മനുഷ്യൻ്റെ കയ്യിൽ വരുന്ന വെയിറ്റ് എത്രയാ വെയിറ്റ് താങ്ങാനുള്ള കപ്പാസിറ്റിയൊക്കെ അതിനുണ്ട്. അത്രമാത്രം പുറമേ നിന്നുള്ള സമ്മർദ്ദത്തെ അത് അതിജയിച്ച് നിൽക്കുക അതിൻ്റെ അകത്ത്. പക്ഷേ അതിൻ്റെ അകത്ത് ഉള്ളൊരു ജീവിയുണ്ട്. അത് അടച്ച് വിരിഞ്ഞു വരുന്ന സമയത്ത് കോഴിക്കുഞ്ഞ് എന്ന് പറഞ്ഞൊരു ദുർബല ജീവിയാണ്, വളരെ ദുർബലമായൊരു ജീവി. നമ്മുടെ ശക്തിയുടെ 1000-1 പോലും അതിനകത്തില്ല, ആ ജീവിക്കില്ല. പക്ഷെ എത്ര നിസ്സാരമായിട്ടാണെന്നറിയോ ആ ദുർബല ജീവി അതിൻ്റെ അകത്തുനിന്ന് ആ കോഴിമുട്ട പൊട്ടിച്ച് പുറത്തേക്ക് വരുന്നത്. നിസ്സാരമായിട്ടാണ്. അതിന് അവിടുന്ന് അകത്തുനിന്നൊരു കൊത്തു കൊടുത്താൽ മതി, അപ്പം തന്നെ അത് പൊട്ടി പുറത്തേക്ക് വരും. ഇത് തന്നെയാണ് ദൈവസഭയുടെ കാര്യവും. പുറമേ നിന്ന് വരുന്ന ആക്രമണങ്ങളെല്ലാം ശക്തമായി അതിനെ എതിർത്ത് നിൽപ്പാൻ ഈ ദൈവസഭയ്ക്ക് കഴിയും. അല്ലെങ്കിൽ ക്രിസ്ത്യൻ കൂട്ടായ്മ എന്തായിക്കോട്ടെ, ദൈവസഭ തന്നെ വേണമെന്നില്ല, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു കൂട്ടായ്മ ആയിട്ട് ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ ആ കൂട്ടായ്മയ്ക്ക് പുറമേ നിന്ന് വരുന്ന ആക്രമണങ്ങളെ എല്ലാം എതിർത്ത് നിൽക്കാൻ അത് കഴിയും. അത് ദൈവത്തിൻ്റെ ആത്മാവ് അവരെ സഹായിക്കും. പക്ഷെ അതിൻ്റെ അകത്തുള്ളൊരു വ്യക്തി അവൻ വിചാരിച്ചാൽ നിസ്സാരമായിട്ട് അത് തകർത്ത് കളയാനും പറ്റും. ഇതൊക്കെ എപ്പോഴും ഇത് തകർന്നിട്ടുള്ളത് അകത്തുള്ള ആൾക്കാരിൽ നിന്നാണ്, പുറമേ നിന്നുള്ളതല്ല. അപ്പോൾ ഇവന്മാരെല്ലാം വന്നിട്ട് ഇത് അകത്തുനിന്ന് തകർക്കാൻ വേണ്ടിയിട്ടുള്ള തുരപ്പൻ്റെ പണിയാണ് ഇവർ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ നിങ്ങൾ കരുതിയിരിക്കുക. എല്ലാ ക്രിസ്ത്യാനികളും ഇവന്മാരെയൊക്കെ കരുതിയിരിക്കുക. ഇവന്മാർ സാത്താൻ്റെ ഏജന്റുമാരാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു പുള്ളി വിചാരിച്ചത് ഇത് പുള്ളിയുടെ ഇതുകൊണ്ടാണ് ട്രൂത്ത് ഫൈറ്റേഴ്സ് പൂട്ടിയത് അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് അടച്ചത് എന്നുള്ള ധാരണയിലാണ് പുള്ളി ഇപ്പൊ ബാക്കിയുള്ളതും കൂടെ ഇവിടെ വന്ന് കുത്തിയിളക്കി ഈ പ്രശ്നം രൂക്ഷമാക്കാൻ വേണ്ടി ഒരു അഡ്വാൻസ് മേടിച്ച് വന്നതാ. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ അതിനുള്ള ശ്രമമാണ് ഇവിടെ വന്ന് നടത്തിയിട്ട് പോയത് പുള്ളിക്കാരൻ. ഈ ഇവനെ പോലുള്ള ആളുകളുടെ പിന്താങ്ങി നടക്കുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ എന്താ പറയുന്നത്? ഇവരോടൊക്കെ ഒരു സാമാന്യ ബുദ്ധി ഇല്ലാത്ത വിവരം കെട്ട ആൾക്കാരാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ഇത്ര മോശം മനോഗതിയുള്ള ആളുകളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി.